നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പൊന്നുഗുരുവായൂരപ്പ സർവേശ്വര സന്തോഷിക്കണേ. അമ്മേ കണ്ണോട്ടുകാവിലമ്മേ സർവേശ്വരി, മഹാദേവ സർവേശ്വര, ഗണപതി ഭഗവാനെ, ശാസ്താവേ, സർപ്പദൈവങ്ങളെ, അമ്മയുടെ പാർഷദന്മാരെ, സർവേശ്വരി, എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് സമാപന ദിവസം, 3-ാം ദിവസം, കാളിയുടെ കാവുകൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണ പരമ്പര. നമുക്ക് ദേവിയുടെ പതിവ് പോലെ ഒരു ധ്യാനം ചൊല്ലിയിട്ട് ആരംഭിക്കാം. ഞാൻ 18 സ്റ്റെപ്സിൻ്റെ ഒരു യജ്ഞപ്രസാദം കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും തരാം. സാധിക്കുന്നവരൊക്കെ അതിൽ, പലർക്കും ഭദ്രകാളിപ്പത്ത് എന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഭദ്രകാളിപ്പത്ത് എന്താണെന്ന് അറിയണ്ടാവില്ല. ഭദ്രകാളിപ്പത്താണ് അതിൽ അച്ചടിച്ചിരിക്കുന്നത്. നിത്യം ചെല്ലാം. ഇവിടെയും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണമെങ്കിൽ കുറച്ച് കോപ്പികൾ ആർക്കെങ്കിലും എടുത്ത് അപ്പപ്പോൾ വായിച്ചിട്ട് അവിടെ എടുത്തു വയ്ക്കണമെങ്കിൽ. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം, എന്നും ക്ഷേത്രങ്ങളിൽ ചെറിയൊരു ലൈബ്രറി ഉണ്ടാവണം. വായിക്കാവുന്ന പുസ്തകങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലം. നോർത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം, നമ്മുടെ കയ്യിൽ ഗ്രന്ഥമില്ലെങ്കിലും അവിടെ നിന്ന് എടുത്ത് വായിച്ചാൽ അവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ അതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവിയുടെ ധ്യാനം പ്രസിദ്ധമായിട്ടുള്ള ധ്യാനമാണ്. ഈ ധ്യാനം ഞാൻ 3 ദിവസവും കഴിഞ്ഞ 2 ദിവസവും ഞാൻ ചൊല്ലിയില്ല. കാരണം മറ്റ് ശ്ലോകങ്ങൾ ഭദ്രകാളിയുടെ അഷ്ടകത്തുനിന്നും, വിശേഷമായിട്ടൊരു അഷ്ടകത്തുനിന്ന് മിനിങ്ങാന്ന് ചൊല്ലിയത്, ഇന്നലെ ചൊല്ലിയത് രുചിത്തിൻ്റെ വിധാനത്തിൽ തന്നെ വരുന്ന ഒരു ധ്യാനമാണ്. കൊടുങ്ങല്ലൂരും മാടായിക്കാവിലൊക്കെ ഉപയോഗിക്കുന്ന പദ്ധതിയിൽ വരുന്ന ഒരു ധ്യാനം ഇന്നലെ ചൊല്ലിയത്. ഇന്നത്തത് നമ്മൾ സാധാരണക്കാർക്കും കാളിയുടെ എല്ലാ ഉപാസകരും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ധ്യാനം. ഭഗവാന്റെ മടിയിലിരിക്കുന്ന ഭാവമാണതിന്. ശാന്തയായിട്ടുള്ള കാളിയാണ്. ശംഭുസ്ഥാ ശശലക്ഷ്മഖണ്ഡവിലസൽ കോടീരചൂടോജ്വല ബിഭ്രാണാകരപങ്കജൈർഗുണശ്രീണീശൂലം കപാലം തഥാ മുണ്ഡസ്രക്പരിമണ്ഡിതാ ത്രിനയനാ രക്താംഗരാകാംശുകാ സർവാലങ്കരണോജ്വലാ ശിതിനിഭാവ പാതു നിത്യം ശിവാ. ഭദ്രേ ശരണം. ദേവിയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ധ്യാനമാണ്. ശംഭുസ്ഥ എന്നുള്ള വാക്കിന് അർത്ഥം പറയാൻ പറ്റില്ല എന്നാണ് ആചാര്യന്മാർ പറയുക. ശിവൻ്റെ മടിയിലിരിക്കണവൾ, ശിവനിൽ സ്ഥിതി ചെയ്യുന്നവൾ, ശിവൻ്റെ മേലെ നിൽക്കുന്നവൾ, ഇതൊക്കെ സങ്കല്പമാണ്. ശിവൻ്റെ മഹാകാളിയായിട്ടുള്ള ദേവി ശിവൻ്റെ മേലെ ചവിട്ടി നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭദ്രകാളിയുടെ ഭാവത്തിലും ചില ചിത്രങ്ങളിൽ അങ്ങനെ കാണാം. വാസ്തവത്തിൽ അത് മഹാകാളിയാണ്, ഭദ്രകാളി അല്ല. തെക്കുന്ന് ദേവി ആർത്തട്ടഹസിച്ച് വരികയാണ്. വടക്കുന്ന് ഭഗവാൻ അങ്ങോട്ട് നോക്കി തെക്ക് നോക്കിയിരിക്കുകയാണ്. അതാണ് ദക്ഷിണാമൂർത്തി. ആ ഭർത്താവിൻ്റെ ആ ശാന്തത കണ്ടിട്ടാണ് പ്രകൃതി അടങ്ങണത്. അപ്പോൾ ആ വരണ വഴിയിൽ ജഡാവസ്ഥയിൽ ഭഗവാൻ പോയി കടന്നു എന്നൊരു സങ്കല്പം പറയും. വാസ്തവത്തിൽ താന്ത്രിക രഹസ്യം അതൊന്നുമല്ല. എവിടെയാ കാളി ഇരിക്കണമെന്ന് ചോദിച്ചാൽ, കാളി ശിവൻ്റെ ഹൃദയത്തിലായിരിക്കണം. ഹൃദയത്തിലാണ് കാളി ഇരിക്കണമെന്ന് കാണിക്കാൻ നമുക്കൊരു മാർഗമില്ല. ശ്രീരാമസ്വാമിയുടെ കഥയിൽ ഹനുമാൻ നെഞ്ചു പൊളിച്ച് നിൽക്കണ മാതിരി അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശിവൻ്റെ ഹൃദയസ്ഥാനത്ത് കാല് ചവിട്ടി നിൽക്കണതായിട്ട് കാണിച്ചിരിക്കുന്നു. അല്ലാണ്ട് കാളി ശിവനെക്കാട്ടിലും വലുതായതുകൊണ്ടോ, ശിവൻ കാളിയെക്കാട്ടിലും വലുതായതുകൊണ്ടോ, ഒരാൾ മോശം ഒരാൾ, അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ തട്ടുതിരിവുകളാണ്. എന്താണെങ്കിലും ശംഭുസ്ഥ എന്ന് പറഞ്ഞതുകൊണ്ട് ശിവനിൽ സ്ഥിതി ചെയ്യുന്നവൾ, ശിവൻ്റെ മടിയിലിരിക്കണവൾ, ശിവനിൽ നിന്നുണ്ടായവൾ, അതേപോലെ ചന്ദ്രക്കല ചൂടിയവൾ, തലയോടുകളെ കൊണ്ടുള്ള മാല ചാർത്തിയിട്ടുള്ളവൾ, പാശം, അങ്കുശം, ശൂലം, കപാലം, പാശാങ്കുശങ്ങളും ശൂലം കപാലും. പാശം വെച്ചാൽ കയറ്, ശൂലം നമുക്കറിയാം എന്താന്നുള്ളത്. അങ്കുശം ആനയെ വലിക്കുന്ന തോട്ടിയാണ്, ആനത്തോട്ടി. മായ അങ്ങനെയാണ് നമ്മളെ പ്രകൃതി നമ്മളെ ബന്ധിച്ചിടുന്നത്. കയറുകൊണ്ട് കെട്ടിയിടും, തോട്ടി കൊണ്ട് കുത്തി വലിക്കും.
അപ്പോൾ അവളുടെ ആ തോട്ടിയുടെ വലിയെന്നും കയറുകൊണ്ടുള്ള കെട്ടിക്കൽ നിന്നും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ അവളെ തന്നെ നമസ്കരിക്കണം, അല്ലെങ്കിൽ രക്ഷയില്ല. ആ തോട്ടിയുടെ വലിയും കയറിൻ്റെ വലിയും ഏറ്റവും അനുഭവിക്കണം ഈ ശരീരത്തിലാണ്. കാരണം ഈ ശരീരം അവളാ. ശിവൻ്റെ ശരീരം പോലും ദേവിയാണ്, ശിവന് സ്വന്തം ശരീരം പോലും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഭാഷായ നമ, അങ്കുശായ നമ, ശൂലായ നമ, കപാലായ നമ എന്നാണ് ഈ ധ്യാനപ്രകാരം ദേവിയുടെ ധ്യാനത്തിൽ പറയുക. പിന്നെ അത് മാത്രമല്ല, 3 തൃക്കണ്ണുണ്ട്, ശൈവമാണ്, പൂർണ്ണ ശൈവ സ്വഭാവമാണ്. ചുവന്ന കുറിക്കൂട്ടുകൾ ധരിച്ചിട്ടുള്ളവണ്, വേറെ ഒരു നിറത്തിലുള്ള കുറിയുമില്ല, ചുവന്ന കുറിക്കൂട്ട്. സകലവിധ അലങ്കാരങ്ങളോട് കൂടിയിട്ട് നല്ല കറുത്തിരിക്കുന്ന കാളി. അങ്ങനെയുള്ള ഭദ്രകാളി നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണത്. ശാന്തപ്രകൃതിയാണ് ആ ദേവിയുടെ ആ സ്വരൂപത്തിനെ എല്ലാവരും നന്നായിട്ട് മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ഇവിടെ നമ്മുടെ കണ്ണോട്ടുകാവിൽ ദേവിക്ക് ശൂലം, അതേപോലെ തന്നെ കപാലപാത്രമാണ്. കപാലത്തിന് പകരം ശരിക്കും ഈ പാത്രം എപ്പോഴും തലയൊട്ടിയിൽ രക്തം നിറച്ച് കുടിക്കുകയെന്നും, അതിനെ നമ്മളൊരു പാത്രമായിട്ട് സങ്കല്പിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഉയർത്തിപ്പിടിച്ച് വലത്തെ കയ്യിലുള്ള വാള്, വിച്ച് മീൻസ് എനി ടൈം ഷീ ക്യാൻ കട്ട് യുവർ ഹെഡ്, എപ്പോൾ വേണമെങ്കിൽ വെട്ടാം. അതുകൊണ്ടാണ് ഈ കയ്യിൽ ഇങ്ങനെ വലത്തെ കയ്യിൽ അത് കൊടുത്തിരിക്കുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ ദേവി വാള് താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈവച്ചിരിക്കുന്നത് കാണാം. അവിടെ ശാന്തേരി അപൂർവ, കേരളത്തിൽ അങ്ങനെ അധികം ഇല്ല. പിന്നെ ദാരിക ശിരസ്, അഹങ്കാരത്തിൻ്റെ ശിരസ്സെന്ന് ഇറ്റ് വീഴുന്ന ഞാൻ എന്ന ബോധത്തിനെ കപാലപാത്രത്തിൽ, അച്ഛൻ്റെ കയ്യിൽ തന്നെയുള്ള കപാലം തന്നെയാണ് മകളുടെ കയ്യിലും. ബ്രഹ്മാവിൻ്റെ തലയൊട്ടി, ബ്രഹ്മകപാലം. ബ്രഹ്മാവിൻ്റെ തലയൊട്ടിച്ച അഹങ്കാര, ഞാൻ എന്നുള്ള ഭാവം, നുണ പറയാനുള്ള ഭാവം അല്ലേ. ബ്രഹ്മാവ് നുണ പറയാനുള്ള കാരണം ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ നമ്മൾ എന്തൊക്കെ കഥകൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കും അല്ലേ. ആ കപാലം, അതിലേക്ക് ആ രക്തം ഇറ്റിറ്റ് വീഴുന്നതിന് അപ്പപ്പം തന്നെ തൻ്റെ നീണ്ട നാക്കുകൾ കൊണ്ട് നക്കി തുടച്ച് കഴിക്കുന്നവൾ. അഗ്നിക്ക് 7 നാക്ക്, ആ 7 നാക്ക് സപ്തജിഹ്വ എന്ന് പറയും. അതിലൊരു നാക്കിൻ്റെ പേരെന്നെ കാളി എന്നാണ്. കാളിയുടെ പ്രതീക ഏതാ ചോദിച്ചാൽ നാക്കാ. കാരണം ഏറ്റവും നിയന്ത്രിക്കപ്പെടേണ്ടത് നാക്കാ. അതിനെ അകത്തേക്കെടുത്ത് മടക്കി മുകളിലേക്ക് ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അതിനെ ഖേജരി എന്ന് പറഞ്ഞ യോഗമുദ്രയാണ്. അത് ചിത്രത്തിലും വിഗ്രഹത്തിലും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നീട്ടിയിട്ടിരിക്കണം, മാത്രം കാണിച്ചിരിക്കുകയാണ്. കാളി എപ്പോഴും നാക്ക് നീട്ടിയിരിക്കണം, സംസാരിക്കില്ല. നാക്ക് നീട്ടിയാൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം നിയന്ത്രിക്കേണ്ടത് നാക്കാ. അപ്പോൾ വാക്കിനെ നിയന്ത്രിപ്പിച്ചിട്ട് ഇരിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ അനവധി കാര്യങ്ങൾ അമ്മയെക്കുറിച്ച് പറയാനുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കൂടുതൽ വിസ്തരിക്കുന്നില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ 1-ാം ദിവസം നിങ്ങളോട് സത്യം ചെയ്തതുപോലെ, ഞാൻ സത്യം ചെയ്യല്ല, ഞാൻ പറഞ്ഞു, സത്യമൊന്നും ചെയ്തിരുന്നില്ല, എന്നാലും പറയാം. കണ്ണോട്ടുകാവിലമ്മ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് എനിക്കറിയുന്ന പോലെ പറയാം. ദേശങ്ങളിലൊക്കെ പല കഥകളും ഉണ്ടാവും. ആ കഥകളിൽ ചിലപ്പോൾ ചരിത്രം ഉണ്ടാവും, ചരിത്രം ഇല്ലാതിരിക്കാം. നമ്മളെപ്പോലുള്ളവർ, പുറത്തുനിന്നുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആദ്യം ചരിത്രമാണ് സത്യം. ആ സത്യം അമ്മയ്ക്കറിയും. അപ്പോൾ എങ്ങനെ ദേവി ഇവിടെ വന്നു, കണ്ണോട്ട് ഭഗവതി എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്, ഇതൊക്കെ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്കെന്താ, നമ്മുടെ അമ്മയല്ലേ, ഇതൊക്കെ എന്തിനാ ഇപ്പം അന്വേഷിക്കണേ? നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മളല്ലേ കൂടുതൽ അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വടക്കന്തറ ഭഗവതി അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. കാരണം എൻ്റെ കുട്ടിക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ, പുത്തൂര് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രവും, കുടുംബത്തിന് ബന്ധങ്ങളുള്ളത് കൊണ്ട് വടക്കന്തറ അമ്പലമാണ്. അപ്പോൾ വടക്കന്തറ അമ്മ അന്വേഷിച്ച് നടന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പറയും പുത്തൂര് കണ്ണായിയമ്മ വടക്കന്തറ അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ ഈ ചേച്ചി ആരാന്ന് അറിയണ്ടേ? അനിയത്തി അറിയാം, അപ്പോൾ ചേച്ചി ആരാന്നറിയാം. അനിയത്തി അവിടെ എങ്ങനെയാണ് വന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേച്ചി അന്വേഷിച്ച് പോയി. ചേച്ചി അന്വേഷിച്ച് പോയപ്പോൾ ചേച്ചി ഒറ്റയ്ക്കല്ല, ചേച്ചിക്ക് 2 കൂടപ്പറപ്പുകൾ, കൂട്ടുകാരികളെ പോലെ. അവരാണ് കണ്ണോട്ട് ഭഗവതിയും കണ്ണടത്ത് ഭഗവതിയും എന്ന് കണ്ടുപിടിച്ചു. അതും കൂടാണ്ട് സഹോദരനും കൂടെയുണ്ട്, പുല്ലുകോട്ട അയ്യനും. ഇവർ 4 പേരും കൂടെ ഒന്നിച്ചാണ് വന്നതെന്നൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഹരം കയറി. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ പഴയ കഥകളൊക്കെ പുറത്തേക്ക് വരുന്നത്. പടയോട്ടം എന്നുള്ളത് കേരള ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സമയമാണ്. നമ്മുടെ ഇന്ന് വലിയങ്ങാടി ജംഗ്ഷൻ, മേലാമുറി, അങ്ങാടിയുടെ തുടക്കം വരെയുള്ള ഭാഗമേ പണ്ട് റോഡുള്ളൂ. ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. അവിടെ നിന്ന് ഈ ഒറ്റപ്പാലത്തേക്കുള്ള റോഡില്ല, കാടും ധാരാളം വീടുകളുമൊക്കെ ഇടയിലുള്ള ഗ്രാമങ്ങളുമായിട്ടുള്ള ഇന്നത്തെ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയുള്ള സ്ഥലങ്ങൾ.
ഓൾമോസ്റ്റ് ഈസ്റ്റ് ഒറ്റപ്പാലത്തിൻ്റെ കഴിഞ്ഞ് നമ്മൾ ആ പുഴയുടെ അവിടെ ഒരു പാലമുണ്ട്, ഇപ്പോൾ റെയിൽവേ ബ്രിഡ്ജ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റപ്പാലം നഗരത്തിലേക്ക് കയറി. ഏകദേശം ആ പ്രദേശം വരെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ചെറിയ ഗ്രാമങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അത് കൂടുതലും ഈ കുടികിടപ്പുകാരും ദളിതരായിട്ടുള്ള ആൾക്കാരും ഒക്കെ സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളായിരുന്നു. ടിപ്പു സുൽത്താൻ ഒറ്റപ്പാലത്തേക്ക് തൃശ്ശൂർക്കുള്ള പട കൊണ്ടുപോകുമ്പോൾ ഒറ്റപ്പാലം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട് പാലക്കാട്ടത്ത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ പാലക്കാട് കോട്ടയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണിതതാണ് ഈ പാലക്കാട് കോട്ട. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോണ വഴിയുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ചു. അങ്ങനെ അദ്ദേഹം ഇട്ട പാതയാണ് നമ്മളിന്ന് ഒറ്റപ്പാലം റോഡായിട്ട് വരുന്ന. പഴയ പേര് അതിൻ്റെ പീരങ്കിപ്പാത എന്നാണ്. പീരങ്കി തള്ളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പഴയ പേര് പീരങ്കിപ്പാത എന്നാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ മുഴുവൻ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു, മതം മാറ്റി ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുപോയി. അതിൻ്റെ ഫലമായിട്ട് ചന്ദ്രശേഖരപുരം അഗ്രഹാരത്തിലെ അമ്പലം നശിപ്പിക്കപ്പെട്ടു, പല വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ടിപ്പു തകർത്ത ഒരമ്പലമുണ്ട്. ആ അമ്പലം നിന്നിരുന്നത് ഇന്ന് ഏകദേശം മേലാമുറി ജംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞ വലിയങ്ങാടി കഴിഞ്ഞ് വരുന്ന ലെഫ്റ്റിലേക്ക് മേഴ്സി കോളേജിലേക്ക് തിരിയും, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മൂത്താന്തരയാവും. ഇങ്ങനെ ഒരു 3 കൂടുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ആ 3 കൂടുന്ന ഏരിയയുടെ അവിടെ ആയിട്ട് ഒരു പറമ്പിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മൂലസ്ഥാനം അവിടെയാണ്. ഇന്ന് ആ പറമ്പ് പോലും ഏതാണെന്നറിയില്ല നമുക്ക്. അവിടേക്ക് അവരെങ്ങനെയാണ് വന്നതെന്നുള്ളത് ചിലപ്പതികാര കഥയെ പിടിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ ജാതകം ഈ അടുത്ത് ഗണിച്ച ജ്യോതിഷനുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ റാന്നി കോന്നിയെടുത്ത് പുല്ലുക്കോട്ട് കണ്ഠൻ അയ്യൻ കേളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരോടുകൂടി അയ്യപ്പനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പുല്ലുക്കോട്ട് എന്നുള്ള പേര് അവിടെ എവിടെയുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ പാലക്കാട്ടുകാർക്കുണ്ട്, ഇവിടെ വന്നാൽ പുല്ലുക്കോട്ട് അയ്യപ്പനെ കാണാൻ പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. പന്തള രാജവംശമായിട്ട് ബന്ധപ്പെട്ടൊരു പേരെങ്ങനെ ഇവിടെ വന്നു? കേരളത്തിൽ വേറെ എവിടെയും ഒരു പുല്ലുക്കോട്ട് അയ്യപ്പനില്ല. ശബരിമലയെ ബന്ധപ്പെട്ട രേഖകളിലാണ് ഈ പുല്ലുക്കോട്ട് കണ്ഠൻ മണികണ്ഠൻ എന്നുള്ളതിൻ്റെ അരുമപ്പേരാണ്. ഭഗവാനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന അരുമപ്പേരാണ് കണ്ഠൻ. അച്ഛനെയും വിളിക്കും കണ്ഠാന്ന് വിളിക്കും നമ്മൾ. കണ്ഠൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് പേരിടില്ലേ, അത് ശ്രീകണ്ഠൻ, സാക്ഷാൽ മഹാദേവനാ. അപ്പോൾ പുല്ലുക്കോട്ട് അയ്യനും ഈ കണ്ണോട്ട് ഭഗവതിയും കണ്ണടത്ത് ഭഗവതിയും എങ്ങനെ വടക്കന്തര ഭഗവതരുടെ കൂടെ പാലക്കാട്ടേക്ക് വന്നു എന്ന് അന്വേഷിച്ച് പോയപ്പോൾ അവിടെയാണ് നമുക്കിതൊക്കെ കൂടെ മിക്സപ്പായിട്ട് കണ്ടത്. ചരിത്രവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വന്നു. കോവിലനെ ഒരു ന്യായം നോക്കാണ്ട് അന്യായമായിട്ട് മധുരയിലെ രാജാവ് വധിച്ചപ്പോൾ, വധശിക്ഷ വിധിച്ചപ്പോൾ ചെലമ്പ് കട്ടു രാജ്ഞിയുടെ എന്ന പേര് പറഞ്ഞിട്ട് ആ അധർമ്മം ചെയ്ത പാണ്ഡ്യനെയും അവൻ്റെ വംശത്തിനെയും എന്തിനെ മധുരാനഗരത്തിനെ പോലും തൻ്റെ കോപാഗ്നിയിൽ ദേവി എരിച്ചു. കണ്ണകി എങ്ങനെയാണ് എരിച്ചതെന്ന് ചോദിച്ചാൽ തൻ്റെ കയ്യിൽ ബാക്കി വന്ന ഒരു ചെലമ്പും അടയാളമായിട്ടുള്ള ഒരു ചെലമ്പും എടുത്തിട്ട് പുറത്തിറങ്ങി ആ രാജാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ തൻ്റെ മാറിൽ ഒന്നിനെ പറിച്ചെറിഞ്ഞു എന്ന്. അപ്പം എത്രമാത്രം രക്തരൂഷിതമായിട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചെങ്കുട്ടുവൻ ഇങ്ങനെ ഒരു കഥ കേൾക്കണത് ആൾക്കാർ കണ്ടു. ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു മുല മാത്രമുള്ള ഒരു സ്ത്രീ രക്തം കുതിർന്ന വസ്ത്രങ്ങളോട് കൂടിയിട്ടും ഭ്രാന്തിയെ പോലെ വന്നൊരു സ്ഥലത്തിരിക്കുമ്പോൾ അവർക്കൊരു ദൈവവിമാനം വന്ന് അവരെ ആകാശത്തേക്ക് കൊണ്ടുപോയ കഥ കേട്ടിട്ടാണ് മംഗളാദേവിയിൽ പോയിട്ടോ കൊടുങ്ങല്ലൂരോ എവിടെ ആച്ചോ അവർ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. പണ്ട് കഥകൾ പലതാണ്. എന്താണെന്നുണ്ടെങ്കിലും ആ കോപാഗ്നിയിലൊക്കെ നശിപ്പിച്ച ശേഷം കണ്ണകി തൻ്റെ സഹോദരിമാരായിട്ടാണെന്നൊരു കഥയിൽ പറയണു, ചിലർ പറയണു കൂട്ടുകാരാണ്. അതിൽ ദേവിയുടെ ഇടത്തുവശത്ത് നടന്നവൾ കണ്ണകിക്കിടത്ത് ഭഗവതി, വലത്ത് വശത്ത് നടന്നവൾ കണ്ണുകോട്ട് ഭഗവതി. കണ്ണോട്ടമ്മയ്ക്ക് പക്ഷെ ആ പേര് വരാനുള്ള കാരണം വേറെയാണ്, അത് വഴിയേ പറയാം. അങ്ങനെ അംഗരക്ഷകനായിട്ട് ഈ 3 പെണ്ണുങ്ങൾക്കും ആങ്ങളെയായിട്ട് അസ്ത്രശസ്ത്രങ്ങൾ ധരിച്ചിട്ട് സ്വാമി അവർ കേരളത്തിലേക്ക് കടന്ന് കേരളത്തിൻ്റെ നാനാവശങ്ങളിലും സഞ്ചരിച്ചു നോക്കിയിട്ട് അവർക്ക് ഒരു സ്ഥലവും ഇഷ്ടപ്പെട്ടില്ല. അവസാനം അവർ ഈ പാലക്കാട് പ്രദേശത്തേക്ക് വന്നപ്പോൾ പഴയ മേലാമുറിയുടെ ആ ജംഗ്ഷൻ നിൽക്കണ, നമ്മുടെ ഇപ്പോഴത്തെ ജംഗ്ഷൻ നിൽക്കണ ആ പ്രദേശത്തിൻ്റെ പേര് നടുപ്പതി എന്ന് പഴയ രേഖകളിൽ കാണാം. അവിടെ ഒരു മന്ദം ഉണ്ടായിരുന്നു, നടുപ്പതി മന്ദം എന്ന് പറയും. മന്ദം ഞാൻ എന്താന്ന് ഇന്നലെ പറഞ്ഞു തന്നു, കോടതികളാണ്, നാട്ടുകോടതികളാണ്. അവിടെ സാക്ഷിയായിട്ട് നമ്മളെ കുറ്റം ചെയ്തവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനുള്ള ദേവിയായിരിക്കും ഈ മന്നത്ത് ഭഗവതികളൊക്കെ.
എല്ലാം അന്നത്തെ ഭഗവതിയും സത്യം ചെയ്യാനിരിക്കുന്ന ദേവിയായിരിക്കും. അങ്ങനെ ആ നടുപ്പതി മന്ദത്തിൽ വന്നിട്ട് ഇവർ 4 പേരും കൂടെ അവിടെ കുടിയിരുന്നു എന്നാണ്. അപ്പോൾ അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു സാന്നിധ്യമേ ഉള്ളൂ. ദേവിമാരൊന്നും വെവ്വേറെ ആയിട്ടില്ല. ചെറിയ കല്ലുകൾ എന്ന സങ്കല്പത്തിലായിരിക്കും അന്ന് കുടിയിരുത്തിയിട്ടുണ്ടാവുക. ശേഖരിവർമ്മ രാജാവിന്, പാലക്കാട്ട് രാജാവിന് ദേവി സ്വപ്നം കാണിച്ചു കൊടുത്തു, ഞങ്ങൾ 4 പേരും ഇവിടെ വന്നിട്ടുണ്ട്. പാലക്കാട്ട് ശേരിയുടെ അതിർത്തിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ കേന്ദ്രങ്ങൾ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പാലക്കാട്ട് ശേരിയുടെ അതിർത്തിയിൽ വന്നിട്ട് നടുപ്പതി മന്ദത്ത് വന്നിട്ട് ഇരുന്നു. സ്വപ്നം കാണിച്ചു കൊടുത്ത പ്രകാരം പാലക്കാട് രാജാവിൻ്റെ സഹായത്തോട് പോയിട്ട് അമ്മയുടെ കൂടെ ഒരു വലിയ ജനവിഭാഗം വന്നിട്ടുണ്ടായിരുന്നു. ദേവി ആരാധിക്കുന്ന കുറേ പേരും അമ്മയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ളവർ മധുര കത്തിയപ്പോൾ രക്ഷപ്പെട്ട കച്ചവട സമൂഹങ്ങൾ, അവരാണ് ഇന്നത്തെ മൂത്താൻ സമുദായം എന്ന്. അവരും അങ്ങനെ വന്ന് അവരുടെ മേൽനോട്ടത്തിൽ ഒരൊറ്റ വിഗ്രഹം മാത്രം പണിതിട്ട്, ആലോചിച്ച് നോക്കണം, കേരളത്തിൽ കണ്ണകിക്ക് വിഗ്രഹപ്രതിഷ്ഠ വേറെ എവിടെയില്ല. വിഗ്രഹമായിട്ട് ആ ഒരൊറ്റ വിഗ്രഹത്തോട് കൂടിയിട്ട് ദേവിയെ നടുപ്പതി മന്ദത്തിൽ പ്രതിഷ്ഠിച്ചു. കൂടപ്പറപ്പുകളെ ചുറ്റും സാന്നിധ്യങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചു. കൂടെ വരുന്ന സമയത്ത് ആ കൊണ്ടുവരുന്ന കുറേ ദിവ്യവസ്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെയാണ് സ്ഥാപിച്ചത്. അയ്യപ്പനെ അവിടെ കാവൽദേവൻ ഭൈരവനെ പോലെ അയ്യപ്പനെയും സ്ഥാപിച്ച് ഈ നടുപ്പതി മന്ദം എത്രയോ വർഷം അവിടെ ഉണ്ടായിരുന്നു. കണ്ണകിയുടെ കഥ നടക്കണ പറഞ്ഞ സംഘകാലത്താണ്. അങ്ങനെ അനവധി വർഷങ്ങളൊക്കെ കടന്നുപോയി, അനവധി നൂറ്റാണ്ടുകൾ കടന്നുപോയി. കേരളത്തിലേക്ക് എന്താ പറയുക, ഒരു പക്ഷേ നമ്പൂരി ബ്രാഹ്മണരുടെ വരവിനൊക്കെ മുന്നേ, തമിഴ് ബ്രാഹ്മണരുടെയും വരവിനൊക്കെ മുന്നേ തന്നെ ഈ ക്ഷേത്രം വന്നിട്ടുണ്ടാവണം. അനവധി കാലം അവിടെ കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ ദേവി അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നാച്ചുറലി കണ്ണകി ഇരിക്കുന്ന സ്ഥലത്തിന് പ്രത്യേകിച്ച് അവിടെ ഒരു കാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തുറന്ന പ്രദേശം മാത്രമായിരിക്കും. ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കല്ലോ അല്ലെങ്കിൽ ഒരു പുറ്റോ ഒക്കെ വെച്ച് ചില പ്രത്യേക രീതിയിലുള്ള ഉപാസനയും കൂടെ ചിട്ടയായിട്ട് വന്ന് അതിനെ പിന്നെ വിളിക്കുന്ന പേരാണ് കൊറ്റം. ബലി ഉണ്ടാവും. ഞാൻ പറഞ്ഞു, കൊറ്റവയ്ക്ക് ബലി കൊടുക്കണതൊക്കെ ചേർത്തിട്ട് കൊറ്റൻ കുളത്തി, മറ്റേ എന്താ പറയുക, നമ്മൾ കൊറ്റനാടിന് കൊറ്റൻ എന്ന് നമ്മൾ വിളിക്കണതൊക്കെ ഈ ബലിയായിട്ട് ബന്ധപ്പെട്ട്, കൊറ്റവയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിക്കുക. തിരുവാലത്തൂർ പണ്ട് ഞാൻ കൊറ്റവയുടെ ഒരു പ്രഭാഷണം ചെയ്തിട്ട് കേൾക്കേണ്ടവർക്ക് കേട്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെ ഈ മഹിഷാസുരമർദ്ദിനി വന്നതെന്നും എങ്ങനെയാണ് കാളി ഉണ്ടായതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ വിധത്തിലുള്ള സകല ചിട്ടകളോടും കൂടിയിട്ട് അവിടെ പൂജ നടന്നിരുന്നു ആ ദേവിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ നാച്ചുറലി എന്താ വെച്ചാൽ ദേവിയുടെ കൊട്ടം, കണ്ണകിയുടെ കൊട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കണ്ണകിക്കോട്ടം എന്ന് പറയും. ഇന്ന് കണ്ണകിക്കോട്ടം എന്ന് പറഞ്ഞത് ഏത് അമ്പലത്തിനെ അറിയോ? മംഗളാദേവി ക്ഷേത്രത്തിനാണ്. ഇടുക്കിയുടെയും തേനി ജില്ലയുടെയും ബോർഡറിലുള്ളത്. വർഷത്തിൽ ചിത്രാ പൗർണമിക്ക് മാത്രമാണ് തമിഴ്നാടും കേരള ഗവൺമെൻറ്റുകൾ അവിടേക്ക് ജനങ്ങളെ കൊടുക്കുക, തുറന്നു വിടുക. 12 കിലോമീറ്റർ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അതിൻ്റെ മുകളിൽ പോയി ദേവിയെ തൊഴുതു വരും. അവിടെ വെച്ചാൽ ദേവിക്ക് സ്വർഗാരോഹണം ഉണ്ടായതെന്നാണ് സങ്കല്പം കണ്ണകിയുടെ. പിന്നെ ദേവിയുടെ ശരീരാവശിഷ്ടങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് കൊടുങ്ങല്ലൂർ വെച്ചു എന്നു. ഇങ്ങനെയാണ് സങ്കല്പം ഇരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ശരീരം വെടിഞ്ഞ സ്ഥലം എന്നുള്ള ഒരു മഹാത്മ്യം മംഗളാദേവി ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ അതേപോലെ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ണകിക്കോട്ടം. ഇന്ന് കണ്ണകിക്കോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖകളിൽ മംഗളാദേവി ക്ഷേത്രമാണ്. പക്ഷേ ഈ കണ്ണകിക്കോട്ടം ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണെങ്കിലും ദേവിമാർക്ക് ഈ വരണ്ട ഭൂമിയായിട്ടുള്ള ഈ പാലവൻ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇതായിട്ടുള്ള ഈ പാലക്കാട് നടുപ്പതി മന്ദത്തിൽ ദേവിക്കും ഒരു ചെറിയ കാവും കാര്യങ്ങളും ഒക്കെ രാജാവ് ചെയ്തു കൊടുത്തു. നിത്യനിദാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടു കൂടിയിരുന്നു. രാജാവിനാണെങ്കിൽ വളരെ ഭക്തിയോട് കൂടിയിട്ട്, കല്ലേക്കുളക്കര അമ്മയാണ്, ഏമൂരമ്മയാണ് രാജാവിൻ്റെ പരദേവതയെങ്കിലും വടക്കന്തറയ്ക്ക് വേണ്ട, അതായത് അന്ന് വടക്കന്തറയിലല്ല അമ്പലം, നടുപ്പതിയിലാണ്. നടുപ്പതിയിലെ കണ്ണകിക്ക് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു. ഭക്തനായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ വാക്ക് കൊടുത്തു, ഞാൻ നിന്റെ രാജ്യം വിട്ടു പോവില്ല, ഞാൻ നിന്റെ രാജ്യം വിട്ടു പോവില്ല എന്ന് അമ്മ സത്യം ചെയ്തു കൊടുത്തു. രാജാവ് പറഞ്ഞു, എൻ്റെ തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് നീ ഇവിടെ തന്നെ ഇരിക്കണം, നിന്റെ രാജ്യാതിർത്തി വിട്ട് ഞാൻ പോവില്ല, അത് ഉറപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് ദേവി സത്യം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1566 ക്രിസ്തു വർഷം, മോഡേൺ ഇറ, ഇപ്പോൾ 2025 കഴിയണു. 1566 വർഷം എത്രയെന്ന് ആലോചിച്ച് നോക്കണം. ആ വർഷം, അതായത് കൊല്ലവർഷം 741 ആണ്ട് മാർച്ച് മാസവും ഏപ്രിൽ മാസത്തിൻ്റെ ഇടയിൽ, അതായത് അന്നത്തെ മീനമാസത്തിലെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഞായറാഴ്ച, അതേതാണെന്നുള്ളത്
ഡിസ്പ്യൂട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് കൃത്യം പറയാൻ പറ്റാത്തത്. ആദ്യത്തെയോ രണ്ടാമത്തെയോ ഞായറാഴ്ച വരെ ഈ അമ്മമാരും കൂടപ്പുറപ്പായിട്ടുള്ള അയ്യവനും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. അതുവരെ അവർ കൂട്ടുകുടുംബമായിട്ടാണ് നടുപ്പതി മന്ദത്തിൽ ഇരുന്നിരുന്നത്. ആ സമയത്തൊരു സംഭവം നടന്നു. ആഴ്വാഞ്ചേരി വലിയ തമ്പ്രാക്കളുടെ സുബ്രായൻ തമ്പ്രാക്കളുടെ കല്യാണം നടന്നു. ഈ കല്യാണത്തിൻ്റെ ആഘോഷം വിസ്തരിച്ച് നടന്നപ്പോൾ പ്രായിരിയൊക്കെ ആഴ്വാഞ്ചേരിയുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതിന് ബന്ധപ്പെട്ടിട്ട് ഈ പ്രായിരി ഭാഗത്ത് വിശേഷമായിട്ടുള്ള എന്തോ ഒരു ആഘോഷവും എഴുന്നള്ളിപ്പോ നടന്നു. അമ്മ പറഞ്ഞു, ഞാൻ വിധവയല്ലേ, ഞാൻ വരണില്ല കല്യാണത്തിന്, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഈ ദേവിമാരെ രണ്ടുപേരെയും അനിയത്തിമാരെയും അനിയനെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. പക്ഷെ അവർക്ക് കാവ് വിട്ടെന്തോ പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ എന്തോ ഒരു വിഷയമുണ്ട്. അതെനിക്ക് തോന്നുന്നത് അന്നത്തെ ജനങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്പർദ്ധ വന്നുണ്ടാവണം. അപ്പോൾ ഓരോരുത്തരും അതാത് ദേവിമാരെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ കല്യാണത്തിന് കൂടാൻ പോയ പെങ്ങന്മാരും സിസ്റ്റേഴ്സ് ഇവരുടെ അനിയത്തിമാരും ആങ്ങളെയും തിരിച്ചു വന്നില്ല. അമ്മ ഒറ്റയ്ക്കായി നടുപ്പതി മന്ദത്തിൽ. കണ്ണകി നടുപ്പതി മന്ദത്തിൽ ഒറ്റയ്ക്കായി പോയി. അങ്ങനെ ഈ എഴുന്നള്ളത്തിൽ പങ്കുകൊണ്ടിട്ട് ചേച്ചിയെ കൊണ്ടുപോയില്ല, അനിയത്തിമാർ പുറപ്പെട്ടു പോയതാണ് കണ്ണോട്ട് ഭഗവതിയും കണ്ണടത്ത് ഭഗവതിയും പുല്ലുക്കോട്ടയ്യനും. അവരങ്ങനെ നടുപ്പതി മന്ദം പാലക്കാടിൻ്റെ അതിർത്തി കടന്ന് പുറത്തേക്ക് കടന്നു. അങ്ങനെ ഇവിടെ വന്ന് കണ്ണോട്ട് ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ നാലാമിടം എന്നാ പറയുക ഈ പ്രദേശങ്ങളെ. അവർക്ക് ഇടങ്ങളുണ്ട്. ആ നാലാമിടത്തിൻ്റെ വാസികളായിട്ട് അന്നത്തെ പ്രായിരി പ്രദേശത്ത്, ഇന്ന് നമ്മൾ തിരുനെല്ലായി എന്ന് പറഞ്ഞാലും തിരുനെല്ലായി പ്രദേശം പോലും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പഴയ പ്രായിരി ഈ നാലാമിടത്തിലാണ് വരിക. ഈ നാലാമിടത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവർ മൂന്ന് പേരും ഇവിടെ വന്നിരുന്നു. പുറത്തേക്ക് അങ്ങോട്ട് തിരിച്ച് പാലക്കാട് രാജാവിൻ്റെ ടെറിട്ടറി ഉള്ളിലേക്ക് ഇവർ കടന്നു പോയില്ല. അപ്പം ഇവർ ചേച്ചിയെ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ്. പക്ഷെ ചേച്ചി പറഞ്ഞത്ര, ഞാൻ വാക്ക് കൊടുത്തതാണ് പാലക്കാട് രാജാവിന്, ഞാൻ അയാളുടെ രാജ്യം വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, നമുക്ക് ഓരോരുത്തർക്ക് ഊഴോട്ട് കാണാം എന്ന് പറഞ്ഞു. ഇതിനൊരു കഥ വരും, അത് നല്ല രസമാണ്. ആ ഊഴോട്ട് കാണലൊക്കെ ഇന്ന് ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ്. അങ്ങനെ മലയാളാചാരം സ്വീകരിച്ചു എന്നാണ് ദേവി. അതുവരെയും തമിഴ് സമ്പ്രദായത്തിലുള്ള പൂജ, കാവ്, ബലി ഒക്കെ ഉണ്ടായിരുന്ന കണ്ണകി നമ്പൂതിരിമാരുടെ രീതി സ്വീകരിച്ചു പൂജയ്ക്ക് എന്ന്, മലയാളാചാരം സ്വീകരിച്ചു എന്ന് പഴയ വടക്കന്തര രേഖകളിൽ കാണാൻ സാധിക്കും. അതോടുകൂടിയിട്ട് ദേവിക്ക് പുതിയൊരു സ്വഭാവം വന്നു. ദേവി ത്രിപുരായിക്കൽ ഭഗവതി, തിരുപുരായിക്കൽ ഭഗവതി എന്ന പേര് സ്വീകരിച്ചു എന്ന് പറയണു. അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഏകദേശം 200 കൊല്ലം 1765 കേളർ ഫള്ളർട്ടൺ പാലക്കാട് കോട്ട ബ്രിട്ടീഷുകാർ പിടിക്കണത്. അപ്പോൾ അതിനും എങ്ങനെയും ഒരു 15-20 കൊല്ലം മുമ്പായിരിക്കും. 1799 ടിപ്പു വീഴണത്. ഗുരുവായൂരിൻ്റെ ആക്രമണത്തിന് മുമ്പ് പാലക്കാട് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി കൽപ്പാത്തിയിൽ വെച്ചിട്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, കൽപ്പാത്തിയിൽ VK ഇടം പറഞ്ഞിട്ട് അച്ചമ്പടി പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, തേര് വലിച്ചു നിർത്തുന്ന സ്ഥലം. പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം. അത് ഒന്നാം ദിവസം ശിവന്റെ തേര് വലിച്ചു നിർത്തും. നമ്മളൊക്കെ അവിടെ പോയി എന്നിട്ട് തൊഴും, അതാണ് പതിവ്. കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മുന്നിൽ കോലമൊക്കെ ഇടും ബ്രാഹ്മണ സ്ത്രീകൾ. പിറ്റേ ദിവസം വൈകുന്നേരം 2ാം തേരിനാണ് അവിടുന്ന് ശിവനും ഗണപതിരൊക്കെ തേരുകൾ പുറപ്പെടുക. ആ അച്ചമ്പടി കൽച്ചട്ടിത്തെരുവിലാണെന്നുള്ളു. സാമൂതിരിപ്പാട് ഒരു 30,000 സൈന്യത്തിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് പാലക്കാട് രാജാവിനോട് പറഞ്ഞു, എന്നെ വന്ന് കാണാൻ പറഞ്ഞപ്പോൾ പാലക്കാട് രാജാവ് സംശയം അടിച്ചു. സാമൂതിരി ചതിക്കും, സൂക്ഷിക്കണം എന്ന് കരുതിയിട്ട് അനിയനെയും അമ്മാവൻ്റെ ഇളയച്ചൻ്റെ ഒറ്റ മകനെയും അയച്ചു. ഇവർ രണ്ടുപേരും വന്ന് സാമൂതിരിയെ വണങ്ങി നിൽക്കുമ്പോൾ സാമൂതിരിയുടെ ഭടന്മാർ പുറകുന്ന് വെട്ടി. അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വെട്ടണത്. ഒരാൾ രക്ഷപ്പെട്ടു. അയാൾ പുറകിൽ ഇന്ന് നമ്മുടെ LP സ്കൂളൊക്കെ ഉള്ള ഭാഗത്ത് കൂടെ ഓടി രക്ഷപ്പെട്ടുണ്ടാവണം വിക്ടോറിയ കോളേജിൻ്റെ ഭാഗത്തേക്ക്. കാരണം പാലക്കാട് രാജാവിൻ്റെ മണ്ണുകോട്ട നിന്ന സ്ഥലമാണ് വിക്ടോറിയ കോളേജ്. ഇന്ന് ആദ്യത്തെ പാലക്കാട് കോട്ട അവിടെയാണ്. അതിന് ഉയരം പോരാ എന്ന് ഹൈദർക്ക് പിന്നെ തോന്നിയത് കൊണ്ടാണ് ഹൈദർ അത് പൊളിച്ച് മുഴുവൻ പൊട്ടിച്ച് പിന്നെ ജൈനക്ഷേത്രങ്ങളൊക്കെ പൊളിച്ച് പലകകളും, അങ്ങനെയാണ് കോട്ടയിലെ ഹനുമാനൊക്കെ വരണം. ആ ഹനുമാൻ ശരിക്കും നമ്മുടെ ജൈനമായിട്ടുള്ള ജൈനക്ഷേത്രത്തിലിരുന്ന ചുമരിലിരുന്നൊരു ഹനുമാനാണ്. അതൊക്കെ കൊണ്ടുപോകണത് അങ്ങനെയാണ്. സാമൂതിരിപ്പാട് ഈ കൊലപാതകം നടത്താൻ ശ്രമിച്ചതിന് ശേഷം പാലക്കാടൻ ഇരിക്കുന്ന സമയത്ത് ഈ രക്ഷപ്പെട്ടു പോയ പാലക്കാട് രാജാവിൻ്റെ ബന്ധു അന്ന് മൈസൂർ ഗവർണറായിരുന്ന ഡിണ്ടുക്കല്ലിൽ ഇരിക്കുന്ന ഹൈദരെ പോയി കണ്ടിട്ട്, അന്ന് അദ്ദേഹം വെറും ഒരു ജാഗിർദാർ മാത്രമാണ്, നവാബൊന്നും ആയിട്ടില്ല.
അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടൊരു സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന് വലിയ പാലക്കാട് എന്ന് പറഞ്ഞ പ്രദേശമൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ചോദിച്ചതല്ലേ, ഒരു 300 പേരെ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ തൻ്റെ കീഴിലുള്ള ഒരു ഭടൻ, ഒരു സൈന്യാധിപൻ മഖ്ദൂം അലി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കീഴിൽ വെറും ഒരു 300 പേരെ പറഞ്ഞയച്ചു. പക്ഷെ പാലക്കാട് എത്തിയ ന്യൂസ് എന്താ വെച്ചാൽ 3 ലക്ഷം മൈസൂർ പട പാലക്കാട്ടേക്ക് വരണമെന്നാണ്. സാമൂതിരിക്ക് ടെൻഷനായി. സാമൂതിരി ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പൊന്നാനി പോയിട്ടിരുന്നു. സാമൂതിരിമാർ നമ്മൾ കരുതണമാതിരി എപ്പോഴും കോഴിക്കോടൊന്നും അല്ല ഇരുന്നിരുന്നു. അവർ പൊന്നാനിയിൽ ഇരുന്നിട്ടാണ് കച്ചവടങ്ങൾ നടത്തിയിരുന്നത്. വാസ്കോഡ ഗാമ ശരിക്കും കാണുന്നത് പൊന്നാനിയിലാണ്, ഇറങ്ങിയത് കാപ്പാടുമല്ല. ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിച്ച് കുറേ നോൺസെൻസുകളുണ്ട്. ഇതൊക്കെ MGS നാരായണനെ പോലെ മഹാത്മാക്കളെ എന്നോ പൊളിച്ചതാണ്. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നു. അവിടെ പോയിരുന്ന സമയത്ത് മഖ്ദൂം അലി സൈന്യത്തിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ സാമൂതിരി പേടിച്ചിട്ട് ഒരു പ്രോനോട്ട് എഴുതി കൊടുത്തു, ഞാൻ 3 ലക്ഷം രൂപ തന്നുകൊള്ളാം, ആക്രമിക്കരുതെന്ന്. പ്രോനോട്ട് വാങ്ങിയിട്ട് മഖ്ദൂം അലി തിരിച്ചുപോയി. ഇതിനുശേഷം കുറേ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ നടന്നു മൈസൂരിൽ. മൈസൂർ രാജാവിനെ സൈഡിലാക്കി ഇത്രയും ശക്തനായ സൈന്യാധിപനായിട്ടുള്ള ഹൈദർ രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ രാജ്യം പിടിച്ച് അദ്ദേഹം മൈസൂർ നവാബായപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കി, ആരൊക്കെ എനിക്ക് പൈസ തരാനില്ല. നോക്കുമ്പോൾ 3 ലക്ഷം സാമൂതിരി തരാനുണ്ട്. ആളെ വിട്ടു കഴിഞ്ഞപ്പോൾ സാമൂതിരി പറഞ്ഞു എൻ്റെ കാശില്ല എന്ന്. ഉടനെ അദ്ദേഹം വയനാട് ചുരം വഴി അദ്ദേഹം സ്വയവും മഖ്ദൂം അലിയുടെ നേതൃത്വത്തിൽ ഒരു വൻ പടയും പാലക്കാട് ചുരം വഴി പൊള്ളാച്ചി കൂടെ ദിണ്ടുക്കലിൽ നിന്നുള്ള അവരുടെ പോഷക സൈന്യങ്ങളെയും കൂടെ പാലക്കാട്ടേക്ക് ഇങ്ങോട്ട് കയറ്റി. അന്ന് വാളയാർ വന്നിട്ടില്ല. വാളയാർക്കാട് ടിപ്പുവാണ് വെട്ടിത്തെളിക്കുന്നത്. ടിപ്പു വെട്ടിത്തെളിച്ചു, ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കി. ഇതെല്ലാവരും ഇവിടെ വന്ന സമയത്ത് നാച്ചുറലി പാലക്കാട് ഈ വിക്ടോറിയ കോളേജിൻ്റെ അവിടുത്തെ മണ്ണുകോട്ടയാണ്. അത് വളരെ പെട്ടെന്ന് വീണു. പാലക്കാട്ട് രാജാവിൻ്റെ ക്ഷണപ്രകാരമാണ് ഹൈദർ വന്നതെന്നുള്ളതുകൊണ്ട് പാലക്കാട്ട് രാജാവിനെ ഹൈദർ ഒന്നും ചെയ്തില്ല. പാലക്കാട്ട് രാജാവിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടക്കാരായിട്ടുള്ള കൽപ്പാത്തി അഗ്രഹാരത്തിനെയും തൊട്ടില്ല. കാരണം കൽപ്പാത്തി അഗ്രഹാരം പാലക്കാട്ട് രാജാവിൻ്റെയാണ്. ബാക്കി അദ്ദേഹം ചെയ്യേണ്ട ഒക്കെ ചെയ്തു. പാലക്കാട് അദ്ദേഹത്തിന് ഉയരം പോരാ തോന്നി. അതുകൊണ്ട് കൂടുതൽ ഉയരമുള്ള സ്ഥലം നോക്കി നടന്നപ്പോൾ ഇന്നത്തെ കോട്ടമൈതാനം കണ്ടപ്പോൾ അവിടെ നിന്ന് കുതിരപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ എവിടുന്ന് വേണമെങ്കിലും സൈന്യം വരണത് കാണാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു കോട്ട കെട്ടാൻ തീരുമാനിച്ചു. അവിടെ കോട്ട കെട്ടി. ഞാനിത് എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഒരു ഒഴുക്ക് ഭയങ്കര രസമാണ്. ഈ സമയം ആയപ്പോഴേക്കും പാലക്കാട് രാഷ്ട്രീയമായിട്ട് കലുഷമായി കഴിഞ്ഞു. മനുഷ്യർക്ക് ജീവിക്കാൻ ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റാത്തൊരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും നാച്ചുറലി ഇവിടെയുള്ള കച്ചവട സംഘങ്ങൾക്കൊക്കെ ഭയം വരാൻ തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാവാം, ഈ നടുപ്പതിയിലത്തെ ക്ഷേത്രം തകർക്കപ്പെടാം എന്ന് വന്നതുകൊണ്ട് ഇവരിതിനെ എങ്ങനെ രക്ഷിക്കണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂതിരിയെ പൊന്നാനിയിൽ ഹൈദർ ആക്രമിച്ചു. അവിടേക്ക് ചെന്നു. സാമൂതിരി ഭയന്ന് കോഴിക്കോട് പോയി മാനാഞ്ചിറ കോവിലകത്തിൻ്റെ അകത്ത് കയറി വെടിമരുന്നറ അകത്തുള്ളിൽ പോയി തീ കൊളുത്തി മരിച്ചു. മാനാഞ്ചിറ കോവിലം കത്തിച്ചാമ്പലെ പോയി. മാനവേദന കിട്ടിയ മയിൽപീലിയുള്ള കൃഷ്ണൻ്റെ മുടി, കൃഷ്ണാട്ടത്തിൻ്റെ കിരീടം വരെ കത്തിപ്പോയി. വിഗ്രഹം മാത്രം രക്ഷപ്പെട്ടു. അതായത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം നിന്നവിടെ നിന്ന് എലഞ്ഞു മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കൃഷ്ണൻ്റെ വിഗ്രഹം മാത്രം രക്ഷപ്പെട്ടു. ബാക്കി സകലതും നശിച്ചു. 867 വർഷത്തോളം കേരളം ഭരിച്ച സാമൂതിരി വംശത്തിൻ്റെ ഭരണം അതോടുകൂടി ഇല്ലാണ്ടായി. വലിയ ഒരു സംഭവം. അതിൻ്റെ ബീജാവാപം നടന്നത് ഈ കൽപ്പാത്തിയിലാണ്. ഇത് കഴിഞ്ഞ് ടിപ്പു കേരളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം ചെയ്തത്, അദ്ദേഹം അച്ഛനെ പോലെ ആയിരുന്നില്ല. ഹൈദർക്ക് പിന്നെയും മനസാക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ട് വളർന്ന ആളായിരുന്നു, നിരക്ഷരനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് അദ്ദേഹം ദൈവദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത പണം ഇന്നും ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ ഡെപ്പോസിറ്റിൽ. അദ്ദേഹം വളരെ മിനിമം ക്ഷേത്രങ്ങളെ ആക്രമിച്ചിട്ടുള്ളൂ, തൻ്റെ ശത്രുക്കളുടെ ക്ഷേത്രങ്ങളെ. ടിപ്പു അങ്ങനെയായിരുന്നില്ല. ടിപ്പുവിന് കാഴ്ചപ്പാടേ വ്യത്യാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുദ്രയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. മോതിരത്തിൻ്റെ മുദ്ര സ്റ്റാമ്പ് ചെയ്യണയിൽ എഴുതിയിരിക്കുന്നത് തന്നെ നശിപ്പിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ മതത്തിനെതിരെ നിൽക്കണവരെ എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രദേശത്തേക്ക് കടന്നപ്പോൾ വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പട ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും ആരെന്ന് നോക്കാതെ വധിക്കുക, വയറുകീറുക, ഗർഭിണികളെ വരെ ബലാത്സംഗം ചെയ്യുക തുടങ്ങിയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള മതം മാറ്റം, ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഒന്ന് നടന്നത് ഇന്നത്തെ മേലാമുറി പ്രദേശത്താണ്. പാലക്കാട് അങ്ങാടിയെ ചുട്ടരിച്ചു. നടുപ്പതി മന്ദം ക്ഷേത്രത്തിനെ ആക്രമിച്ചു. അപ്പോഴേക്കും പക്ഷേ എന്തോ ഭാഗ്യത്തിന് മൂത്താൻ സമുദായക്കാർ ആ പ്രധാന വിഗ്രഹത്തിനെ എടുത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ദേവിയുടെ ഓട്ടുകിണ്ടി, അതായത് ദേവിയുടെ ജലം നിറയ്ക്കണ കിണ്ടി
ദേവിയുടെ കൊറ്റക്കൊട, വെൺകൊറ്റക്കൊട, ദേവിയുടെ പീഠം, ഇതൊക്കെ എടുത്ത് പാലക്കാട് ടെറിട്ടറി ഉള്ളിലേക്ക് കയറി. ടിപ്പുവിന് എന്താ വെച്ചാൽ പാലക്കാട് രാജാവുമായിട്ട് നല്ല ബന്ധമായതുകൊണ്ട് ഒരു വര വരച്ച അപ്പുറത്തേക്ക് കയറില്ല, മൂത്താന്തരുടെ ഉള്ളിലേക്ക് കയറിയില്ല. അവരതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ആ കാച്ചനാംകുളം കണ്ണകിയമ്മൻ സ്കൂൾ എന്ന് നിൽക്കണതിൻ്റെ തൊട്ടുള്ള കണ്ണകിയമ്മ ആ വിഗ്രഹമാണ്. കേരളത്തിലെ ഏക കണ്ണകി വിഗ്രഹം ഇരിക്കുന്നത് നമ്മുടെ മൂത്താന്തറയിലാണ്. ആ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് തന്നെ വിശാലാക്ഷി സമേതനായിട്ടുള്ള വിശ്വനാഥ സ്വാമിയുണ്ട്, ഒറ്റ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് ഇന്നും പോയാൽ വിഗ്രഹം കാണാം. ആ വിഗ്രഹത്തിലിരുന്ന ചൈതന്യമാണ് വടക്കന്തറ ഭഗവതിയും ഈ അമ്മയും മറ്റു അമ്മമാരും ഒക്കെ. ദേവിയുടെ പീഠത്തിനെ വടക്കന്തറയിൽ അത്തിമരത്തിൻ്റെ താഴെ രാമപുരം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നിന്നൊരു മരത്തിൻ്റെ താഴെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടു. ഈ വിഗ്രഹത്തിൻ്റെ പീഠം കണ്ണകി മധുരയിൽ നിന്ന് വരുമ്പോൾ ഇരുന്ന പീഠമാണത്. അത് ഇന്നും ആ ഭൂമിയുടെ അടി കാണും. അതവിടെ കൊണ്ട കുഴിച്ചിട്ടു. ഒരു വാൽക്കണ്ണാടിയായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞു, വാമമാർഗതന്ത്രത്തിൻ്റെ ലക്ഷണമാണ് വാൽക്കണ്ണാടി. അതായത് നമ്മൾ വാൽക്കണ്ണാടി നോക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് കാണുന്നതെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് വാൽക്കണ്ണാടി. അങ്ങനെ ഈ നടുപ്പതി മന്ദം ക്ഷേത്രത്തിൻ്റെ തകർച്ച പൂർത്തിയായതോട് കൂടിയിട്ട് ആ പ്രദേശം തന്നെ ഇന്ന് എവിടെയാണ് എന്ന് നമുക്ക് ഏകദേശമേ പറയാൻ പറ്റും. ചിലപ്പോൾ ആ റോഡിൻ്റെ നടുക്കായിരുന്നിരിക്കാം. ആ മേലാമുറി ജംഗ്ഷൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കണ പ്രദേശത്തിന് മേലാമുറി എന്ന് പേര് വരുന്നത് അതിന് ശേഷമാണെന്നാണ് പറയണത്. അതിന് മുമ്പ് അവിടെ മന്ദമായിരുന്നു, നടുപ്പതി മന്ദം എന്നാണ് പറയണത്. പാലക്കാട്ടിൽ നിന്നുള്ള ഒറ്റപ്പാലത്തേക്കുള്ള പീരങ്കിപ്പാത വന്നത് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നിരിക്കാം. അമ്മ ഇരുന്ന പഴയ ആരൂഢത്തിലായിരിക്കാം. അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ദേവിയുടെ അംബ്രല കൊട കണ്ണടത്ത് ഭഗവതർ അവിടെ കൊണ്ടുപോയി വെച്ചു. വലിയങ്ങാടിൻ്റെ ഉള്ളിലുള്ള കണ്ണകി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. വലിയങ്ങാടിൻ്റെ അകത്തൊരു കണ്ണകിയുടെ അമ്പലമുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം വരുന്ന ഒരു സ്ഥലമാണ് അത് എപ്പോഴും. ആ കണ്ണകിയുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ദേവിയുടെ കൊട കൊണ്ടുപോയി വെച്ചു. ദേവിയുടെ കിണ്ടി ജലപാത്രം ഇവിടെ ശ്രീകോവിൽ കൊണ്ടുപോയി വെച്ചു. അത് ഇവിടുത്തെ ശ്രീകോവിൽ വെച്ചാൽ അന്ന് ഇവിടെ കാവാണ്. അപ്പം ഇവിടെ കുഴിച്ചിട്ടുണ്ടാവണം, അതിവിടെ ഉണ്ടാവും. ഈ മണ്ണിൽ എവിടെ ഉണ്ടത് ഇപ്പോഴും. അമ്മ കണ്ണകി ഉപയോഗിച്ചാണെന്നാണ് പറയണത്. അത്രയും ചൈതന്യമാണ്. അതിവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു എന്ന് പറയണു. പ്രകൃതി തന്നെ ശബ്ദങ്ങൾ ഉണ്ടാക്കണമുണ്ടോ? ഈ നേരത്ത് ഇങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കുമോ നിങ്ങൾക്ക്? അപ്പോൾ എന്താ വെച്ചാൽ സ്ഥിരം ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് സന്തോഷം അത് കേൾക്കുമ്പോൾ. ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും. അങ്ങനെ ഒരു പുണ്യമായിട്ട് ആ ദേവത അവിടെ വന്ന് ഇരുന്നു എന്ന് പറയണു. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ, അന്ന് ഈ ദേവപ്രശ്നം വെച്ച് നോക്കലൊന്നുമില്ല. ഈ ജ്യോതിഷന്മാരുടെ ഇൻഡസ്ട്രിയൊക്കെ വരണത് പിന്നെയാണ്. അപ്പോൾ അന്ന് ഇങ്ങനെയൊന്നും നോക്കലൊന്നുമില്ല. തൊട്ടേനും പിടിച്ചതിനൊന്നും പോയി നോക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സകലതും പരശുരാമൻ സ്ഥാപിച്ചാണെന്ന് ചാർത്ത് എഴുതുക, അങ്ങനത്തെ പണിയൊന്നും പണ്ടില്ലല്ലോ. നാട്ടുകാർക്ക് തന്നെ അറിയും, വെളിച്ചപ്പാടന്മാരുണ്ടാവും. അവർ അമ്മയായിട്ട് അത്രയും നേർ ബന്ധമുള്ളവരാണ്. ഇനി വെളിച്ചപ്പാട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും അറിയും ആ പെറ്റ തള്ള എന്താ നമുക്ക് പറഞ്ഞു തരണമെന്ന് നമുക്കറിയും. അങ്ങനെയായിരുന്നു. അപ്പോൾ വടക്കന്തറ അമ്മയ്ക്കും ഈ അമ്മമാർക്കൊക്കെ ഭയങ്കര തേക്കം. തമ്മിൽ കാണാൻ പറ്റണില്ല. അതുകൊണ്ട് പ്രായിരിക്കാരും തിരുനെല്ലായിക്കാരും മൂത്താന്തറക്കാരും വടക്കന്തറക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സമ്പ്രദായം ഉണ്ടാക്കി. അതെന്താന്ന് വെച്ചാൽ, ഒരു കൊല്ലം വടക്കന്തറക്കാവുകാരുടെ വലിയ വിളക്ക് നടത്തും. നെക്സ്റ്റ് കൊല്ലം പ്രായിരിക്കാരുടെ പാന നടക്കും. അതിൻ്റെ അടുത്ത വർഷം വലിയങ്ങാടി മേലാമുറിക്കാരുടെ ഈ കമ്പരുടെ കൂത്തഭിഷേകവും അവിടെയും നടത്തും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിൽ കണ്ണടത്ത് ഭഗവതി ഉത്സവം ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ, വടക്കന്തറ ഭഗവതി ഉത്സവം നടക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സും സഹോദരങ്ങളൊക്കെ അവിടെ വരും. പാന ഇവിടെ നടക്കുമ്പോൾ വടക്കന്തറ ഭഗവതി ഇങ്ങോട്ട് എഴുന്നള്ളും, ബാക്കിയുള്ളവരും ഇവിടെ വരും. മറ്റുള്ളവർ നടക്കും, ഇവരൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് വടക്കന്തറ അമ്മയ്ക്ക് 3 കൊല്ലത്തിലൊരിക്കൽ വേല ചെയ്ത്. അമ്മ ഇന്നും സത്യം തുടർന്നു കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് തെറ്റിച്ചു. പ്രായിരിക്കാർ കൊല്ലാക്കി, കണ്ണടത്ത് ഭഗവതി കൊല്ലാക്കി, മൂത്താന്തറക്കാരും കൊല്ലാക്കി. എന്നാലും പ്രായിരിന്ന് പോയിട്ട് വടക്കന്തറമ്മയെ കണ്ട് പാന നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉത്സവം നടത്തുന്നതിന് മുമ്പ്, അന്ന് ഉത്സവമില്ല, പാനേ ഉള്ളൂ. കണ്ണോട്ടുകാവിൽ ഉത്സവമേ ഉണ്ടായിട്ടില്ല. കാളിക്ക് ഉത്സവമില്ലല്ലോ. പാനയെ നടത്തുക, പാന അല്ലെങ്കിൽ വിളക്ക്, ഇതൊക്കെയാണ് നടത്തുക. അതൊക്കെയായിരുന്നു നമ്മുടെ നാടൻ എന്താ പറയുക ഇന്നത്തെ ഉത്സവം എന്ന് വിളിക്കുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ ഈ തട്ടകക്കാരൊക്കെ ചേർന്നിട്ട് അവരും പോവും ഭഗവതിമാരുടെ ഒപ്പം.
അപ്പോൾ അവരവരുടെ ബന്ധുക്കളെയും കാണും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും കുടുംബ സംഗമങ്ങളായിരുന്നു എല്ലാ വർഷവും നടന്നിരുന്നത്. ദേശങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അസൂയ, ആരാണ് വലുത്, ടിപ്പിക്കൽ പൊളിറ്റിക്സ്, ഇത് നിന്നുപോയി. മനുഷ്യൻ്റെ വാശികളിൽ നിന്നുപോയി. വടക്കന്തർ അമ്മ മാത്രം പറ്റില്ല, എൻ്റെ പെങ്ങന്മാരെന്നെ കാണാൻ വരണമാണ്, 3 കൊല്ലത്തിലൊരിക്കൽ നടത്തിയാൽ മതി പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ കൂടപ്പുറപ്പുകൾ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കണമെന്നാണ്. പല പ്രാവശ്യം പണ്ട് മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രശ്നം വെച്ച് നോക്കിയിട്ടുണ്ടെന്ന്, സമ്മതിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് 3 കൊല്ലത്തിലൊരിക്കൽ മതി, എനിക്കിപ്പോൾ എന്താ ആഘോഷിക്കാൻ, ഞാൻ വിധവയല്ലേ എന്നാണ് ഭാവം എപ്പോഴും. അവിടെ അതാണല്ലോ, സുഗന്ധമായിട്ടൊന്നും പാടില്ല, കല്യാണം കഴിഞ്ഞ് ഉടനെ പോയി തൊഴരുത്, അങ്ങനെയൊക്കെ ഉണ്ട് പണ്ട് വടക്കന്തറയിൽ. അപ്പോൾ ദേവിക്ക് ആ വിധവാഭാവം അവിടെ വളരെയധികം ഉള്ളതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ ഭാവങ്ങൾ ഈശ്വരനിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാണ്ട് ഈശ്വരൻ എന്താ വൈധവ്യം, അതൊന്നുമല്ല. പക്ഷെ ആ ഭാവം കൊണ്ടുവന്നാൽ നമ്മൾ ഏത് ഭാവത്തിൽ കാണുന്നു ആ ഭാവത്തിൽ ആ ദേവത നമുക്ക് പ്രസാദം തന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ആ ദേവിയുടെ ചൈതന്യം. അങ്ങനെ ഈ ദേവിക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ പാന മുടങ്ങി ഇവിടെ ഉത്സവമാക്കി ഏതോ ഒരു കാലത്ത്. അതിവിടെ വളരെ വിഷയങ്ങളുണ്ടായി. അങ്ങനെ വടക്കന്തറ ക്ഷേത്രത്തിൽ നടന്ന ഏതോ ഒരു പ്രശ്നത്തിൽ വരെ കണ്ണോട്ടമ്മയ്ക്ക് ഭയങ്കര വിഷമാണ്. അവിടെ പാന നടത്താത്തതുകൊണ്ട് നാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് വടക്കന്തറയെന്ന് കുറേ പേര് 1950കളിൽ ഇവിടെ വന്ന് നാട്ടുകാരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടെ യോജിച്ച് വടക്കന്തറയുടെയും കന്നഡത്തിൻ്റെയും ഒക്കെ സഹായത്തോടു, തിരുനെല്ലായിക്കാരുടെയും സഹായത്തോടു കൂടിയിട്ട് 1953 തൊട്ട് 54 വരെയുള്ള കാലഘട്ടത്തിൽ 1129 ആണ്ടിൽ ഇവിടെ പാന നടത്തി. അതിനുശേഷം നടത്തിയിട്ടുണ്ടാവാം, പിന്നലെ സാർ എന്നോട് പറഞ്ഞു 62 കിലോമീറ്റർ പാന നടത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കണ്ണോട്ടുകാവിലെ ഭഗവതർ ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ് പാനയാണ്. അത് യാതൊരു സംശയവുമില്ല. കാരണം പാന എന്താണെന്നറിയാത്ത ആൾക്കാരനൊന്ന് പ്രശ്നം വയ്ക്കാൻ പറഞ്ഞു. അതായത് ദ്രാവിഡമായിട്ടുള്ള നാടൻ രീതികളോട് മുഴുവൻ അട്ടർ ഡിസ്റിഗാർഡുള്ള ആൾക്കാരാണ്. അവർക്ക് യാതൊരു ബഹുമാനവുമില്ല. ഇതൊക്കെ എന്നുണ്ടായി എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ നഷ്ടബോധത്തിൽ തന്നെ തുടങ്ങി നഷ്ടബോധത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാളിയുടെ കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാത്രമല്ല, അക്കാലത്ത് ഇവിടെ സത്യം ചെയ്തിട്ടുമുണ്ട്. മുൻകാലങ്ങളിലെ പോലെ പാന എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും നടത്തിക്കോളാം. കാരണം ആ ക്രമമാണല്ലോ വരണ്ടത്, അതേ ക്രമം. ഇപ്പോൾ വടക്കന്തറ നമ്മുടെ വേല കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം ഇവിടെ പാന വരണം, ഇങ്ങനെ നടത്തിക്കോളാം അന്ന് കാരണവന്മാർ സത്യം ചെയ്തിട്ടുണ്ട് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. വടക്കന്തറ ക്ഷേത്രത്തിനെ കുറിച്ചുള്ളൊരു രേഖയുണ്ട് 1958-ത്തെ. ആ രേഖയിൽ ഇതൊക്കെ വിസ്തരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പൊടിഞ്ഞ രൂപത്തിലുണ്ട്. ഞാനത് എത്തിക്കേണ്ടവർക്കൊക്കെ അത് സ്കാൻ ചെയ്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ സാറോടും പറഞ്ഞു, സാറിൻ്റെ കയ്യിൽ കണ്ണോട്ടുകാവിൻ്റെ ഒരു പുസ്തകമുണ്ട്, വീട്ടിലിരിക്കേണ്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, അതിനെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ കമ്മിറ്റി ഏൽപ്പിക്കുക, അത് പ്രിൻ്റ് ചെയ്യുക, നിങ്ങൾ എല്ലാ ദേശക്കാർക്കും കൊടുക്കുക, നാളെ മക്കളും ഒക്കെ അറിയട്ടെ, ഇവിടെ പ്രദർശിപ്പിക്കുക അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, ഏത് വർഷം എന്ത് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോടുള്ള റൂട്ടിങ് കൂടും, വേരുകൾക്ക് ബലം വരും. വേരില്ലാണ്ട് എയറിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഒക്കെ കാളിയാണെന്ന് പറഞ്ഞിട്ട് വിഡ്ഢികളാവല്ലേ. കാളി തന്നെ 3367 ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, മന്ത്രം തന്നെ എത്രയുണ്ട്. ഇത് ഏത് കാളിയാന്ന് ആർക്കും അറിയില്ല. അമ്മയോട് തന്നെ ചോദിക്കണം. അത് അറിയാനുള്ള ദേവപ്രശ്നക്കാരും ഇല്ല. അതാണ് ഇതിലെ പ്രശ്നമാണിപ്പോൾ പ്രശ്നം. ഇതിപ്പോൾ കണ്ടില്ലേ ഒരു ഉഗ്രം തട്ടിപ്പ് നടക്കുന്നത്. ഗുരുവായൂരപ്പൻ പറഞ്ഞു ഉദയാസ്തമനം വേണ്ടാന്ന്, കോടതി പറഞ്ഞുകൊണ്ടാ നടത്തണമെന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഉളുപ്പ് എന്ന് പറഞ്ഞ ഒന്നുണ്ടോ? വീട്ടിലിരുന്നിട്ട് ഒറ്റരാശി പ്രശ്നം ഇട്ട് നോക്കിയിട്ട് പറയുക അവനവൻ്റെ വീട്ടിലെ കാര്യമാണ് വീട്ടിൽ നോക്കേണ്ടത്. ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് നാട്ടുകാർ കാണാൻ, ദേശക്കാർ കാണാൻ, ഭക്തർ കാണാൻ, ഊരാളന്മാർ കാണാൻ, സകലരും കാണാൻ വേണം ചെയ്യാൻ. അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ പാന കൃത്യമായിട്ട് നടത്താനുള്ള ഒരു സംവിധാനം അക്കാലത്ത് അവർ ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ മൂലസ്രോതസ്സായിട്ടുള്ള ആ അന്നത്തെ ആദ്യത്തെ വിഗ്രഹം ഇന്നിരിക്കുന്ന മൂത്താന്തറയിലാണ്. അമ്മയുടെ ജലപാത്രം ഇരിക്കുന്ന കണ്ടോട്ടുകാവിലാണ്. അമ്മയുടെ കൊട ഇരിക്കുന്നത് വലിയങ്ങാടിൻ്റെ ഉള്ളിലുള്ള കണ്ണകിട അമ്പലത്തിലാണ്. അമ്മയുടെ പീഠം ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നത് വടക്കന്തറ ക്ഷേത്രത്തിൽ, അതിൻ്റെ മുകളിലാണ് ആ വാൽക്കണ്ണാടി ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ ചൈതന്യമാണ്. ചെറിയ 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 വ്യത്യാസം. കാളി ശുദ്ധ കർണകിയായിട്ട് വടക്കന്തറയിലിരിക്കണു, അതേമാതിരി തന്നെ അതായത് അരൂപയായിട്ട് നിഷ്കള രൂപത്തിൽ, രൂപത്തിൻ്റെ ഉപാസനയില്ല,
രൂപത്തിൻ്റെ ഉപാസനയിൽ മൂത്താന്തറിലിരിക്കണു, അതിലെ ഭദ്രകാളുടെ കല കണ്ണോട്ടുകാവിലിരിക്കണു, അതിലെ തന്നെ മറ്റു രൗദ്രകലയായിട്ട് കണ്ണടത്തും ഇരിക്കുന്നു. ഇതൊക്കെ പഴയ കാലത്തെ ആൾക്കാരുടെ ഡിവിഷൻ. ഇതൊന്നും ഒരു പ്രശ്നം വെച്ച് നോക്കിയിട്ട് നാട്ടുകാരെടുത്ത് ചെയ്തതാണ്. കോട്ടങ്ങളിലെ പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതെങ്ങനെയായിരിക്കും ഈ അമ്മ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ദേവി സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ്തരിച്ച് വലിയൊരു വിഷയമാണ് ഇനി ഇവിടുന്ന് തുടങ്ങണത്. ഇത് വാസ്തവത്തിൽ പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മാതിരി കുറേ സഹിച്ചു, കുറേ മിണ്ടാണ്ടിരുന്നു. ഒരു 9 വയസ്സ് തൊട്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ വെറും ഫണ്ടിങ്ങിന് മാത്രമാണ് എന്ന ആൾക്കാരുടെ വിചാരം. കാശ് കൊടുക്കാൻ, വഴിപാട് കഴിക്കാൻ, കൊടിമരം വയ്ക്കാൻ, കല്ലിടാൻ, ഇതിനൊക്കെ നമ്മൾ, ബാക്കി ഒന്നും ചോദിക്കാൻ പാടില്ല. ആ കാലം അവസാനിക്കാൻ പോകും. കാരണം ഇനി ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ മക്കൾക്കാണ് ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നത്. കേരളത്തിൽ ഒരു വലിയ ആധ്യാത്മിക റെവല്യൂഷൻ, അമ്പലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഉണ്ടാകേണ്ട ഒരു സമയം സമാഗതമായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വിപ്ലവ പ്രസംഗത്തിനൊന്നും മുതിരണില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തീ ഇങ്ങനെ ഉള്ളിൽ എരിയണത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ തീ നിങ്ങൾക്കും കുറച്ച് കിട്ടിയാൽ, എൻ്റെ കുടുംബം, എൻ്റെ വീട്ടിലെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കൊരു 30 വയസ്സ് 40 വയസ്സാകുമ്പോഴേക്കും ഈ ധർമ്മം മണ്ണിൽ ചേരണം നിങ്ങൾക്ക് പ്രേതാവസ്ഥയിലിരുന്ന് കാണാം. അതുകൊണ്ട് ധൈര്യപൂർവം ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാവുകളിൽ നിന്നുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള മാറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെയായി, ഇനി ഇതിനൊന്നും മാറ്റാൻ പറ്റില്ല. മാറ്റുന്നത് ശരിയല്ല. കേരളീയ തന്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള മേന്മകളുണ്ട്. കാളിക്കത് വർക്കൗട്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാളിക്ക് വർക്കൗട്ടാവില്ല, വേട്ടക്കാരന് വർക്കൗട്ടാവില്ല, അയ്യപ്പന് വർക്കൗട്ടാവില്ല, ഗണ്ടാകരന് വർക്കൗട്ടാവില്ല, യക്ഷിക്ക് വർക്കൗട്ടാവില്ല, ഭൂതത്താന് വർക്കൗട്ടാവില്ല. നിങ്ങൾ ഗുരുവായൂരപ്പനെ ആരാധിച്ചോ? ഗുരുവായൂരപ്പൻ്റെ തന്നെ വെള്ളം കലക്കി. ഗുരുവായൂരപ്പന് കൊടുത്തിരുന്നത് വിഷ്ണു സംഹിതയൊന്നും അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. മഹാദേവന് കൊടുത്തിരുന്നതും ഈശാന ഗുരുദേവ പദ്ധതി പോലുള്ള മഹാഗ്രന്ഥങ്ങളെ ഒക്കെ വെള്ളം കലക്കി. പോട്ടെ, അവരൊക്കെ പിന്നെയും തൃപ്തരാണ്. അമ്മ തൃപ്തയല്ല, ദുർഗ തൃപ്തയല്ല, കാളി തൃപ്തയല്ല, രക്തചാമുണ്ടി തൃപ്തയല്ല, ഒന്നും തൃപ്തയല്ല. ഇവരൊന്നും ഒരാളല്ല, ഒക്കെ അമ്മയല്ലേ. പറയരുത്, ഇതൊക്കെ അമ്മമാരാണ്. ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി. അപ്പൊ ഇവിടെ ഇരിക്കേണ്ട എത്ര അമ്മമാരിക്കുന്നുണ്ട്? 5 വയസ്സ് തൊട്ടിട്ട് 80 വയസ്സ് വരെയുള്ള അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഞാൻ ഒന്നായിട്ട് പറയുക? ഓരോ അമ്മയ്ക്ക് ഓരോ ഓരോ സ്വഭാവവും ഓരോ സന്തോഷവും ഓരോ സങ്കടമുള്ളവരാ. ഞാൻ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യം അറിഞ്ഞ് അവരുടെ രുചി അറിഞ്ഞ് വേണം ഞാൻ കൊടുക്കാൻ. അങ്ങനെയല്ലേ ചെയ്യണ്ട്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും പറയണത് സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ഞങ്ങൾ അത് നോക്കിയിട്ടാണ്, ഇതിൻ്റെ പ്രമാണം ഇതാണ്, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കുറേ ശ്ലോകം പറയും. നിങ്ങളൊക്കെ കേട്ട് തലയൊക്കെ ഞെട്ടി ഇടിവെട്ടിയിട്ട് ഠാഠൂ ഠും 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 കുറേ ശ്ലോകം പറഞ്ഞാൽ എന്താ ഏതോ ഒന്നും മനസ്സിലാവില്ല. കാരണം നമുക്ക് സംസ്കൃതം അറിയില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം, നമുക്ക് മന്ത്രം അറിയില്ല എന്ന് നന്നായിട്ടറിയാം. സോ ഇഗ്നോറൻസ് ഈസ് എക്സ്പ്ലോയിറ്റഡ്. രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? നമ്മുടെ അറിവില്ലായ്മയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എല്ലാ നിയമങ്ങളും അവർക്കറിയാം, എവിടെ ഡെവലപ്മെന്റ് വരണമെന്നറിയാം. അതുകൊണ്ട് മുൻകൂട്ടിയിട്ട് അവർ ഇവിടെ കുറേ സ്ഥലം വാങ്ങിയിടും. അതിനുശേഷം അവിടെ ഇന്ന ഡെവലപ്മെന്റ് വരേണ്ടതെന്ന് അനൗൺസ് ചെയ്യും. റിയൽ എസ്റ്റേറ്റ് പ്രൈസ് കയറും, അപ്പം മറിച്ച് വെക്കും. ഇതല്ലേ ചെയ്യണത്? വിമാനത്താവളം വരണമെന്ന് ആദ്യം അറിയണതിന് മുമ്പ് തന്നെ അവർക്കറിയും, നമ്മൾ അറിയണതിന് മുമ്പ്. ഇതാണ് ടെക്നിക്ക്. ഇതേ ടെക്നിക്കാണ് ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. തന്ത്രസമുച്ചയം എടുക്കും, അല്ലെങ്കിൽ കുഴിക്കാട്ട് വച്ച് എടുക്കും, ക്രിയാദീപിക എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് തന്ത്രസമുച്ചയം വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രസമുച്ചയത്തിന്റെ ഉത്ഭവം തന്നെ വളരെ കോമഡിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, സാമൂതിരിപ്പാട് ചേന്നാസ് രവിനാരായണൻ നമ്പൂരിപ്പാടുമായിട്ട് ഒരു സ്പർദ്ധയുണ്ട് എന്ന് കാണിച്ചിട്ട് ഒരു നാടകം കളിച്ച് അദ്ദേഹത്തെ കൊണ്ടൊരു പുസ്തകം എഴുതിച്ചാണ്. വാസ്തവത്തിൽ അതിനും ഒരു നൂറ്റാണ്ട് മുമ്പ് 14-ാം നൂറ്റാണ്ടിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ തന്ത്രിയായിട്ടുള്ളൊരു മഹാത്മാവുണ്ടായിരുന്നു, പുടയൂര് വാസുദേവൻ. അദ്ദേഹം എഴുതിയ പുടയൂര് ഭാഷ എന്ന് പറയുന്ന ക്രിയാദീപിക എന്ന് പറഞ്ഞ പുസ്തകത്തിനെ അതേപടി എടുത്ത് സംസ്കൃതത്തിൽ പകർത്തി വെച്ചതാണ് തന്ത്രസമുച്ചയം. നമ്മൾ കുട്ടികളുടെ ഭാഷയിൽ ഇപ്പോൾ പറഞ്ഞാൽ ഈച്ച കോപ്പി പറയും. അതിൻ്റെ അകത്ത് സംസ്കൃതമാക്കി എന്നുള്ളതാണ് അതിൻ്റെ മേന്മ. മറ്റേത് അന്നത്തെ മലയാള ഭാഷയാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്, സംസ്കൃതമൊക്കെ കലർന്നിട്ട്. ആ മഹാത്മാവിൻ്റെ അധ്വാനമാണത്. സാമൂരിപ്പാടിന് കോലത്ത് നാട്ടിൽ നിന്നുണ്ടായ ഒരു പുസ്തകം അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഒരു പുതിയ എഡിഷൻ
മാനവിക്രമനുമാണ്. പാലക്കാട് പിടിച്ച ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞു, കൊടുവായൂരും തേങ്കുറിശ്ശിയും ഒക്കെ പിടിച്ചെടുത്ത് സാമൂതിരിയുടെ വിസ്തൃതി വരുത്തിയ ആളാണ് മാനവിക്രമൻ. കൊടുങ്ങല്ലൂർ വരെയും പിടിക്കണ മൂപ്പരാണ്. ചില്ലറക്കാരനായിരുന്നില്ല, മാനവേദനെ പോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വല്യമ്മാവനായിരുന്നു അദ്ദേഹം. സ്വന്തം പേരിൽ നാടകം വരെയുള്ള ആളാണ്. വസുമതി മാനവിക്രമം എന്നൊക്കെ പറഞ്ഞുള്ള സംസ്കൃത നാടകം അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പ്രണയകഥയെക്കുറിച്ചൊക്കെ നാടകം എഴുതിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് തളിക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മൂസതുമാരെ വെട്ടിക്കൊന്നത്. വള്ളുവനാടിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തണമെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊന്നു. അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നു, ഇറങ്ങി ഇങ്ങനെ വന്നു, വാള് വരി ആദ്യം കണ്ട മൂസേൻ്റെ തലവെട്ടി ഇങ്ങനെ വെട്ടിക്കൊണ്ട് നടന്നിട്ട് വാള് കഴുകിയിട്ട് ഉള്ളിൽ പോയിട്ട് ശിവനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെട്ടിക്കൊന്നില്ല, അവരെ പടി അടച്ച് പിണ്ടം വെച്ചു. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ 4 അമ്പലത്തിന് ഇന്ന് അനന്തശയനം വരണവിടെ വാതിലില്ലാണ്ടായത്. അവരെ പടി അടച്ച് പിണ്ടം വെച്ചു. അവിടെ ഒരു പടിയായിരുന്നു. അനന്തശയനം വന്നത് 70-ന് ശേഷമാണ്, തീപിടുത്തത്തിന് ശേഷമാണ്. അത്രയും ചെയ്ത ആളാണ്. അപ്പം ആലോചിച്ച് നോക്കണം. അപ്പം അദ്ദേഹം ഒരു ദേവപ്രശ്നവും വെച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, എൻ്റെ നാട്ടിൽ കൊടുങ്ങല്ലൂർ വരെ, കിഴക്ക് സേലം വരെ, സേലത്ത് ഭവാനിയിൽ സാമൂതിരിക്ക് കോവിലകുണ്ട്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഭവാനി വരെ സാമൂതിരിയുടെ ടെറിട്ടറിയാണ്, വലിയ വിസ്തൃതിയാണ്. എൻ്റെ സാമ്രാജ്യത്തിൽ ഇനി ഒരൊറ്റ പുസ്തകം മതി എന്ന് പറഞ്ഞു. ഒരൊറ്റ രാത്രി കൊണ്ട് 28 തന്ത്രഗ്രന്ഥം സ്വാഹ കാണാണ്ടായി പോയി. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല തന്ത്രസമുച്ചയം വെച്ചിട്ട് കളിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഘടന എന്നെ മാറ്റി. എന്തിനാ? ഓദിക്കന്മാരുടെ ഭരണത്തിനെ ശക്തി കുറയ്ക്കാൻ, രാജാവിന് കൂടുതൽ ശക്തി, തൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു സ്ഥാനം മൂപ്പര് സൃഷ്ടിച്ചു. അങ്ങനെയാണ് ആരും വിഷമിക്കേണ്ട തന്ത്രി എന്ന് പറയണ ഒരു സ്ഥാനം ഉണ്ടായത്. അതിനു മുമ്പ് കേരളത്തിൽ തന്ത്രി ഇല്ല. കഴിഞ്ഞ 150 കൊല്ലത്തെ ചരിത്രമാണ് തന്ത്രി, മേൽശാന്തി എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറുകൾക്ക് ഇവിടെ ഉള്ളത്. വാസ്തവത്തിൽ നമ്പൂതിരിമാർ തന്നെ എത്രയോ അറിവുകൾ ഇവിടെ കൊണ്ടുവന്നതാ. അവരിൽ തന്നെ എത്രയോ മഹാത്മാക്കൾ, വില്ലുമംഗലത്തിനെ പോലുള്ളവർ, ആദിശങ്കരനെ പോലുള്ളവർ ജീവിച്ച് അവരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെപ്പോലും ഒറ്റ രാത്രി കൊണ്ട് ചില സ്ഥാപിത താല്പര്യക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് സാമൂതിരി അടിച്ച് തകർത്ത് ഇല്ലാണ്ടാക്കി കളഞ്ഞു. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഇത്രയും ഡാമേജ് ചെയ്ത ഒരു സാധനം വേറെയില്ല. 2 സാമൂതിരിപ്പാടിൻ്റെ കൽപ്പന. കോഴിക്കോട് ബന്ദർകോയാണ് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ. സൈന്യത്തിലേക്ക് മറ്റു മതസ്ഥർ പാടില്ല. അതുകൊണ്ട് നായരുടെയും ഈഴവൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് ഒരാണെങ്കിലും എല്ലാ തലമുറയിലും അവരുടെ സമ്പ്രദായത്തിലേക്ക് മാറിക്കൊള്ളണം. അങ്ങനെയാണ് മലബാറിലെ പോപ്പുലേഷൻ ഇത്ര വർദ്ധിച്ചത്. രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ എങ്ങനെ ഒരു ധർമ്മത്തിനെ തകർത്തു എന്നുള്ളത് അറിയണമെങ്കിൽ മലബാറിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രസമുച്ചയത്തിൻ്റെ ഈസി ടെംപ്ലേറ്റ് സിസ്റ്റം, അതായത് ആ ടെംപ്ലേറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഒരു മേൽശാന്തിക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ഏത് ദേവനെ വേണമെങ്കിലും പൂജ കഴിക്കാം. അങ്ങേർക്ക് മുരുകനെ അറിയണമെന്നില്ല. അങ്ങേര് ഉപാസിച്ച ഗുരുവായൂരപ്പനെ ഇരിക്കും. അയാളെ നാളെ മുരുകൻ്റെ എന്താ പറയുക ഇതിൽ കൊണ്ടുപോയിട്ട് പൂജ കഴിക്കാം. ശിവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ കഴിക്കാം. അതുപോലെ മറ്റ് ഏത് ക്ഷേത്രത്തിൽ, കാളിയുടെ ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോയിട്ട് പൂജ കഴിക്കാം. ഒരു വിഷയമേ അല്ല. ആരുടെ ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പൂജ കഴിക്കാം. അതൊരു ജോലിയായി. തപസ്, ഒരു ദേവതയെ ഉപാസിക്കണ ആളായിരിക്കണം അത് ചെയ്യേണ്ടത്. ആ ദേവതയുടെ ബന്ധം അതായിരിക്കണം. ഇതൊക്കെ പോയി എന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിലും മറ്റേതിലൊക്കെ ആഘോഷിക്കണ മാതിരി അച്ഛനാണ് ഭഗവാന്റെ, അമ്മയാണ് ഭഗവാന്റെ എന്നൊക്കെ കുറേ ടൈറ്റിലുകൾ. തൊഴിലാളികളാണോ ഇതൊക്കെ? ഞാൻ അവരുടെ ഭക്തിയെ കുറച്ച് പറയല്ല. എന്നെ കൂടപ്പുറപ്പുകളെ പോലെ ഞാൻ കാണുന്ന എത്രയോ കേരള ബ്രാഹ്മണരുണ്ട്, നമ്പൂതിരിമാരുണ്ട്. അവരുടെ ഒരു സമുദായത്തിനെയല്ല ഞാൻ കുറ്റം പറയണം. പണ്ടത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ച അപകടത്തിനെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? ഇപ്പം തന്ത്രവിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായൊരു വിഷയമാണ് കേരളത്തിൽ തന്ത്രം പഠിപ്പിക്കാൻ അവകാശം, അഥവാ പൂജ പഠിപ്പിക്കാനും പഠിക്കാനുള്ള അവകാശം പാരമ്പര്യ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം. അതായത് പാരമ്പര്യം പൂജ ഇല്ലാത്ത നമ്പൂതിരി കുടുംബങ്ങളിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഭഗവാനെ പൂജിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ പഠിക്കരുതെന്ന്. മറ്റുള്ളവരുടെ കാര്യം പിന്നെ തഥൈവയാണ്, പറയണ്ട. ഞാൻ തന്ത്രവിദ്യാപീഠത്തിൽ ചോദിച്ചിട്ടുണ്ട് മാധവജി അനുസ്മരണത്തിന്. ഞാൻ പഠിക്കാം, ഷോഡശ സംസ്കാരം ചെയ്തിട്ട് 7 വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാം. എന്നെ ശബരിമലയിലോ ഗുരുവായൂരോ നറുക്കെടുപ്പിൽ കൺസിഡർ ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരുത്തരും ഉത്തരവുണ്ടാവില്ല.
എനിക്കാഗ്രഹമുണ്ടോ ഗുരുവായൂരപ്പനെ സേവിക്കാൻ? ഞാൻ നോക്കാം ഭഗവാനെ. 6 മാസം താ, അല്ലെങ്കിൽ 1 കൊല്ലം എനിക്ക് സ്വാമിയുടെ അടുത്തതാ, ഞാൻ നോക്കാം ഭഗവാനെ. എന്നെ കയറ്റുമോ? കയറ്റില്ല. അപ്പൊ എന്ന് തൊട്ടാണ്, ഇന്നലെ ഞാൻ പറഞ്ഞു, പണ്ട് ദീക്ഷാടിസ്ഥാനത്തിൽ മെറിറ്റ് ബേസ്ഡ് ആയിരുന്നു. ഒരു ഗുരുനാഥനെ കണ്ടെത്തി കഷ്ടപ്പെട്ട് മന്ത്രം കിട്ടി പുരസ്ചരണം ചെയ്ത് അത് മുഴുവൻ പഠിച്ച് തപസ് ചെയ്ത് ആ ദേവതയെ പൂജിക്കാൻ ഗുരുനാഥൻ പറഞ്ഞു, ഇനി നീ കലശം, നിന്നെ കലശാടാം, നീ പോയിട്ട് സ്വാമിയെ പൂജിച്ചോ, നീ കാളിയെ പൂജിച്ചോ, നീ ശിവനെ പൂജിച്ചോ എന്നുള്ള ആ ഗുരുനാഥന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഏത് ജാതി പറഞ്ഞവനും പൂജിക്കാമായിരുന്നു ഇവിടെ. അത് നമ്പൂതിരിമാർ വന്ന കാലത്തും ഉണ്ട് ഇവിടെ. അവരും അത് അംഗീകരിച്ച് തന്നെ പോയിരുന്നു. എന്നാണിത് മാറിയത്? ഈ സംഭവത്തിന് ശേഷം. അതോടുകൂടി ഈ പുസ്തകം പഠിച്ചാൽ മതി. അതും അച്ഛൻ തന്ത്രിയാണോ അല്ലെ അച്ഛൻ പൂജാരിയാണോ മകനും പൂജാരി, അവരെ പൂജാരിയാണോ. അപ്പൊ ജന്മബ്രാഹ്മണൻ എന്നുള്ള വിഷയം വന്നു. നോക്കൂ, ഞാനിപ്പോ ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റ് മൂവ്മെന്റുകാരോ പറഞ്ഞ മാതിരി ജാതിയുടെ യുദ്ധമല്ല ഞാനിവിടെ പറഞ്ഞത്. ഞാൻ സങ്കടം പറയാം. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറപ്പായിട്ട് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കളങ്കമില്ലാണ്ടേ കേൾക്കണം. ജാതിയുടെ കളങ്കം മനസ്സിൽ വെച്ച് നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പിന്നെ പറയണത് വെറുതെയാണ്. അപ്പൊ ഇതിനിന്ന് പറയണത് എന്താ? പാരമ്പര്യത്തില് ഞങ്ങൾ കുടുംബത്തിലുള്ളവർ മാത്രം പഠിച്ചാൽ മതിയെന്ന്. അതിനവർ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പോയി. സർക്കാരിന് പോലും അവകാശമില്ല സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ. ഇവിടെ സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ. എല്ലാറ്റിനും സർക്കാരിനെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഞാനിതിന്റെ 2 വശവും കാണുന്നതാണ്. ആത്മാർത്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത്. ഞാനൊരു പാർട്ടിക്കാരനുമല്ല, എനിക്ക് ഭഗവാനേ ഉള്ളൂ. ആത്മസുഹൃത്ത് സ്വന്തം ചേട്ടനെമാരുള്ള ഒരാളോടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഭഗവാന്റെ പൂജ മുടക്കിയതിന് പബ്ലിക് മീഡിയത്തിൽ കോർത്തത്, മറ്റുള്ളവർ മുട്ടിടിച്ച് നിൽക്കുമ്പോൾ. കാരണം ഗുരുവായൂരപ്പന്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. ശരത്തേരാസൻ അങ്ങനെ ചത്തുപോട്ടേന്നേ. വെറുതെ ജഡങ്ങളെമാതിരി ജീവിച്ചിട്ട് എന്ത് കാര്യം? പേര് മാത്രം ഹിന്ദുവിന്റെ വെച്ചിട്ട്. അപ്പോ അതിലെഴുതിയ 470 പേജ് അഫിഡവിറ്റാണ് നമ്മൾ എഴുതി കൊടുത്തത് ഹൈക്കോടതിക്ക്. സർക്കാരിന്റെ വക്കീലിന് തന്നെയാണ് എഴുതി കൊടുത്തത്. തന്ത്രസമുച്ചയം എന്തുകൊണ്ട് പ്രാമാണിക ഗ്രന്ഥമല്ല? ഞാൻ അത് ഇന്നും പുസ്തകമാക്കാണ്ടിരിക്കണത് എനിക്കിപ്പോഴും ബഹുമാനമുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ ബഹുമാനം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലും ഗുരുവായൂരും മറ്റു ക്ഷേത്രങ്ങളിലും നടക്കുന്ന വൃത്തികേടുകൾ കാണുമ്പോൾ ഞാൻ പറയും, യഥാർത്ഥ ക്ഷേത്രശത്രു ക്ഷേത്രം കൊണ്ടു നടക്കണവരാ. അവരാണ് ധർമ്മശത്രു. കാരണം ഈ അമ്മയുടെ എന്നും ഈ ഭഗവാന്റെ എന്നുമുള്ള ശക്തി കൊണ്ടാണ് നമ്മുടെ ധർമ്മത്തിനെ പരിപാലിക്കാനുള്ള നട്ടല് നമുക്ക് ഉണ്ടാവേണ്ടത്. കൊടിമരം വെച്ചോണ്ട് ഭഗവാന് നട്ടലുണ്ടാക്കി കൊടുക്കണ്ട നിങ്ങൾ. അപ്പൊ പ്രമാണം പറയും. ആ പ്രമാണം ആചാര്യ തപസ്, ആംനായ ജപം. എന്താ ആചാര്യ തപസ്? എന്താ ആ പറയണ? ഒന്നാമത്തെ ആചാര്യ തപസ് തന്നെ ഇല്ല. ഏതെങ്കിലും മന്ത്രം ജപിച്ച് ഏതെങ്കിലും ദേവനെ പോയിട്ട് പൂജിക്കലല്ല തപസ്. ഒരു ദേവനെ ആചരിച്ച് ആ ദേവനെ പ്രത്യക്ഷപ്പെടുത്ത് സാക്ഷാത്കരിക്കുകയും ചെയ്ത് ആ ദേവന് വേണ്ടത് ചെയ്യലാണ് തപസ്. അപ്പൊ ഇവര് പ്രമാണങ്ങൾ പറയും. ശരി, പ്രമാണമാവട്ടെ. അപ്പൊ കാവുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള മാറ്റം പറയുമ്പോൾ ആന വേണോ, ഷർട്ട് ഇടണോ, ഇതൊന്നും അല്ല സന്യാസി സമൂഹം അടക്കം ചർച്ച ചെയ്യേണ്ടത്. അതിലും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ പ്രമാണം ഞാൻ പറയാം, വളരെ സിദ്ധാന്തത്തിൽ വരുന്നതാണ്. പാഞ്ചരാത്ര രക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്. നോക്കൂ, തന്ത്രസമുച്ചയാണോ പ്രമാണം, ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളാണോ പ്രമാണം എന്നുള്ളതാണ് ഇനി ചോദ്യം. ഇതൊക്കെ ഭാരതത്തിൽ പ്രാചീന കാലം തൊട്ട് ക്ഷേത്രത്തിന്റെ ആരാധനയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെ ഞങ്ങൾ മലയാളികൾ ഇത് കേരളമാണ് എന്ന് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന വിഭാഗങ്ങളാണ്. ദേവതകളുടെ നിയമങ്ങൾക്ക് ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റം ആദ്യം അനുസരിക്കേണ്ടത് ഇന്ന് എല്ലാം ഒന്നാക്കി അവിയലാക്കണ ആൾക്കാരാണ്. ഭാരതത്തിലെ പൊതുവായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ കേരള സമ്പ്രദായം വേറെയാണെന്ന് പറയും. എന്നാൽ നമ്മൾ പറയണേ പ്രായരി കണ്ണോട്ടുകാവ് അല്ലെങ്കിൽ വടക്കന്തറക്കാവ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവ് പറഞ്ഞാൽ അതാത് ദേശക്കാരുടെ രീതികളാണ് അവിടുത്തെ അമ്മയ്ക്ക് വേണ്ട പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് ഞങ്ങളുടെ തന്ത്രം പറയണ പൊതുഭാവത്തിലേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ ഇവരെന്താ പറയണത്? ഇതിലേതാ ശരി? ഭാരതത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഇങ്ങനെയാണെന്ന് പറയും, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആണെന്ന് പറയും. എന്നാൽ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാത് ദേശങ്ങളുടെ ദേശജം എന്ന് ഞാൻ 1-ാം ദിവസം പറഞ്ഞു. ദേശജാചാരങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കണില്ല എന്ന് ചോദിച്ചാൽ പറയും അത് പറ്റില്ല, ഞങ്ങളുടെ ആചാര്യം ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കണം, കോമൺ ആണ്. 5000 കാളി ഉണ്ടെങ്കിൽ 5000 കാളിക്കും
ഇന്ന മന്ത്രമാണ്. 5000 ദുർഗയുണ്ടെങ്കിൽ ഒക്കെ ബീജത്തോട് കൂടിയിട്ട് ദുർഗായ നമ. നരസിംഹമായിരിക്കും, കൃഷ്ണനായിരിക്കും, വെണ്ണക്കണ്ണനായിരിക്കും, രാജഗോപാലനായിരിക്കും, രാധാകൃഷ്ണനായിരിക്കും, രുക്മിണി സ്വയംവരത്തിലെ കൃഷ്ണനായിരിക്കും, ഇനി ശ്രീരാമനായിരിക്കും. ആരാണെങ്കിലും ഓം നമോ നാരായണായ ചോദിച്ചാൽ പറയും കടയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. എന്നാ പിന്നെ തറവാട്ടിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ വയറ് നിറഞ്ഞോളും. യാമൂർത്തിയേന തന്ത്രേണ യാദൃശേനാധികാരിണ പ്രഥമേ കൽപ്പേന സൈവ ദ്വിതീയേ കൽപ്പനേ ഭുവേൽ മൂർത്തിസ്തദ്ദേവ തന്ത്രം ജസ ഏവ സ്ഥാപക പുന തന്ത്രാധികാരി മൂർത്തീനാം വ്യത്യയെ കൽപ്പിതേ സതി നൃണാം നരപതേശ്ചൈവ രാഷ്ട്രസ്യ ച ഭവേക്ഷയ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം. ഞാൻ ശ്ലോകം വായിച്ച് നിങ്ങളെ ഞെട്ടിക്കാനില്ല, പക്ഷെ ഞാനിതിവിടെ വായിക്കണം. ഇത് പാഞ്ചരാത്ര രക്ഷ എന്ന് പറയുന്ന ഗ്രന്ഥം, അതേമാതിരി തന്നെ സിദ്ധാന്ത സങ്കരം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലും ജീർണോദ്ധാരണത്തിന്റെ വിധി പറയണ ഭാഗത്ത് ആചാര്യൻ പറഞ്ഞാണ്. ഞാൻ ആചാര്യൻ എന്ന് പൊതുവിൽ പറയണത് അത് എഴുതി വെച്ചിട്ടുള്ള ആരാണോ ആ ആചാര്യൻ. അല്ലാതെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമി എന്ന് മനസ്സിലായിക്കൊള്ളാം. കാരണം അദ്ദേഹത്തിനെ മാത്രമേ വെറുതെ ആചാര്യൻ എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ്. അത്രേ വേണ്ടൂ. അതിൻ്റെ മുകളിലൊരു ആചാര്യനില്ല. ആ ശങ്കരഭഗവത്പാദരെ മനസ്സുകൊണ്ട് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുക. ഏതൊരു മൂർത്തിയാണോ അതുമാതിരി ഏത് തന്ത്രത്തിനെ വെച്ചിട്ടാണോ ഏത് ആളാണോ ആദ്യം അധികാരത്തോടു കൂടിയിട്ട് ആ മൂർത്തിയെ അവിടെ വെച്ചത്, ആ ആദ്യത്താള് ഏത് മൂർത്തിയുടെ ഭാവത്തിൽ ഏത് രീതിയിൽ, അതാണ് ഏത് തന്ത്രം എന്ന് പറയുന്നത്, ഏത് രീതിയിൽ വെച്ചോ വീണ്ടും ഇളക്കി പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അതേപോലെ തന്നെ വെച്ചോളണം. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റരുത്, ദ്രവ്യം പോലും മാറ്റരുത്. ഇന്ന് ചെയ്യണ പണിയാണ്. പണ്ടത്തെ മരമാണ് വിഗ്രഹം, ഉടനെ അതിനെ സംസ്കരിക്കാൻ വിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്തിക്കും, എന്നിട്ട് പഞ്ചലോഹം കൊണ്ടേ വയ്ക്കും. ദ്രവ്യം പോലും മാറരുതെന്ന്. എന്തായിരുന്നു നിങ്ങളുടെ ശരീരം മാറ്റി ഞാൻ വേറൊരു ശരീരം തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. അമ്മയോട് പറയണ നിനക്ക് ഈ ശരീരം വേണ്ട, വേറെ ശരീരം തരാം. അങ്ങനെ ശരീരം കൊടുക്കുക. മൂർത്തിയും അത് തന്നെ ആവണം. കാളിയെ രക്തകാളിയാണോ, കരിങ്കാളിയാണോ, ഭദ്രകാളിയാണോ, ശിവന്റെ പത്നിയായ മഹാകാളിയാണോ, ദക്ഷിണകാളികയാണോ? കാളികൾ ഒരുപാടുണ്ട്. ഇതിലേത് കാളി? കണ്ണോട്ടുകാവിലിരിക്കുന്ന ഏത് കാളിയാന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്കില്ല. കണ്ണകിയുടെ ഒരു കലയാണെന്ന് ഊഹിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെയും പ്യൂരിറ്റി ഉണ്ട് വടക്കന്തറമ്മയ്ക്ക്. കാരണം എന്താ വെച്ചാൽ കണ്ണകിയാണ്. അതിലേക്ക് ശ്രീവിദ്യ കയറ്റിയിട്ടുണ്ടെന്ന് മാത്രമാണ് ത്രിപുര എന്ന് പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം സങ്കരമാണ്, ഹൈബ്രിഡ് ആളാ, നമുക്കറിയാം. ഈ അമ്മ ആരാന്ന് ആർക്കും അറിയില്ല. കണ്ണടത്തിരിക്കുന്നത് ആരാന്ന് യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. ഒക്കെ കാളിയുടെ മന്ത്രം. മാരിയമ്മയുടെ കലശം നടത്താൻ പോണെന്ന് പറഞ്ഞു എന്നോട് ഒരു മഹാത്മാവ്. ഞാൻ ചേട്ടനെ മാതിരി വിശ്വസിക്കുന്ന ആളാ. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിധാനത്തിലാ? ഓ, കാളിയുടെ വിധാനത്തിലെന്ന്. ഞാൻ നോക്കുമ്പോൾ അങ്ങോര ആ അമ്പലത്തിൽ കൊടിമരം വരെ വെച്ചിരിക്കുന്നു മാരിയമ്മയ്ക്ക്. ചിദ്ബിംബ സമ്മേളനം, അതായത് നമ്മുടെ താഴിയക്കുടത്തിന്റെ അഭിഷേകം അടക്കം സകലതും കേരളാചാരമാക്കിയ മാരിയമ്മ. മാവളക്ക് കഴിക്കാത്ത മാരിയമ്മ, പാൽപ്പായസം കഴിക്കണ മാരിയമ്മ. എന്ത് സൂപ്പർ മാരിയമ്മ! ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ പറയാ അങ്ങനെ തന്നെ കൽപ്പിക്കണം. തന്ത്രവും സ്ഥാപകനും അതേ രീതിയിലുള്ളവരായിരിക്കണം, അതേ മന്ത്രം ഉപാസിച്ച ആളായിരിക്കണം. മൂർത്തിയുടെ വ്യത്യാസം കൽപ്പിച്ചാൽ, അത് ചെയ്താൽ തന്ത്രാധികാരി മൂർത്തീനാം വ്യത്യയെ കൽപ്പിതേ സതി എന്താ സംഭവിക്കുക? നൃണാം നരപതേശ്ചൈവ രാഷ്ട്രസ്യ ച ഭവേത് ക്ഷയ. രാജാവിന് ഭരണാധികാരി തലതിരിയും. നല്ല ഭരണാധികാരികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ആൾക്ക് നാശം വരും. അതേപോലെ രാഷ്ട്രത്തിൻ്റെ ക്ഷയത്തിന് ജനങ്ങൾക്ക് ദോഷം ഹേതുവായിട്ട് വരും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ദേശം നശിക്കുന്ന അർത്ഥം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പർദ്ധ വർദ്ധിക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവ അതിന് തന്നെ എതിരാണ് നമ്മൾ ചെയ്യണമെന്ന് ആദ്യത്തെ വെട്ട് കടക്കെ തന്നെ നമുക്ക് കൊടുത്തു കഴിയും. പ്രമാണല്ലേ പറഞ്ഞു, അതുകൊണ്ടാണ് ശ്ലോകം പുറത്ത് പറഞ്ഞു. അപ്പൊ ഇതെന്താ പ്രമാണല്ലേ? ഇത് ഇതിനേക്കാളും എത്ര ആയിരം കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അതൊക്കെ. 1427 തന്ത്രസമുച്ചയം എഴുതിയിട്ടുള്ളൂ. 1427 തന്ത്രസമുച്ചയം എഴുതുന്നതിനും 1 കൊല്ലം മുമ്പ് കൽപ്പാത്തിയിലെ വിശ്വനാഥസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പാലക്കാട് രാജാവ്. അതിനും 200 കൊല്ലം മുമ്പ് വൈഖാനസ സമ്പ്രദായത്തിലുള്ള അവിടുത്തെ പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മീനാരായണ പെരുമാൾ വന്നിട്ടുണ്ട്. അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ വടക്കന്തറമ്മയും മണപ്പുള്ളിക്കാവിലമ്മയും ചിറ്റൂര് കാവിലമ്മയും ഹേമാംബികയും അടക്കമുള്ള സകല ദേവതകൾ ഈ മണ്ണിലിരിപ്പുണ്ട്.
ഹേമാംബിക എന്ന് പോലുമല്ല ഞാൻ അമ്മ, ഏമൂരമ്മ എന്നാ പറയാം. അതാണ് നമ്മുടെ വാക്ക്. ഹേമാംബിക എന്നൊക്കെ പിന്നെ കൊണ്ടുവന്ന പേരാ. അപ്പൊ അവരൊക്കെ എന്താ കഴിച്ചിരുന്നത്? വായുവോ? അവരെ ആരാ ചെയ്യുന്നത്? അവര് മേൽമലമ്പാമ്പ് ഒരു സ്ഥലത്ത് കിടക്കണമാതിരി അജകര വൃത്തി എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടു തരുമായിരിക്കും. അങ്ങനെ ആയിരുന്നിരിക്കുമോ കഴിഞ്ഞിട്ടുണ്ടാവുക? ആ ഏമൂരമ്മ വന്നത്, അമ്മ കരിമലയിലായിരുന്നു ഇരുന്നിരുന്നത്, മലയുടെ മുകളിൽ. അവിടെ പോയി പൂജ കഴിക്കാൻ പറ്റാണ്ടായപ്പോൾ താഴെ വന്ന് മലമ്പുഴയ്ക്ക് അടുത്ത് വന്നിരുന്നു. അവിടുന്നും വന്നിട്ടാണ് കല്ലാക്കുളക്കര വന്നിരുന്നത്. അപ്പോ അടുത്ത പരമേശ്വര ആഗമം എന്ന് പറഞ്ഞ ആഗമുണ്ട്. മഹാദേവൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണതാണ്. ആ പരമേശ്വര ആഗമത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് മഹാദേവൻ പറയുന്നു, ന ലക്ഷണാന്തരം കുര്യത് ന പ്രമാണാന്തരം തഥാ നദുദ്രവ്യാന്തരം ജൈവന കുര്യാത് ക്രിയാന്തരം മന്ത്രാന്തരം ന കുർവീത സർവം കുര്യാധതാപുരം കുര്യാച്ചേദേവമാദീനം വിപര്യായ മഹാമതേ രാജ്ഞോ രാഷ്ട്രസ്യ നാശ സ്യാദ സർവസ്യാവിശ്വസന്തതേ. ലക്ഷണങ്ങളെ നിങ്ങൾ മാറ്റിമറിക്കരുത്. ആദ്യത്താണ് ഒരു അമ്പലത്തിന്റെ ദേശത്തിനെന്താണോ നാട്ടുകാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, അവരുടെ പൂർവികർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളെ ആധാരമാക്കിയിട്ടാണ് പണ്ട് അവരുടെ കാരണവന്മാർ വെച്ചിട്ടുള്ളത്. അവരൊരു സ്ഥലത്ത് വന്നു, അപ്പൊ ഒരു പാറപ്പുറത്തൊരു വെളിച്ചം കണ്ടു. അവിടെ മാത്രം ചൂടും ബാക്കിയുള്ള ഭാഗത്ത് തണുപ്പും. ചിലപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള തവള, ശങ്കരാചാര്യ സ്വാമികൾ തുങ്കഭദ്രയുടെ തീരത്ത് ചുട്ടുപൊള്ളണ മണലിൽ ഗർഭിണിയായിട്ടുള്ള തവളയ്ക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ സർപ്പം കൊടപിടിച്ചു കൊടുക്കണം. അതാ ദേശത്ത് കണ്ട ലക്ഷണ. പണ്ട് കണ്ണോട്ടുകാവിലോ അല്ലെങ്കിൽ വടക്കന്തറയോ നടുപ്പതി ബന്ധത്തിലോ എന്തുകൊണ്ട് അവിടെ വന്ന് ഇരുന്ന സമയത്ത് അത് വെച്ച ആള് അവിടെ ഒരു ലക്ഷണം കണ്ടുണ്ടാവും, ദേവിമാരുടെ സാന്നിധ്യം. ആ കണ്ട ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം കിട്ടിയ ഫുഡാണ് കൊടുത്തിട്ടുണ്ടാവുക. അതിനെ നമ്മൾ മഹാനിവേദ്യം എന്ന് പറയും. വില്ലുമംഗലം പത്മനാഭസ്വാമിക്ക് കൊടുത്ത് കണ്ണൻ ചിരട്ടയിൽ മാങ്ങയാണ്. ഇന്നും ഭഗവാൻ അതാണ്. പത്മനാഭസ്വാമി ഇതിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളാ, ഭാഗ്യവാനാ. ഈ വൃത്തികെട്ട സിസ്റ്റത്തിലല്ല അദ്ദേഹം ഭാഗ്യവാനാ. അങ്ങനെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുടെ അമ്പലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ. ഇപ്പോ ആ ഭാഗ്യം പോയിക്കൊണ്ടിരിക്കുക. കാരണം പുതിയ കാലത്തെ ഫാഷനാണ് ഈ സാധനം വെക്കുക, പൊടിമരം വെക്കുക, വരിക്കല്ലുണ്ടാക്കുക, നടവഴി ഉണ്ടാക്കുക, കോൺക്രീറ്റ് ഇടുക, സകലതും. കാരണം ചെളി നടക്കാൻ വയ്യ. ആർക്ക് ചെളിയിൽ നടക്കാൻ വയ്യ? പെറ്റമ്മയാടോ ഈ മണ്ണ്, ഇതിൽ ചവിട്ടി നടക്കണം. അല്ലാത്തവൻ വരണ്ടെന്നാ. പണ്ട് കാവിൻ്റെ ഉള്ളിൽ കയറ് പോലും ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കയറണ്ട, അമ്പലത്തിൽ കയറണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെടുത്തു മാറ്റുമ്പോൾ ഇതിന് പകരം എന്തു ചെയ്യും? അമ്മയ്ക്ക് വിഷമമില്ലാതെ എന്നാൽ നമുക്കും കൂടെ അനുഗുണമായിട്ട് നമ്മുടെ സൗകര്യത്തിൻ്റെ കുറച്ച് നോക്കിയിട്ട് എങ്ങനെ ചെയ്യാം. ദേവതകള് ഇരിക്കുന്നത് നമ്മുടെ കൺവീനിയൻസിനല്ല. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു അവധാനതയുണ്ട്. ആ അവധാനത അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്ഷേത്രങ്ങൾ കൊണ്ടു നടക്കുന്ന, അതിൻ്റെ നിത്യനിദാനാദികൾ ചെയ്യുന്നവരിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ ആദ്യം കണ്ട ലക്ഷണങ്ങൾക്കനുസരിച്ച് ചെയ്തത് മാറ്റരുത്. അന്ന് കാരണവന്മാർ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ള പ്രമാണങ്ങളെ ഒരിക്കലും മാറ്റരുത്. പുതിയതൊന്നും ഉണ്ടാക്കണ്ട. കഴിയുന്നതും പഴയത് എങ്ങനെയുണ്ടോ അത് ഉള്ളത് നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക എന്ന് വെച്ച് കെട്ടിടം ഇടിഞ്ഞു വീഴുക, അത് അങ്ങനെ വെക്കണം എന്നല്ല പറയണതിൻ്റെ അർത്ഥം. ആചരണങ്ങൾ, മന്ത്രങ്ങളെ മാറ്റരുത്. പൂജാതി കർമ്മങ്ങൾക്ക് കാരണവന്മാർ പറഞ്ഞിട്ടുള്ള ദ്രവ്യങ്ങളെ മാറ്റരുത്. ക്രിയകളെ മാറ്റരുത്. എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതുപോലെയാണ് തുടരേണ്ടത്. ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത് മഹാദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണതാണ്. ഇല്ലെങ്കിൽ രാജാവിൻ്റെയും ജനങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും നാശമുണ്ടാവും. അതുപോലെ സ്വന്തം സന്തതികൾ, ഇത് ചെയ്യണവരുടെ മക്കള്, കുടുംബങ്ങളിൽ സന്തതി നാശം വരും. ഇതൊരു സത്യമാണ്. ഇന്നുള്ള മിക്ക ഈ തലപ്പത്തിരിക്കണ കുടുംബങ്ങളും ദത്താണ്. എന്തുകൊണ്ടാണ് ദത്തെടുക്കേണ്ടി വരണത്? സന്തതി നാശം വന്നിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കണം, ഇതിന്റെ ശമ്പളം കിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ദത്തെടുക്കുക പറഞ്ഞ വലിയ സംഭവമല്ല. കുടുംബം കുറ്റിയേറ്റ് പോകണോണ്ടാണ് ദത്തെടുക്കേണ്ടി വരുന്നത്. കാരണം ഈ അവകാശം നിലനിർത്തണം. ഈ 100 കൊല്ലവും 150 കൊല്ലമായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും ഇന്ന് രേഖയിൽ അത് ജ്യോത്സ്യന്മാരും ഉണ്ട്. അതിന് കാരണം ബ്രോഷറിലൊക്കെ കാണുമ്പോൾ നെഞ്ചിൽ ഇങ്ങനെ കടാര കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി മരിക്കാൻ തോന്നും. പരശുരാമൻ ഏൽപ്പിച്ചു കൊടുത്ത തന്ത്രമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പരശുരാമസ്വാമിക്ക് ആ നീലാചല പർവ്വതം ആസാമിൽ അദ്ദേഹം ഇരിക്കുന്നത്, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ഞെട്ടുണ്ടാവും. കേരളത്തിലെ സകല അമ്പലവും അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരടിക്കാൻ വെച്ച് കൊടുത്തിരിക്കുമ്പോൾ
സകല അവകാശവും അദ്ദേഹത്തിന്റെ തലയ്ക്കാണ്. ആ പരശുരാമൻ 1000 കോഴിയെ വെട്ടി 1000 കുടം മദ്യം കൊണ്ട് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പൂജ കഴിച്ച അവർ പറയില്ല. അത് പറയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പരശുരാമൻ കാളിയെ, ശ്രീരാമൻ രാജമാതങ്കിയെ, ബലരാമൻ വാരാഹിയെ, ശ്രീകൃഷ്ണൻ ശ്രീവിദ്യ സ്വയം, ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ദേവിവാസകരാ. എന്നിട്ട് വീണ്ടും പറയണു, അതേ ഇതിൽ ഭഗവാൻ മഹാദേവൻ തുടർന്ന് പറഞ്ഞു, ഭോഗാനാം ച വിപര്യാസ മന്ത്രാണാം ച വിപര്യം ധ്യാനാനാം ജൈവമുദ്രാണാം ദേവതാനാം തഥൈവച അന്യേഷാം ഏവമാദീനാം വ്യത്യാസന്ന സമാചരേ. ഭോഗങ്ങൾ തരണ ദേവന്മാർ, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂജിക്കണ ദേവന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ദേവതകളൊക്കെ കാര്യസാധ്യ ദേവതകളാണ്. അവരൊന്നും പണ്ടത്തെ കാവുകളിൽ ഇരിക്കുന്ന ദേവിമാരൊന്നും മോക്ഷം തരാനില്ല. മോക്ഷത്തിന്റെ ആശയമൊന്നും പണ്ടത്തെ സാധാരണക്കാർക്കില്ല. അവർ പാവം കഷ്ടപ്പെടും, പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കും, കല്യാണം കഴിക്കും, മക്കളുണ്ടാവും, അവരുടെ ആരോഗ്യം ആലോചിച്ച് വിഷമിക്കും, ചിലർ മരിച്ചു പോവും. ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ടും പ്രകൃതിയോട് മല്ലടിച്ചും കഷ്ടപ്പെട്ട് വളർന്നവർ. അവർ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മേ ആരോഗ്യം തരണേ, പണിയെടുക്കാൻ പറ്റണേ, ചാവണ വരെയും പറമ്പിൽ പണിയെടുക്കാൻ പറ്റണേ, പാടത്ത് പണിയെടുക്കാൻ പറ്റണേ, അന്നത്തിന് മുട്ട് വരലേ, മക്കൾക്ക് കുഴപ്പം വരലേ, കന്നുകാലികൾ. അപ്പൊ കാര്യസാധ്യത്തിന്റെ ദേവതകൾ അതാ പറയണത്, ഭോഗാനാം ജ, ഭോഗങ്ങളെ തരണ ദേവതകളുടെ നേദ്യം മാറ്റരുത്. ഭോഗം തരണ നേദ്യങ്ങൾ, ഭോഗം തരണ കാര്യസാധ്യത്തിന് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യസാധ്യം ചെയ്തു തരണ ദേവതയാണെന്നുണ്ടെങ്കിൽ ആ ദേവതയുടെ നേദ്യം മാറ്റാൻ പാടില്ല. പിന്നെ മന്ത്രാണാം ച വിപര്യം, അതും പാടില്ല, മന്ത്രം മാറ്റരുത്. അമ്മേ കാളി അമ്മേ കാളി എന്ന് പറഞ്ഞാൽ പണ്ട് പൂജിച്ചിരുന്നെങ്കിൽ അവിടെ പോയിട്ട് ഓം ഇന്ന ബീജാക്ഷരം ഭദ്രകാളിയെ നമാന്ന് ചെല്ലരുതെന്ന്. അത് ഭദ്രകാളിയാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയും? അറിയൂ? ചോറ്റാനിക്കരെ പോലും മുകളിലും താഴെ ഇരിക്കണവർ ആരാന്ന് ആർക്കും അറിയില്ല. എപ്പോഴും വിഗ്രഹത്തിന്റെ കല്ലിന്റെ നിറം അനുസരിച്ചിട്ട് സ്വഭാവം മാറും. ചുവന്ന കല്ല, അത് വെട്ടുകല്ല, ഇതുപോലെ കറുത്ത കല്ലല്ല. ഇതുപോലും ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം നമുക്കിതൊന്നും അറിയാത്ത അവസ്ഥയാക്കി. ഇതൊന്നും നമ്മുടെ കുറ്റമല്ല കേട്ടോ. ഞാനിത് പറഞ്ഞിട്ട് ഇയാളെന്തീ വെറുതെ കുറ്റം പറഞ്ഞ അല്ല. നമ്മൾ കൂടപ്പറപ്പുകൾ നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് നമ്മൾ പണ്ട് വീടുകളിൽ ഇരുന്നിട്ട് കഷ്ടം പറയില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്ന്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് മാത്രം. ഇതുകൊണ്ട് ഇന്നിപ്പോ നാളെ ഇതൊന്നും മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതെവിടെയെങ്കിലും ഒരു പൊരിയിടും. ഇത് കേൾക്കണ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു പൊരിയിടും. ആ ഭഗവതി അതിനാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. കാരണം ഞാൻ എത്രയോ കാലമായിട്ട് പറയാൻ ആഗ്രഹിച്ച വിഷയമാണ് കാളിയുടെ കാവുകൾ. അത് ഇവിടെ ആയി എന്നുള്ളതാണ് അത്ഭുതം. അതും ചിലപ്പതികാരം പറയാൻ വെച്ച് അവസാന നിമിഷം ഞാൻ മാറ്റിയതാണ്, സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അതുകൊണ്ട് മന്ത്രം മാറ്റരുത്, ധ്യാനം മാറ്റരുത്. ധ്യാനം വെച്ചാൽ ഈ ദേവി എങ്ങനെയാ ഇരിക്കണത്, ഇവൾക്ക് എത്ര കൈയുണ്ട്, ഏതൊക്കെ കയ്യിൽ ഏതൊക്കെ ആയുധം, ഇനി രൂപമേ ഇല്ലേ, കൊച്ചുകുട്ടിയാണോ, മിഡിൽ ഏജ് ആണോ, ചിറ്റൂര് കാവലമാരി ഭയങ്കര വയസ്സായിട്ടുള്ള കാളിയാണോ? സാധാരണ കാളിക്ക് 5 വയസ്സാ. എല്ലാ കാളിക്കും 5 വയസ്സാണ് സാധാരണ ബേസ് റൂൾ അതാണ്. പക്ഷെ എല്ലാ കാളിയും അങ്ങനെ ആവണമെന്നില്ല. ചില കാളികൾ യൗവന യുക്തകളായിരിക്കും, ചില കാളികൾ ഈ മിഡിൽ ഏജ് എത്തിയിട്ടുണ്ടാവും, 40 വയസ്സ് 45 വയസ്സ്, ചിലവർ തറവാട്ടിലമ്മമാരെമാരി ഒരു 70 വയസ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലവർ പടുവൃദ്ധകളായിരിക്കും, അസ്ഥിമരി ഉണ്ടാവും. ധൂമാവതിയൊക്കെ പോലുള്ള ദേവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കഴുതപ്പുറത്ത് മൊറവും ചൂലും പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ദേവിയാണ് ദശമഹാവിദ്യയിലെ ധൂമാവതി. അസ്ഥി പോലെയാണ്, ഒട്ടി കണ്ണു കുഴിഞ്ഞ് വിധവയാണ്, വിധവാഭാവത്തിലുള്ള കാളികളുണ്ട്. ഇതിലേത് കാളിയാണ് ഇരിക്കണത് ഇത് നമുക്കറിയില്ല. പിന്നെ ഇതേപോലെ തന്നെ ദേവതകൾ, കാളിയുടെ എന്നല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് ശിവൻ തന്നെ എത്ര ശിവൻ, നാരായണൻ തന്നെ എത്ര നാരായണൻ, കൃഷ്ണൻ എത്ര കൃഷ്ണൻ, എത്രയെത്ര സർപ്പങ്ങൾ, എത്രയെത്ര അയ്യപ്പൻ, എത്രയെത്ര ശാസ്താവും അയ്യപ്പനും ഒന്നാണെന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന്. ഒന്ന് ദേവനും മറ്റൊന്ന് മനുഷ്യൻ സിദ്ധാവസ്ഥ എത്തി ഭഗവാനിൽ ലയിച്ചതുമാണ്. വസ്ത്രം പോലും വ്യത്യാസമാണ്. അയ്യപ്പന് കറുപ്പാ, ശാസ്താവിന് നീലയാണ്. മകുടം സ്വർണ്ണമാണ് ശാസ്താവിന്, ലൗകികനാണ്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. സ്വാമി ബ്രഹ്മചാരിയാണ്, ജടാമകുടമാണ്, കിരീടമില്ല. അനവധിയുണ്ട്. എൻ്റെ ശാസ്താവും അയ്യപ്പനും എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാഷണമൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്, ഡൽഹിയിലൊക്കെ നടന്നൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, കേട്ടാ ഈ അകത്തേത്രയും നടന്നിട്ടുണ്ട്. ശാസ്താവിൽ തന്നെ അയ്യപ്പനിൽ തന്നെ ഒരു 100 വ്യത്യാസം. രേവന്തൻ എന്ന് പറഞ്ഞ വെറും 17 വയസ്സുള്ള കുട്ടിയുണ്ട്, കുതിരപ്പുറത്ത് വരണത്, പുത്രദായകനാണ്, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കുതിരാനിലിരിക്കുന്ന ആളാ. ആ ആളല്ല ശബരിമലയിൽ, ആ ആളല്ല വലിയമ്പലത്തിൽ എരുമേലിയിൽ ഇരിക്കണത്, ആ ആളല്ല ചെറിയമ്പലത്തിൽ എരുമേലിയിൽ ഇരിക്കണത്, ആ ആളല്ല ചമ്രവട്ടത്തിരിക്കണത്, ആ ആളല്ല ആറാട്ടുപുഴ ഇരിക്കണത്, ആ ആളല്ല തിരുവള്ളക്കാവിൽ ഇരിക്കണത്.
എല്ലാവിടെയും ശബരിമല പടം കൊണ്ടേ വയ്ക്കും. ശബരിമല മാത്രമാണ്. ഇറ്റ്സ് എ യുണീക്ക് പ്ലേസ്. മദ്യപിക്കണ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കളമ്പാട്ട് കാണും, കാമുകിയുണ്ട്, അവളാണ് കള്ളൊഴിച്ചു കൊടുക്കുന്നത്, പാട്ടിലുള്ളതാ. പൊന്നിനങ്ക എന്ന് പറയും. അവൾ മദ്യക്കുടം ചുമന്ന് നിൽക്കുന്നത് വരയ്ക്കും. ഭഗവാൻ കുതിരയുടെ അവിടെ ഇങ്ങനെ ചാരി നിൽക്കുന്നത് അമ്പും വില്ലുമായിട്ട്, നല്ല മീശയായിട്ടുള്ള ചെറുപ്പക്കാരൻ സുന്ദരൻ അങ്ങനെ വരയ്ക്കുമ്പോൾ പൊന്നിനങ്കയുടെ അടുത്ത് എന്ന് നായാട്ട് കഴിഞ്ഞിട്ട് ചെന്നിട്ട് പറയും, ഞാൻ നായാട്ട് കഴിഞ്ഞ് വരികയാണ്, എനിക്ക് ദാഹിക്കണു, നീ ഇത്തിരി കള്ള് താ പറയും. അവൾ പറയും, കാര്യം നിങ്ങൾ എൻ്റെ സ്വന്തം ചങ്കൊക്കെയാണ്, എൻ്റെ ഹൃദയമാണ്, നിങ്ങൾ എൻ്റെ പൊന്നാണ്, തങ്കാണോ ഒക്കെ ശരിയാണ്, പക്ഷെ കാശ് തരാണ്ട സ്വാമി, ഞാൻ കള്ള് തരില്ല പറയും. അപ്പം പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നായാട്ടുകാരൻ, ഒന്നുമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പറയുമ്പോൾ സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് അസ്തമിക്കാൻ പോണ സൂര്യനെ എടുത്തിട്ട് പൊന്നാണയാക്കിയിട്ട് ഇന്നാ പിടിച്ചോ നിന്റെ പൈസ എന്ന് പറഞ്ഞു കൊടുക്കും. അവൾ അതിനെടുത്ത് നല്ല അലക്കിയ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് അവളുടെ പെട്ടിയുടെ ഉള്ളിൽ വെക്കും, മരപ്പെട്ടിയുടെ ഉള്ളിൽ. എന്നിട്ട് ഒരു കുടം കള്ളു കൊടുക്കും. സ്വാമി അത് മുഴുവൻ കുടിച്ച് സന്തോഷമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. രാവിലെ ആയപ്പോൾ സൂര്യനെ കാണാനില്ല. ദേവന്മാരൊക്കെ ഓടി വന്നിട്ട് പൊന്നിനങ്ക എടുത്തിട്ട് വന്ന് പറയും, സൂര്യനെ വിട് പറയും. അപ്പോൾ ഭഗവാനെ വിളിച്ച് എണീപ്പിച്ച് ഭഗവാൻ വീണ്ടും സൂര്യനെ മോചിപ്പിക്കണു. ഇതൊക്കെ നമ്മുടെ പാട്ടുകളിൽ, അമ്പലങ്ങളിൽ കളം വരച്ച്, ഈ വള്ളുവനാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം. ആ വാഴയങ്കടിയും ആനമങ്ങാടും പെരുന്തൽമണ്ണ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കളം വരച്ചുള്ള പാട്ടിൽ നിങ്ങൾക്ക് ഈ പാട്ടൊക്കെ കേൾക്കാം. ഇത് ശരത് ഹരിദാസന്റെ ഇമാജിനേഷനൊന്നുമല്ല. സ്വാമിക്ക് വെളിച്ചപ്പാടുണ്ട്. ശബരിമലയിലും വെളിച്ചപ്പാടുണ്ടായിരുന്നു. ശബരിമലയിലെ വെളിച്ചപ്പാടിനെ വെട്ടിക്കൊന്നതാണ്. ഇതൊക്കെ എനിക്ക് മുമ്പ് പല പ്രഭാഷണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തലനാനി എന്ന് പറഞ്ഞ വെളിച്ചപ്പാടിനെ വെട്ടിക്കൊന്നതാണ്. അങ്ങനെയാണ് ശബരിമലയിൽ വെളിച്ചപ്പാടിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് ശബരിമല പിടിച്ചെടുക്കുന്നത്. യദ്ബിംബം യേന ശാസ്ത്രേണ സമാരബ്ധം പുരാദ്വിജ പ്രാസാദം വാ തതസ്തേന ശാസ്ത്രേണൈവ സമർച്ചയേ തച്ഛാസ്ത്രമന്തരേണൈവ യോ യജേദന്യവർത്മന രാജ്ഞോ രാഷ്ട്രസ്യ കർത്തുശ്ച നാശം കർത്തുമിച്ഛതി ന കദാചിദഭിപ്രാജ്ഞ പ്രഗുര്യാത് ശാസ്ത്രസങ്കരം ശാസ്ത്രസങ്കര ദോഷേണ മഹാൻ ദോഷോ ഭവേദ്ധ്രുവം. ഏത് ബിംബമാണോ, ഏത് ശാസ്ത്രം കൊണ്ടാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത്, അത് ഈവൻ ശ്രീകോവിൽ പോലും ആയിക്കോട്ടെ, അതേ അറിവ് കൊണ്ട്, അതേ ശാസ്ത്രം കൊണ്ട് അതിനെ ആവുന്ന പോലെ നല്ല രീതിയിൽ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതായത് ഒരു കുഞ്ഞ് ശ്രീകോവിലായിരുന്നു അമ്മ എന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചു കളഞ്ഞ് ഒരു വമ്പൻ അമ്പലം ഉണ്ടാക്കരുത്. അതിൻ്റെ ശരീരം അതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ കരുതുന്ന പോലെ വിഗ്രഹം ശരീരമല്ല, വിഗ്രഹം ആത്മാവാണ്. ശിരസ് ശ്രീകോവിലാണ്, ക്ഷേത്രം മുഴുവൻ ശരീരമാണ് കേരളതന്ത്ര പ്രകാരം തന്നെ. ആ ആശയം വരുന്നത് ഭാരതീയമായിട്ടുള്ള വിശാലമായിട്ടുള്ള ക്ഷേത്രതന്ത്രത്തിൻ്റെ തന്നെയാണ് രവിനാരായണ നമ്പൂരിപ്പാട് കടമെടുത്തിരിക്കുന്നത്. ആ ആശയങ്ങളെ ഇന്നലെ ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് ദീപാരാധനയും പള്ളിവേട്ടയും. നമ്മുടെ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം അത് തമിഴ് ആഗമങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നാണ്. അതുവരെ ദീപാരാധനയും പള്ളിവേട്ടയും കേരളത്തിലെ ക്ഷേത്രങ്ങളിലില്ല. അദ്ദേഹത്തിന് അത് ആകർഷകമായിട്ട് തോന്നി. ഗ്രാമരക്ഷണത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയണ ഒരു കാര്യമാണ്. ഗ്രാമത്തിനെയും ദേശത്തിനെയും രക്ഷിക്കാൻ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലാണ് പള്ളിവേട്ട. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു? അകത്ത് തളച്ചിട്ടിരിക്കുകയാണ്. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പുറത്തിറക്കണം. പണ്ട് കാവായിരുന്നപ്പോൾ ആ പ്രശ്നമില്ല. ഈ രക്ഷ എപ്പോൾ വേണമെങ്കിലും നടക്കും. മക്കൾ വിളിക്കാണ്ട് തന്നെ നടക്കും. അമ്മ അറിഞ്ഞു ചെയ്യും. അതിനു വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒരു അമ്പും ബില്ലും എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ അല്ലാണ്ടാക്കിയതുകൊണ്ട് അതിനു വേണ്ടി ഒരു ദിവസം വെച്ചു കൊടുത്തു. ഇതാണ് നടന്നത്. അപ്പം ഏത് ബിംബമാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെ വെക്കണം. അതിൻ്റെ ദ്രവ്യം മാറ്റരുത്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുകൊണ്ട് വെക്കണം. ഏതൊരുത്തനാണോ അതിന് വിപരീതമായിട്ട് വേറൊരു ശാസ്ത്രം കൊണ്ട് യജിക്കണത്, അതായത് ഹോമം ചെയ്യുക, പൂജിക്കുക തുടങ്ങിയ ചെയ്താൽ ആ വ്യക്തി രാജാവിനും രാഷ്ട്രത്തിനും അതുപോലെ ചെയ്യണം. എല്ലാവരും അങ്ങോട്ട് നോക്കേണ്ട അടുത്ത തലമുറയുടെ അവസ്ഥയാണത്. കണ്ടോളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ശാസ്ത്രസങ്കര വിധാനത്തിൽ പ്രയോഗം പാടില്ല. ശാസ്ത്രത്തിൽ സങ്കരം എന്ന് വന്നാൽ, കലർപ്പ് വന്നാൽ, രണ്ട് വ്യത്യസ്ത സമ്പ്രദായങ്ങളെ യോജിപ്പിച്ചാൽ, കാവിൻ്റെ സിസ്റ്റം ഉണ്ട്, ഇതുണ്ട്, ഹൈബ്രിഡ് ഉണ്ടാക്കിയാൽ അത് മഹത്തായ ദോഷത്തിലെത്തും. ഭഗവാൻ തന്നെ വീണ്ടും പറയണു, പ്രാസാദശ്ചത്തദാബിംബോ ഏന ശാസ്ത്രേണ നിർമ്മിതോ എന്ന് പറഞ്ഞ ശ്ലോകം വലിയ ശ്ലോകമാണ്. അതിൽ പറഞ്ഞ പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ, അതുണ്ടാക്കുന്നതും അതിൻ്റെ ബിംബവും ഏത് അളവും കണക്കിനും അനുസരിച്ചിട്ട്. പണ്ട് കാരണവന്മാരുണ്ടാക്കിയ അളവൊക്കെ തെറ്റ്, ഞങ്ങളുടെ ശില്പികൾ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊളിച്ചു കളയും. ഇനി പ്രാസാദമേ ഉണ്ടാവില്ല, ആ പറമ്പായിരിക്കും. അതാണ് അതിൻ്റെ കണക്ക്. കാവിനൊരു അതിർത്തി ഉണ്ടെങ്കിലും ചൈതന്യം ഒഴുകിക്കിടക്കുന്ന ദേശത്ത് മതിൽ കെട്ടി വെക്കണോട് കൂടിയിട്ടും കൊടിമരം വെക്കും, കല്ലും വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഈ ചുറ്റുവട്ടം വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് വിളിക്കും, അമ്മ ഇവിടെ ഇരുന്ന് കരയും, എൻ്റെ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് അവിടെ ഇരുന്ന് അതിന് കരയാന്നല്ലാണ്ട്
അതിന് പണ്ടത്തെ മാതിരി ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല. ഇതൊന്നും ഒരുത്തനും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് പറയുക, അന്ന് നിർമ്മിച്ച അതേ നിത്യാദികളെ വെച്ച് മാത്രമേ അന്ന് നിശ്ചയിച്ച, ഇന്നിപ്പോൾ നമ്മൾ ദേവന്മാരെയൊക്കെ വിളിച്ചിട്ട് ചില നിശ്ചയങ്ങളൊക്കെ പറയും. കേരളീയ തന്ത്രത്തിലുണ്ട്. അത് തന്ത്രി പുറത്തിറങ്ങി എന്നിട്ട് ഉറക്ക ചെല്ലും. അതിന് മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദേവന്മാരെയും ആഹ്വാനം ചെയ്തിട്ട്, ഭഗവാന്റെ പരിവാരങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്തിട്ട് നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുമതി ചോദിക്കും. അത് കഴിഞ്ഞാൽ ദേശത്തെ കാരണവന്മാരുടെ അനുമതി ചോദിക്കും. അതൊക്കെ ഇപ്പോഴും ചെയ്യും. കലശമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതെ പൊതുജനങ്ങളുടെ മഹാസഭയിൽ ചോദിക്കും. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അനുമതി ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി ചോദിക്കണു, പേരിനെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊള്ളണം. ഇന്ന ആളെ കല്യാണം കഴിക്കാൻ മനസ്സമ്മതം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി പറയാൻ പറ്റില്ല നമുക്കിന്ന്. അത് പറയാൻ ധൈര്യമുള്ളവന്മാരിനി ഉണ്ടാവണം. തലയാട്ടിൽ മാത്രം ആവരുത്. ഇത് ചെയ്തിട്ടാണോ അത് ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാൽ ബേസ് നോളജ് ഇല്ലാണ്ടായി പോയി. പിന്നെ എങ്ങനെ ചോദ്യം ചെയ്യും? വെറുതെ പോയിട്ട് തിണ്ണമെടുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വാക്ക് തർക്കം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതല്ല ഇവിടെ പറഞ്ഞത്. ശാന്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കണം. അത് ചോദിക്കാൻ എന്നുള്ള ഫണ്ടമെന്റൽസ് അറിയുന്നവരില്ല. അപ്പൊ അന്നത്തെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഇന്നും പൂജിക്കാൻ പാടുള്ളൂ. ആയുർവേദത്തിൽ പറയണ പഞ്ചസാര നമ്മുടെ ഇന്നത്തെ പഞ്ചസാര അല്ല, ഇന്നത്തെ വിഷമാണ്. അതിട്ടിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കണം. ആയുർവേദം പറഞ്ഞ പഞ്ചസാരയാണ് നേദ്യങ്ങളിൽ പഴയകാലത്ത് ആചാര്യന്മാരെ പറഞ്ഞിട്ടുള്ള പഞ്ചസാര. അത് 5 മധുരമുള്ള പദാർത്ഥങ്ങളുടെ, പ്രകൃതിയുള്ള പദാർത്ഥങ്ങളുടെ സാരം എടുത്തിട്ടുണ്ടാക്കുന്നതാണത്. പിന്നെ അന്യമാർഗങ്ങളെ കൊണ്ട് ഒരുത്തനെ കൊണ്ട് പൂജിപ്പിക്കരുത്. അവൻ വേറൊരു ദേവനെ പൂജിച്ചിട്ടുള്ള സിസ്റ്റത്തിൽ വരണവനാണെങ്കിൽ അവനെ കൊണ്ട് ഇവിടെ കൊണ്ടൊന്ന് പൂജിപ്പിക്കരുത്. അത് ഇവിടെ കലർപ്പുണ്ടാക്കും. അതേപോലെ തന്നെ പൂജിപ്പിക്കണതും അത് ചെയ്യിപ്പിക്കണ ആള് ഇവൻ പൂജിച്ചാൽ മതി എന്നിപ്പോ ഒരു ഭരണാധികാരിയോ ഒരു കമ്മിറ്റിയോ തീരുമാനിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കലുഷാത്മാക്കളായി പോകുന്നു. ഗതി കിട്ടില്ല. മരണശേഷം രണ്ടുപേർക്കും കിട്ടില്ല എന്നോ. അതേപോലെ തന്നെ രാജാവിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഗുരുവിൻ്റെയും അതേമാതിരി തന്നെ കുലത്തിന് മുഴുവൻ ദുഃഖം ഉണ്ടാക്കി വയ്ക്കും. വ്യാധികൾ വരും, ധനനഷ്ടം സംഭവിക്കും, ആലയം നശിക്കും, കടങ്ങൾ പെരുകും. ഇതൊക്കെ വരും എന്ന് പറഞ്ഞു. കാലോത്തരാഗമെന്ന് പറഞ്ഞിട്ടൊരു മഹാഗ്രന്ഥമുണ്ട്. വൈദികൈ താന്ത്രികൈർവാവി ശ്രൗതൈർവാ വിദ്യുജോത്തമ സ്വയവ്യക്തേതു ഭവനെ മിത്രൈർവാ ദേവമർച്ചയെ തൃഷ്യാദിപൂജിതേ സ്ഥാനേ പാരമ്പര്യക്രമം വിന വിശേഷനാചരേത് കിഞ്ചിത് രാജരാഷ്ട്ര സമൃദ്ധയെ. ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വൈദികമായിട്ടും താന്ത്രികമായിട്ടും ശ്രൗതമായിട്ടും, അല്ലെങ്കിൽ ശ്രൗതച്ച ശ്രുതികൾ, വൈദികം വേദം അനുസരിച്ച്, താന്ത്രികം തന്ത്രത്തിൻ്റെ മാർഗത്തിൽ. ഇതൊക്കെ വ്യത്യാസമുള്ള വഴികളാണ്. ഇതെല്ലാം കൂടെ അവിയലാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണ് കേരളതന്ത്രം. സ്വയം അവനവൻ പൂജിക്കുക, അല്ലെങ്കിൽ അവനവന് പറ്റില്ലെങ്കിൽ അവനവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട്, വിശ്വസിക്കാവുന്നവരെ കൊണ്ട് ദേവനെ പൂജിക്കാം. ഈ മാർഗത്തിലുള്ളവനാവണമെന്നേ ഉള്ളൂ. നമ്മൾ പകരക്കാരനെ വിടില്ലേ. ആ പകരക്കാരനെ വിടുന്നത് വിശ്വാസമുള്ളവൻ മിത്രമായിരിക്കണം എന്ന് നിർബന്ധമാണ്. അല്ലാത്തവനെ വിടരുത്. കാരണം നമ്മൾ നമ്മുടെ ചൈതന്യത്തിനെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കണത്. കുറച്ചു നേരത്തേക്ക് ആ അവധാനത കാണിക്കണം എന്നാ പറയണത്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കണം. ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് 150 ക്ഷേത്രത്തിൽ തന്ത്രമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ പോയിട്ട് പൂജ കഴിക്കട്ടെ, എൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞൊരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നില്ല, സമ്മതിക്കില്ല. ഋഷികൾ പൂജിച്ചിട്ടുള്ള സ്ഥലത്ത് പാരമ്പര്യക്രമത്തിലല്ലാണ്ട് വേറൊരു തരത്തിലും ആചരിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വ്യാഘ്രവാദനെ പോലെ മഹർഷി സ്ഥാപിച്ചാണ് വൈക്കം, ഏറ്റുമാനൂര്, കടുത്തുരുത്തി. എങ്ങനെ തന്ത്രസമുച്ചയം വയ്ക്കും അവിടെ? എങ്ങനെ വയ്ക്കും? വില്ലുമംഗലം ആരാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വായു ഗുരു ദേവപ്രതിഷ്ഠിതം എന്ന് പറഞ്ഞു ഗുരുവായൂർ, എങ്ങനെ അവിടുത്തെ ക്രമം മാറ്റിയിട്ടുണ്ടാവും? എന്തടിസ്ഥാനത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ക്രമം മാറ്റി? 15-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഗുരുവായൂരപ്പൻ്റെ ക്രമം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് രാജാവിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇനി വൈദികാണെങ്കിലും താന്ത്രികാണെങ്കിലും ശ്രൗതാണെങ്കിലും എന്ത് സിദ്ധാന്തം പറഞ്ഞു വന്നാലും ഋഷിമാർ നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ മാറ്റരുത് എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേവി ആവാഹിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും, വിസർജിക്കാച്ചാൽ പറഞ്ഞയക്കുക, പറഞ്ഞ് ഉദ്വസിക്കുന്ന സമയത്തും കാളിയാണെങ്കിൽ കാളിയെ അസഭ്യവാക്കുകൾ കൊണ്ട് പ്രസാദിപ്പെടുത്തണമെന്ന് മഹാദേവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനും പ്രമാണ ശ്ലോകം ഉണ്ടാവും. ഞാനിപ്പോൾ വായിക്കുന്നില്ല. അതിലെന്താ വെച്ചാൽ അതിലെ വാക്കുകളൊക്കെ ഒരു പൊതുസഭയിൽ നമുക്ക് പറയാൻ പാടില്ല. അത് മാന്യതയല്ല, അതുകൊണ്ടാണ്. പക്ഷെ പ്രമാണമാണ്, മഹാദേവന്റെ വാക്കുകളാണ്. അപ്പോഴവൾ സന്തോഷിക്കുന്ന പറയണം. അതുകൊണ്ടാണ് ഭരണിയുടെ
പാട്ടുകൾ വരെ ഉണ്ടാവാൻ കാരണം അതും ഞാൻ ഇന്നലെ പറഞ്ഞു, മുതിർന്നവരെ അത് പറയാവൂ, ചെറുപ്പക്കാരത് പറയരുത്. ഇതൊക്കെ വളരെ വിസ്തരിച്ചുണ്ട്. ഇനി പൂജാവിധാനത്തിലാണെങ്കിൽ സാത്വികേനതു പൂജാദ്യം വർത്തതേ എത്ര ജാന്യുഹം തത്ര രാജസമാർഗേണ ന കുര്യാത് പൂജനാധികം എന്ന് പറഞ്ഞിട്ട് വിസ്തരിച്ചിട്ട് വലിയൊരു ശ്ലോകമുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം ഞാൻ പറയാം. സാത്വികമായിട്ടുള്ള പൂജ ദിവസവും നടത്തുന്ന സ്ഥലത്ത് രാജസമാർഗം പൂജിക്കാൻ ഉപയോഗിക്കരുത്. എവിടെയാണോ രാജസമാർഗം ആചരിക്കുന്നത്, അതായത് പൂജ, ഹോമം, അങ്ങനത്തെയൊക്കെ വളരെയധികം വിസ്തരിച്ചിട്ടുള്ള, സാത്വികമായിട്ട് പറഞ്ഞാൽ കൂടുതൽ ധ്യാനം, മിതമായ ജപം, വെളുത്ത പുഷ്പങ്ങൾ, പട്ടൊന്നും അധികം കളറുള്ള പട്ടൊന്നും ഉപയോഗിക്കില്ല, ചെണ്ട കൊട്ട് ബഹളമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം എന്താ എല്ലാ സ്ഥലത്തും ചെണ്ട കൊട്ട. ഞാൻ പറഞ്ഞില്ല, ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോണ്ട് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോണ്ട് കുറച്ച് ചേച്ചിമാരുടെ ഡ്രസ്സൊക്കെ കെട്ടി വരും. ഞാൻ ഇതെന്താ? കൈകൊട്ടിക്കളിയാണ്, തിരുവാതിരക്കളി. അതൊരു കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹർഷീശ്വരന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട്, സ്വന്തം വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട്, വീട് ക്ഷേത്രമായി മാറി അമ്പല. അവിടെ കൈകൊട്ടിക്കളി. ഇരിക്കണമാരാ? ദക്ഷിണാമൂർത്തി. ശിവൻ വെറും ശിവൻ പോലല്ല. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശാന്തരിൽ ശാന്തനാണ്, നിശബ്ദതയാണ്, മൗനത്തിലിരുന്ന് ഉപദേശിക്കുന്ന ആളാണ്. അവിടെയാണ് ഈ ബഹളം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്കിന്ന് ക്ഷേത്രം. നമ്മൾ പാർട്ടി നടത്തുക. ബേസിക്കലി ഗാനമേള പാർട്ടി, കൈകൊട്ടിക്കളി പാർട്ടി, നൃത്തം, കലാപരിപാടികൾ പാർട്ടി, ആ പാർട്ടി, ഈ പാർട്ടി, ഇതൊക്കെയാണ് നടത്തുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശിവക്ഷേത്രത്തിൽ ഭഗവാന് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ദക്ഷയാഗം കഥകളി നടത്തരുതെന്ന്. ഭഗവാന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കുക. മനുഷ്യനാണ് വികാരങ്ങൾ മറക്കാൻ പറ്റുള്ളൂ, ഭഗവാന് സാധിക്കില്ല. സതി പോയ വേദന ഇന്നും അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ അകത്തുണ്ട്. അത് അദ്ദേഹം അമ്മയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയോട് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രമാണ ശ്ലോകങ്ങളുണ്ട്. അപ്പൊ ഭഗവാനെ വിഷമിപ്പിക്കാനാണോ നമ്മൾ നടത്തേണ്ടത്? ഇങ്ങനെ വകതിരിവില്ലാണ്ട് ഉള്ള ഒരു ക്ഷേത്ര സംസ്കൃതിയിലേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 5-6 നൂറ്റാണ്ടായിട്ട് നമ്മൾ പോയി കഴിഞ്ഞു. ഇവിടെ പറയാ, സാത്വികമായിട്ട് പൂജ നടത്തുന്ന സ്ഥലത്ത് അങ്ങനെ പാടുള്ളൂ, രാജസായിട്ട് അങ്ങനെ. ഇനി താമസമാണെങ്കിലോ, മദ്യമാംസം വെച്ചിട്ടാണെങ്കിലോ അങ്ങനെ തന്നെ പാടുള്ളൂ. അതിൻ്റെ കാരണം ആ ദേവതയ്ക്കല്ല. ഇപ്പം ഞാൻ പലപ്പോഴും ഇത് പറയുമ്പോൾ പലരും പേർക്ക്, ശരത്തേട്ടൻ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ട്, ശരത്തേട്ടൻ എന്തിനിങ്ങനെ അമ്മയ്ക്ക് കള്ളു കൊടുക്കണം, മാംസം കൊടുക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്കും കള്ളു കൊടുക്കണ്ട, മാംസം കൊടുക്കണ്ട, എനിക്ക് നിർബന്ധമില്ല. ഇതിലെ പണി ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം വെച്ച കാരണവരുണ്ടാവും, അല്ലെങ്കിൽ ആചാര്യൻ. ആ വ്യക്തിയുടെ പ്രേതകല നിൽക്കുന്നുണ്ടാവും. ആ പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ദുരർത്ഥത്തിലല്ല, ആത്മാവിൻ്റെ ഒരു കലയാണ് പ്രേതകല. അതിൻ്റെ ഒപ്പം അദ്ദേഹം ജപിച്ച മന്ത്രത്തിൻ്റെ ദേവിയുടെ കലയും കൂടെ നിൽക്കും. ഇത് ചേർന്നിട്ടാണ് നിൽക്കുക. ഈ ആളുണ്ടാവും ആ അമ്പലത്തിൽ. ഇത് നമ്മുടെ വീടുകളിൽ കാരണവരെ പറഞ്ഞിട്ട് വേറെ വെച്ചിട്ടുണ്ടാവും. അമ്പലങ്ങളിൽ ചിലപ്പോൾ ഒരു മുത്തപ്പൻ, അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരെ നഷ്ടപ്പെട്ടേ പോയിട്ടുണ്ടാവും, കാവൊക്കെ ഇടിച്ചു പൊളിച്ച്. പക്ഷെ അവർ പോയിട്ടുണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് എന്താ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇത് തരാ പറഞ്ഞ് സത്യം ചെയ്ത് ഞാൻ വരുത്തി ഇരുത്തിയവളുടെ നേദ്യം മാറ്റാൻ ഇവനൊക്കെ എന്താ അധികാരം പറഞ്ഞിട്ട് അവരിറങ്ങി പണിയെടുക്കും. അവർ കയറി അടിക്കണതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അമ്മയെക്കാട്ടിലും കൂടുതൽ പേടിക്കേണ്ടത് അമ്മയുടെ പാർഷദന്മാരെയോ കാരണന്മാരെയാണ്. മാങ്ങോട്ടുകാവ് ചെല്ലുമ്പോൾ നമ്മൾ അത്തിപ്പറ്റ മാങ്ങോട്ടുകാവിൽ അമ്മയല്ല, അമ്മ ക്ഷമിച്ചാലും മൂക്കഞ്ചാത്ത ക്ഷമിക്കില്ല. കാരണം അമ്മയുടെ കുട്ടിയത്. എൻ്റെ അമ്മ പറയേ, എൻ്റെ അമ്മയുടെ ഭക്ഷണം ഇല്ലാണ്ടാക്കുന്ന ചിന്തിക്കുന്നത്. അതാ സ്നേഹമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഉപാസനയിൽ ഉയരണം. അപ്പോഴാണ് ഉള്ളിൽ രോഷം വരിക. നമ്മുടേതല്ലാത്ത, അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലാത്ത, അവനവൻ്റെ ഈഗോയിൽ തട്ടാത്ത, അവനവനെ ബാധിക്കാത്ത വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കും. പക്ഷെ ആ ശത്രുക്കളൊക്കെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനും വഴി ഞാൻ പറഞ്ഞുതരാം. ഒക്കെ കാളിക്കെടുത്ത് കൊടുക്കുക. ആ ശത്രുക്കളൊക്കെ കാളിയുടെ ഭക്ഷണമാണ്, അത് അവൾക്കുള്ളതാണ്. ഈ രീതിയിലുള്ളൊരു ധർമ്മം ഇല്ലെങ്കിൽ നമ്മുടെ സാത്വിക മൂർത്തികളുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവും. അവരെ രക്ഷിക്കണമെങ്കിൽ വീരഭക്തി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇനിയുള്ള കാലത്ത് കുഞ്ഞുങ്ങളിൽ വലിയ കഷ്ടമാണ്. അപ്പം അവർ ആത്മഹത്യയില്ല, അവർക്ക് കൺഫ്യൂഷൻ വരില്ല. വീരഭക്തിയുടെ ആവശ്യകത വളരെയധികം വരികയാണ്. അതുകൊണ്ട് ന കുര്യാത് ശാസ്ത്ര സാങ്കര്യം ഹിതൈഷി ശാസ്ത്രകോവിത. അതുകൊണ്ട് ശാസ്ത്രത്തിനെ അറിയണവനും ലോകത്തിന് നന്മ വേണം എന്ന് ആഗ്രഹിക്കണവനും ഒരു കാരണവശാലും ശാസ്ത്രങ്ങളെ കൂട്ടിക്കുഴയ്ക്കരുത്. മാരിയമ്മയ്ക്ക് ഭദ്രകാളുടെ എന്താ പറയുക സമ്പ്രദായം വെച്ച് കലശം നടത്തരുത്. അത് തമിഴ് സമ്പ്രദായമാണ്, ആ രീതി വേറെയാണ്. അവിടെ അങ്ങനെ പാടുള്ളൂ, മാറ്റരുത്. ഇനി പറയണു ക്ഷേത്രം, കോട്ടം, കാവ്, അതുമാതിരി വീട്ടിലിരുന്നിട്ട് അവനവൻ കാര്യസാധ്യത്തിന് ചെയ്യണ സേവ വരെയുള്ള അനവധി പദ്ധതികളുള്ള പലതരത്തിലുള്ള ആചാര വിചാരങ്ങളുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ എങ്ങനെ കാണണം എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണം. പഞ്ചപ്രാകാരം കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ, 5 പ്രാകാരങ്ങളോട് കൂടിയിട്ട് കെട്ടണം ക്ഷേത്രത്തിൽ,
ആർക്കും കാണാൻ പറ്റാത്ത ശിവനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് ഒരു ലിംഗം പ്രതിഷ്ഠിക്കണം. നമ്മൾ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് അതിന് പത്മപാദകം, തറ, വേദികം, ഭിത്തിക്കാല്, പഞ്ചരം, ഘനദ്വാരം, തോരണക്കാല്, തോരണം, പീഠം, ഗർഭത്തറ, അത് ഗർഭഗൃഹത്തിൻ്റെ തറ, ഗർഭഗൃഹത്തിൻ്റെ ഭിത്തി, അതായത് ശ്രീകോവിലിൻ്റെ ഭിത്തി, ത്വരവ്, വാരത്വരം, കഴുക്കോല്, കൂടം, അവസാന പലക, താഴികക്കുടം, കല്ലുത്തരം, വളര്, കബോധങ്ങൾ, സോപാനം, ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ടുള്ള പദ്ധതി തന്ത്രസമുച്ചയത്തിലുണ്ട്. ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെയും പണിതിട്ടുണ്ടാവുക. പക്ഷേ ഇതിനൊക്കെ വെക്കേണ്ട, അവിടെ ഇരിക്കേണ്ട ആൾ ഇതിന് പറ്റിയ ആളല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ശാസ്ത്രമാണ്, കുഴപ്പമില്ല. നമ്മൾ പറയും മക്കള് അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ, അല്ലെങ്കിൽ അമ്മ മാത്രമായിരിക്കും, അച്ഛൻ മാത്രമായിരിക്കും. മക്കള് ഗൾഫിലാ അല്ലെങ്കിൽ അമേരിക്കയിലാ, അച്ഛനും അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു വമ്പം ബംഗ്ലാവ് പണിത് വയ്ക്കും, 50 മുറി. ഇവരാണെങ്കിൽ ആ ഒരു ഡ്രോയിങ് റൂമിൻ്റെ ഒരു അറ്റത്ത് കിടന്നിട്ടായിരിക്കും ഇവർ തിരിയണം. അവർ പറയും എന്തിനാ ഇതൊക്കെ എനിക്ക്? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ കിടപ്പിലായപ്പോൾ, മോനെ ഒരു വാതിലടയ്ക്കാൻ പറ്റുന്ന വല്ലോടേക്ക് എന്നെ കൊണ്ടുപോകുമോ, എനിക്ക് മോട്ടോർ ഓഫ് ആക്കാനും എനിക്ക് ജനലടയ്ക്കാനും വയ്യ പറഞ്ഞു. അമ്മ ഫ്ലാറ്റിലേക്ക് മാറി, കൽപ്പാത്തിക്ക്. മനുഷ്യൻ അവനവൻ്റെ അഭിരുചികൾക്കനുസരിച്ചിട്ടാ. അമ്മ പറയണേ എനിക്ക് കാറ്റും വെളിച്ചവും കൊണ്ട്, മഴയൊക്കെ കൊണ്ട് എൻ്റെ ഈ പുഴുക്കളെയും ഈ പാമ്പുകളെയും ഈ പക്ഷികളുടെയും ഈ മൃഗങ്ങളുടെയും പൂച്ചകളുടെയും നിങ്ങളുടെയും ഒക്കെ ഇടയിൽ എനിക്ക് ഇരുന്നാൽ മതി. പറയാൻ പറ്റില്ല, നീ ഇവിടെ താമസിച്ചാൽ മതി, നിന്നെ ഞങ്ങൾ അങ്ങനെ വിടില്ല എന്നും പറഞ്ഞിട്ട് കൊണ്ടേ ഇരുത്തും. എന്നിട്ട് പറയും കാറ്റും വെയിലും കടത്താനോട്ട് വെറുതെ ഒരു ദ്വാരം മാത്രം വയ്ക്കുക. അമ്മ പാവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ വെളിച്ചം ഇവിടുന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. ഞാൻ ഇന്നാളൊരു കാവിൽ പോയി, അതിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുമുണ്ട് അവിടെ. ഞാൻ ഇത്തവണ ചെന്നപ്പോൾ അമ്മയെ കാണില്ല. ഞാൻ നോക്കിയപ്പോൾ അമ്മ മേപ്പെട്ട് നോക്കിയിട്ടിരിക്കും. അവിടെ ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൽ നോക്കിയിരിക്കുകയാണ്. പേരിന് വെയിൽ കൊള്ളാൻ, പേരിന് മഴ പെയ്യാൻ, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കും. അതുകൊണ്ട് ദേവചൈതന്യങ്ങൾ ഇതിനൊക്കെ നേരെ വിപരീതമാണ് പലപ്പോഴും. അതിനെ പൂർണ്ണമായിട്ടും പിടിച്ചിട്ട് എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കണേനെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ടെംപ്ലേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യണത് കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കണ പരിപാടിയാണ്. ആ ദേവതയ്ക്ക് ഫിറ്റായിട്ടുള്ള കാര്യമല്ല ചെയ്തു കൊടുക്കണം. നമ്മളൊരു ഇറുകിപ്പിടിച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പാകാവാത്ത അതേ അവസ്ഥയിലേക്ക് ദേവിയെ എത്തിക്കുകയാണ്, അല്ലെങ്കിൽ ആ ദേവനെ എത്തിക്കുകയാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ കലർപ്പ് അവിടെ വരണു. ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പൂർവികർ, കാരണവന്മാരും ആചാര്യന്മാരും സൃഷ്ടിച്ചു വെച്ചതിനെ വേറെ കംപ്ലീറ്റ് മാറ്റിയിട്ടുള്ളൊരു വിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണു. അങ്ങനെ കൊണ്ടുവരുന്ന ആ രീതിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നും നമുക്ക്. ഇതെന്താ ഇവർ കാണിച്ചു വെച്ചിരിക്കണമെന്ന് തോന്നും. ആൾക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശത്തൊരാളും മറ്റുള്ള ദേശക്കാരൊക്കെ കൂടെ കൈയോണ്ട് എടുത്തിട്ട് എൻ്റെ അമ്മയെ നിങ്ങൾ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചുമന്നു കൊണ്ടുവന്ന് വെക്കണേണ് അത്ര കോട്ടത്തിലെ പ്രതിഷ്ഠ. അപ്പൊ കണ്ണുകോട്ട പ്രതിഷ്ഠ എങ്ങനെയായിരിക്കും നടന്നുണ്ടാവുക? ദേശക്കാർ മുഴുവൻ ചുമന്നുകൊണ്ട് വന്നിട്ട് അമ്മ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരുത്താണ് കാവില്. കോട്ടപ്രതിഷ്ഠകൾക്കുള്ള പ്രമാണ ശ്ലോകം തന്നെയുണ്ട് അതിന്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോവാത്തത്. എങ്ങനെയാണ് കോട്ടത്തിൽ പ്രതിഷ്ഠിക്കാന്ന് അത് എവിടുന്നാ കേട്ടോ? ശ്ലോകമല്ല, ഭദ്രകാളിയുടെ തോറ്റത്തിലാ. അങ്ങനെ പ്രധാനപ്പെട്ടവനും ബാക്കി എല്ലാവരും കൂടെ ദേശക്കാർ ചുമന്നുകൊണ്ട് വന്ന് പിടിച്ചിരുത്തി അവളെ പെറ്റമ്മയെന്ന് പറഞ്ഞിട്ടാണ് തോറ്റത്തിൽ പാടുന്നത്. കോട്ടത്തിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുള്ളൂ. അങ്ങനെ ഇരുത്തിയവളായിരിക്കും ആദ്യം ഇവിടെ വന്നിരുന്നത്. എവിടെ നിന്ന്? നടുപ്പതി മന്ദം വിട്ടപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. നിങ്ങളുടെയൊക്കെ പൂർവികർ ആ വിധത്തിൽ കൊണ്ടുവന്നിരുത്തിയതായിരിക്കും. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് പല പല ലേഖനങ്ങളും പ്രസംഗങ്ങളൊക്കെ ഈ ആചാര്യവേഷമുള്ള പലരും ചെയ്തിട്ടുണ്ട്. അതിലെഴുതിയ ഒരാൾ എനിക്കിന്നും ഓർമ്മയുണ്ട്. അതിരാത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ശാലയിൽ ഭക്ഷണം തരികയാണ്. ഞാനും ക്യാമറമാനും ഒക്കെ ഇരിക്കുന്നുണ്ട് 2006. അദ്ദേഹം വലിയ കേരളത്തെ ആദരിക്കണ ആചാര്യനും ഹൈക്കോടതിയിലെ വക്കീലും ഒക്കെ ആയിരുന്നു. പുറത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഇതെന്താ ഇവിടെ പൂണില്ലാത്ത ചിലർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ എണീക്കാൻ പോയപ്പോൾ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു മഹാത്മാവായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഞാൻ ജ്യേഷ്ഠതുല്യനായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം അതിൽ പുരോഹിതം കൂടിയായിരുന്നു അതിരാത്രത്തിൽ. അദ്ദേഹം അവിടെ ഒരു തൂണിൻ്റെ അവിടെ അങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞു, ശരത്തെ 2 ഉറുപ്പിയുടെ ചിലവേ ഉള്ളൂ. ഞാൻ കൂടുതൽ വിസ്തരിക്കില്ല. അപ്പം അത് ഇട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊണ് കഴിക്കാമല്ലോ. ഇത്രയ്ക്കും, അതായത് ഒരു ഗായത്രി അന്വേഷിച്ച് നടന്ന കാലത്ത്, പക്ഷെ എന്നും എല്ലാറ്റിലും നല്ല വശങ്ങൾ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട്
അത്തരം ആ കേരളീയ ക്ഷേത്രതന്ത്രമാണെങ്കിലും അതിൻ്റെ നല്ല വശങ്ങൾ പറയേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയ്ക്ക് ഓപ്പണായിട്ട് ഇതിനെ വിമർശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിഷയം കാളിയാണ്, വെറും കാളി മാത്രമല്ല, കാളിയുടെ കാവാണ്. അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വാസ്തവത്തിൽ കഴിഞ്ഞു പോയൊരു കാലത്തിനെയും നഷ്ടപ്പെട്ടൊരു സിസ്റ്റത്തിനെയും കുറിച്ചിട്ടുള്ള ആർക്കും ഉപകാരമുണ്ടോ ഇല്ലയോ എന്നറിയാത്ത ഒരു 3 ദിവസത്തെ വർത്തമാനമായിട്ടാണ് എനിക്ക് ഇന്നിതിപ്പോൾ അവസാനിക്കണ സമയത്ത് തോന്നുന്നത്. അനവധി മഹാത്മാക്കൾ അനവധി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എന്താ പറയുക, വിസ്തരിക്കാനുള്ള സമയമില്ല എന്നുള്ളത് വളരെ സങ്കടമാണ് വാസ്തവത്തിൽ. കൊടിമരത്തിൻ്റെ തന്നെ വിഷയങ്ങളുണ്ട്. കൊടിമരം എന്തിനാ? നട്ടല്ലാണ് ഭഗവാന്റെ എന്ന് പറയും. അപ്പം ഇത്രയും 1000 കൊല്ലം നട്ടല്ലില്ലാണ്ടേ നമ്മുടെ അമ്മമാരും ഭഗവാന്മാരും ഇരുന്നത് കാവുകളിൽ. ഇപ്പം ഇവർ വെച്ച നട്ടല്ലോണ്ടാണോ നട്ടല്ലുണ്ടായത്? നിസ്സാര വസ്തുവിനെ കൊണ്ട് കൊടിമരം വെക്കരുതെന്ന് പറയുന്നു. അതൊരു പ്രമാണം തന്നെ അതിനെ പറയുന്നുണ്ട്. സ്തംഭയോഗാദികൾക്ക് മാനം കൊടുക്കും. അന്തസ്സാരോ ബഹിസ്സാരോ നിസ്സാര സ്ത്രീപിതസ്തരു ക്രമുകാദി ബഹിസ്സാരം പ്രശസ്തം വിദ്രുത്തം. ഇത് കൊടിമരത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞത്. അതിൽ പറഞ്ഞത് അന്തസ്സത്ത ഇല്ലാത്ത, ജീവസ്സില്ലാത്ത, സാരം ജീവസ്സില്ലാത്ത വസ്തുവാണ് നിസ്സാരം. നമ്മൾ വെറുതെ വാക്കിൽ പറയും നിസ്സാരം നിസ്സാരം എന്ന്. ശരിക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ അന്തസ്സത്ത ഇല്ലാത്ത, നമ്മളെപ്പോലെ സകലതും ഇത് ദേഹമാണ്, ഇത് വേറെ ആളാണ്, അത് വേറെ ആളാണ്, ഈശ്വരനെ ഒന്നിലും കാണാത്ത ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ നോക്കിയാൽ എല്ലാം നിസ്സാരാണ്. സാരമുണ്ടാവുക പ്രഹ്ലാദനെ മാതിരി തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് പറയുമ്പോൾ മാത്രമാണ്. ആ നിസ്സാര വസ്തുവായിട്ടുള്ള സാരമില്ലാത്തതിനെ ദോഷം എന്നാ തന്ത്രം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ജീവസ്സില്ലാത്ത വസ്തു ദേവദാരു വൃക്ഷമോ അതല്ലെങ്കിൽ ചന്ദനമാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സമ്പ്രദായത്തിൽ മാത്രമാണ് തേക്ക് വയ്ക്കുന്നത്. ഇപ്പം അതുമില്ല. സാരമേ ഇല്ലാത്ത ജീവസ്സില്ലാത്ത സിമെന്റ് ഇട്ടിട്ട് വാർത്തിട്ട് സ്വർണം പൊതിയണം. സിമെന്റ് ഇട്ട് വാർത്ത് സ്വർണം പൊതിയണം. കൊടിമരത്തിന്റെ അവസ്ഥ, ആ കൊടിമരമുള്ള അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നട്ടല് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നട്ടല് സിമെന്റ്, കോമ്പൗണ്ട് ഫ്രാക്ചർ വന്നിട്ട് കാലിൽ റോഡ് ഇട്ടവരോട് ചോദിച്ചാൽ അറിയും അത് ഇട്ട് നടക്കണതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ഇവിടെ നട്ടല് റോഡാ, സിമെന്റിന്റെ റോഡ്, പുറത്ത് സ്വർണം. ഇങ്ങനെ കൊടുത്തിട്ട് എന്തു സംഭവിക്കാനാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരോടുള്ളൊരു ചോദ്യം ഭൈരവസ്വാമി നിർമ്മലാനന്ദ സ്വാമി ഒക്കെ ചോദിച്ചിട്ട് ഇവിടെ ആരും അത് കേട്ടിട്ടില്ല. അപ്പോഴും പുതിയ പുതിയ പുനരുദ്ധാരണം പുനരുദ്ധാരണം പുനരുദ്ധാരണം. ഫണ്ടല്ലേ പുനരുദ്ധാരണം? ഇത് മുഴുവൻ കുടുംബത്താ വരിക. ഇത് മുഴുവൻ കുടുംബത്താ വരിക. ഒരു ധർമ്മത്തിൽ ആചരിച്ച് വരുന്ന, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ അനവധി ജാതിക്കാരുണ്ടായിരുന്നു. അവരാഗ്രഹിച്ച് അവരുടെ പ്രാണനിൽ നിന്ന് എടുത്ത് പ്രതിഷ്ഠിച്ച ഒരു കാളി. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മൺപാത്രം ഉണ്ടാക്കുന്നവരുടെ ഒരു കാളി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇറച്ചി വെട്ടുകാരുടെ ഒരു കാളി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള കാരണവർ അയാളുടെ മനസ്സിന്ന്, അയാളുടെ ആത്മാവ് എടുത്തിട്ട് എൻ്റെ അമ്മയെ നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ അയാളുടെ കലയോട് കൂടിയിട്ട് ആ ഇറച്ചി വെട്ടുകാരൻ്റെ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള കാളിയാണ് അവിടെ ഇരിക്കുന്നത്. മൺപാത്രം ഉണ്ടാക്കണവൻ്റെ കാളി മൺപാത്രം ഉണ്ടാക്കണവൻ്റെ കലയോട് കൂടിയിട്ടായിരിക്കണം. എഴുത്തുപള്ളിയിലെ കളരികളിൽ തന്നെ 2 തരം കളരിയുണ്ട്. എഴുത്തു കളരിയിൽ വിദ്യാഭ്യാസം കൊടുക്കണവിടെ സരസ്വതി കലയോട് കൂടിയിട്ടുള്ള കളിയായിരിക്കും. കുഴിക്കളരിയിൽ പയറ്റിൻ്റെ കളിയായിരിക്കും. ഇവിടെയൊക്കെ പോയിട്ട് ഈ ആചാര്യർ എന്ന് പറയുന്ന ആള് എന്ത് കല വെച്ചിട്ടാണ് പുനഃപ്രതിഷ്ഠ നടത്തുന്നത്? ഇതാര് പ്രതിഷ്ഠിച്ചു, എന്ത് ഭാവത്തിൽ പ്രതിഷ്ഠിച്ചു എന്ന് എങ്ങനെ ഇവർക്ക് അറിയും? ഏത് മന്ത്രം വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്? ഭാരതീയരായിട്ടുള്ള നമുക്ക് ഒരാൾക്ക് ഒരു നമ്പറിന് വരെ 8ഉം 10ഉം നമ്പറുള്ള ആൾക്കാരാണ് നമ്മൾ. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട് നമ്പർ. ദേവിക്ക് മാത്രം ഒരൊറ്റ നമ്പർ, ഒരു മന്ത്രം, അത് മതിയെന്ന്. ഇതാണ് അവസ്ഥ. ഇതിനൊരു ഉത്തരം ഇവരോട് ചോദിച്ചവർക്ക് ഉത്തരം തരാനില്ല. ഞാൻ നേരിട്ട് പലരോടും ചോദിച്ചു. ഞാനിപ്പോൾ ഓപ്പണായിട്ട് ചോദിക്കണം, ഇനി അറിയണ ആൾക്കാരുടെ. അതുകൊണ്ട് കൃഷിക്കാർ അവരുടെ രീതിക്ക്, അവരുടെ വർണ്ണത്തിലുള്ള, അവരുടെ ധർമ്മദേവതയായിട്ട് വെച്ചിട്ടുള്ള, ഇപ്പം മുണ്ടിയനെ പോലുള്ളൊരു ദേവത. മുണ്ടിയൻ കന്നുകാലികളെ രക്ഷിക്കാനും മുണ്ടൂർ പോലുള്ള സ്ഥലങ്ങൾക്ക് ആ പേര് വന്ന് അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു. മുണ്ടിയൻ കയ്യിലൊരു ദണ്ടും പിടിച്ചിട്ട് നിൽക്കണ ഉഗ്രമൂർത്തി അദ്ദേഹം. വർഷത്തിൽ ഒരു തവണ കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ആചരണം നടത്തുകയാണ്. മുണ്ടിയനെ ആവാഹിക്കുക. എങ്ങനെ മുണ്ടിയനെ ആവാഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെ ചെയ്യും? ഇവർ മനസ്സുകൊണ്ട് ആവാഹിക്കോ, അത് ഇവരുടെ സ്വന്തം പ്രാണനിലേക്ക് ആവാഹിക്കോ? ഇത് പുനഃപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ദേവന്റെ പ്രസാദം ഇവർ കഴിക്കുമോ? ഇവർ കഴിക്കില്ല.
ഘണ്ടാകരന് പൂജ ചെയ്ത മുണ്ടിയന്റെ പൂജ കഴിച്ച് ഇവർ പ്രസാദം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവർ പ്രസാദം കഴിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. അപ്പോ ആ വർണ്ണത്തിനെ മനസ്സുകൊണ്ടെങ്കിലും ആ കുംഭാരന്റെ മൺപാത്രം ഉണ്ടാക്കണവനായിട്ട് നിങ്ങൾ മാറണ്ടേ? അവന്റെ ദേവനെ നിങ്ങൾ ആവാഹിക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ മരപ്പണിക്കാരനാവണ്ടേ? അവന്റെ ദേവനെ ആവാഹിക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ഇറച്ചിവെട്ടുകാരനാവണ്ടേ? അവന്റെ കാളി ആവാഹിക്കുമ്പോൾ എന്ത് വെച്ചിട്ടാ നിങ്ങൾ ആവാഹിക്കുന്നത്? എല്ലാം മനസ്സിന്റെ തലത്തിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഉത്തരം ഇല്ല. ഇതൊരിക്കലും ജാതിയുടെ ഒരു ചോദ്യമായിട്ട് എടുക്കരുത് എന്ന് മാത്രം വിനയത്തോടു കൂടിയിട്ട് അപേക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിഷയങ്ങൾ എത്രയോ അപകടം പിടിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാവൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് കോൺക്രീറ്റ് ആയിട്ടുണ്ടെങ്കിലും ചുരുങ്ങിയ ചില സാധനങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാവുകളുടെ സ്വഭാവങ്ങളായിരുന്ന കാരണം ആ സ്വഭാവം വന്നാൽ തന്നെ ദേവിയുടെ ചൈതന്യത്തിന് സ്വഭാവ വ്യത്യാസം വരും. പക്ഷെ അപ്പോഴും എന്താ, ഇതിനിടങ്കോലിടും. ഇത് പാടില്ല, അത് പാടില്ല എന്ന് പറയും. ഞാൻ ഇവിടെ പറഞ്ഞു വെക്കണമെന്നേ ഉള്ളൂ. എവിടെയും അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. തണലുകൾ ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ തണലുകളല്ല അത് ഉദ്ദേശിക്കുന്നത്. എന്നാലും എവിടെയെങ്കിലും തണലുകൾ ഉണ്ടാക്കുക. അത് പറഞ്ഞുതരാം. ജലത്തിന്റെ സ്രോതസ് ഉണ്ടാവുക, മണ്ണ് എവിടെയെങ്കിലും ചവിട്ടാൻ ബാക്കി വയ്ക്കുക, നിശബ്ദത ഉണ്ടായിരിക്കുക. കാവുകളുടെ സ്വഭാവം, പ്രത്യേകിച്ച് കാളിക്ക് നിശബ്ദത വളരെ ആവശ്യമാണ്. ഇവിടെ പുറത്ത് ബഹളാണ്, അകത്ത് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ ശരീരമാണ് ഈ പ്രദേശം മുഴുവൻ. മൃഗങ്ങളെ ഓടിക്കാതിരിക്കുക. നായ കയറിയ ശാന്തിയാണ് കേരളതന്ത്രത്തിൽ. ശ്വാനശാന്തി, നായശാന്തി ഹോമം തന്നെയുണ്ട്. കാരണം നായ കൊതിയോടെ വരിക. വാസ്തവത്തിൽ 24 കലകളും ശരീരത്തിൽ ഉണർന്ന വേറൊരു ജീവി ഇല്ല പറയും. അതുകൊണ്ടാണ് അതിനെ സാരമേയം എന്ന് പറയണത്. മനുഷ്യനെക്കാട്ടിലും പെട്ടെന്ന് മോക്ഷം കിട്ടാനുള്ള രൂപമാണ് ശരിക്ക്. അതുകൊണ്ടാണ് ഭൈരവൻ കൊണ്ടു നടക്കണ കൂടെ. ഭഗവാൻ എന്താ ചുമ്മാ അങ്ങോട്ട് നായ അങ്ങോട്ട് കൂടെ കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ച്? ഭഗവാൻ കുറുക്കനെ ചെന്നായ കൊണ്ടു നടക്കണില്ലല്ലോ. നായ പക്ഷെ കയറിയ കൊതി പിടിക്കുന്നു, നേദ്യം മണക്കും, തിന്നാൻ ആലോചിക്കും. അതുകൊണ്ട് നായശാന്തി ഹോമം, ശ്വാനശാന്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹോമം തന്നെയുണ്ട്. അത് ആ സമ്പ്രദായത്തിൽ അതങ്ങനെയാണ്. പിന്നെ പ്രാണനെ ചുമക്കുന്ന മരങ്ങൾ വേണം. ഇവിടെയൊക്കെ ഭാഗ്യമുണ്ട്. ഈ ആലന്നൊരു ഐശ്വര്യമാണ്. ഇത് കാലാകാലം നിൽക്കട്ടെ. ഇനി നാളെ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ പുതിയൊരു ആല് വരണം. അങ്ങനത്തെ വൃക്ഷങ്ങൾ അവിടെ വയ്ക്കുക. ഒരു പാല അല്ലെങ്കിൽ പാലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷം ആ ദേവിയുടെ പരിസരത്ത് എവിടെയെങ്കിലും വയ്ക്കുക. പാലുള്ള ഒരു വൃക്ഷം മതി. പിന്നെ ഒരു കാഞ്ഞിരം, ഒരു കൂവളം. കാളിയാണെങ്കിൽ കൂവളം, ദുർഗയാണെങ്കിൽ നെല്ലിക്ക, നെല്ലിമരം. വൈഷ്ണവാണ് നെല്ലി, മഹാലക്ഷ്മിയാണ്. രണ്ടും മഹാലക്ഷ്മിയാണ്. കൂവളവും മഹാലക്ഷ്മിയാണ്, ഇതും മഹാലക്ഷ്മിയാണ്. പക്ഷെ ശൈവമാണെങ്കിൽ നമ്മൾക്ക് ഇവിടെയൊക്കെ ഒരു കൂവളം, ഒരു വേപ്പ്. വേപ്പ് ഞാൻ പറഞ്ഞു തരണ്ട, അമ്മയാണ്. ഇങ്ങനത്തെ മിനിമം പ്ലാന്റിങ്ങുകൾ ചെയ്യുക. സ്ഥലമുള്ളവിടെ ചെയ്താൽ മതി. പിന്നെ ഒരു 10 അടി ബൈ 10 അടി എവിടെയെങ്കിലും ഒരു കോർണർ, അത് കാവായിട്ട് വിടുക. അവിടെ ചവിട്ടരുത്. അവിടെ ഒരു പ്രതിമ ഒന്നും വേണ്ട, ഒന്നും വെക്കണ്ട. അതിനെ അങ്ങോട്ട് വിടുക. അവിടെ പുല്ല് വളരട്ടെ, കാട് വളരട്ടെ, ഒരു കുഴപ്പമില്ല. അതിനൊരു ചുറ്റുമതിലോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് പക്ഷികൾക്ക് വന്നിരിക്കാനും ഒക്കെ ആയിട്ട് വിടുക. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ ചൈതന്യം മതിൽക്കെട്ടിൻ്റെ അകത്ത് സഞ്ചരിക്കണ സമയത്ത് പാവം അത് പോയിട്ട് രാത്രി അവിടെ കുറച്ച് നേരം ഇരുന്ന് ശാന്തമായിട്ടിരിക്കും. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് വാസ്തവത്തിലത്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ദേവതയുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും നടക്കില്ല. മറ്റു പല ക്ഷേത്രങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ദേവി യക്ഷിയായിരുന്നോ? ഈ ദേവി ഭദ്രകാളി ശാന്തയായിട്ടുള്ളതാണോ? അതോ ഉഗ്രയായിട്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത് കുടുംബത്തിലിരുന്ന ദേവതയെ പുറത്തു കൊണ്ടുവന്നാണോ? ഉദാഹരണത്തിന് മമ്മിയൂർ നിങ്ങൾ ചെല്ലുമ്പോൾ ബാക്കിൽ കാണുന്ന ഭദ്രകാളി ആ അമ്പലത്തിൻ്റെ ദേവിയല്ല, അതൊരു തറവാട്ടിലിരുന്നാണ്. അവരവരുടെ സ്ഥലം കൊടുത്തിട്ട് ആ ദേവി അവിടെ ഏർപ്പെടുത്തിയതാ. അപ്പൊ അതേമാതിരി ഇതില് സർപ്പങ്ങൾ ഉണ്ടായിരുന്നോ? ഉള്ളിലായിരുന്നോ പുറത്തായിരുന്നോ? ചാത്തൻ ഉണ്ടായിരുന്നോ? മിക്ക സ്ഥലത്തും ചാത്തൻ ഉണ്ടാവും. ചാത്തനില്ലാത്ത കാവുകൾ ഉണ്ടാവാറില്ല പണ്ട് കേരളത്തിൽ. പിന്നെ ഈ ഭഗവതി കുഞ്ഞുങ്ങളെ കൊടുക്കണവളാണോ? അതോ പ്രസവരക്ഷ ചെയ്യണവളാണോ? ഗർഭരക്ഷ ചെയ്യണവളാണോ? ഇസക്കി അമ്മ എന്നൊക്കെ പറയും നമ്മൾ തമിഴ്നാട്ടിൽ. പേച്ചി അമ്മ, ഇസക്കി അമ്മയൊക്കെ പ്രസവരക്ഷ ചെയ്യണ അമ്മമാരാണ്. കാളിക്ക് അങ്ങനത്തെ അനവധി ഭാവങ്ങളുണ്ട്. അസുഖം മാറ്റണവളാണോ? യുദ്ധം ജയിപ്പിക്കണവളാണോ? കൃഷിയുടെ ദേവതയാണോ? അതോ കന്നുകാലികൾക്കുള്ളവളായിരുന്നോ? ഇതൊക്കെ
ഇതൊക്കെയാണ് നമ്മൾ പ്രശ്നം വെച്ച് കണ്ടെത്തേണ്ടത്, അല്ലാണ്ട് പരശുരാമൻ വെച്ചാണോ എന്നല്ല. ഇതൊന്നും പറഞ്ഞു തരാൻ തലമുറകളില്ലെങ്കിലും ജ്യോതിഷം മഹാശാസ്ത്രമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് അന്വേഷിക്കുന്നതിന് പകരം ഇന്ന ഇല്ലക്കാര് പണ്ട് അതിലേക്കൂടെ പോയപ്പോൾ അവർ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനത്തെ കഥകളാണ് മുഴുവൻ പ്രശ്നചാർത്തിലും. എന്നിട്ട് പറയും ഗുരുവായൂർ പോയിട്ട് ആ പണം വെക്കൂ, ഇവിടെ പോയിട്ട് ഗുരുവായൂരപ്പം ഇവരൊക്കെ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരണമെന്ന്, അവിടെ പോവൂ ഇവിടെ പോവൂ ഇവിടെ പോവൂ അവിടെ പോവൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞേക്കും. ഇതൊന്നും ഈ രീതിയെ മാറ്റിമറിക്കേണ്ട കാലം വന്നു കഴിഞ്ഞു. പിന്നെ കുരുതി ഉണ്ടായിരുന്ന സ്ഥലത്ത് മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം കുരുതിയായിട്ടെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക നടത്തിപ്പുകാരുടെ അടുത്ത്. അതേമാതിരി നിലവിളക്ക് എന്താ പറയുക, അവനവന് ഭക്തജനങ്ങൾക്ക് തന്നെ കൊളുത്തി സമർപ്പിക്കുക. അത് വെറുതെ നെയ്യ് ഇവിടുന്ന് 10 റുപ്യ ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ 20 റുപ്യ ടിക്കറ്റ് എടുക്കുക, അകത്തൊഴിച്ചോളും പറയുക. അതല്ല, ഒരു തിരി കത്തിച്ച് വെക്കാനുള്ളൊരു സംവിധാനം വേണം കാവുകളിൽ. അത് ചെയ്താൽ തന്നെ മതി. കാരണം നിങ്ങൾ നേരിട്ട് അമ്മയ്ക്ക് ചെയ്യുന്നതാണ്, അഗ്നി നേദ്യമാണ്. അത് ചെയ്യാനുള്ളൊരു സൗകര്യം. പിന്നെ അതേമാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കുമോ, അരി, തേങ്ങ, വെറ്റില, ഇതൊക്കെ അകത്തേക്ക് പോകണം, അല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോകാനല്ല. അത് വേറെ കോൺട്രാക്ടർ വഴി, ആ പരിപാടിയല്ല. നമ്മൾ കൊടുക്കുന്നത് അപ്പം അകത്ത് കൊടുത്ത് നേദിച്ച് തരുമോ. നമ്മളിപ്പോൾ ഒരു പടലപ്പഴം, ഒരു കൊല ഉണ്ടായി, അത് വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് കാളിക്ക് വെച്ചു, അമ്മയ്ക്ക് വെച്ചു, അത് അകത്ത് കൊണ്ടുപോയി തളിച്ചിട്ടാണോ വാട്ടവർ ആയിക്കോട്ടെ നേദിച്ച് തരുമോ? ഇല്ല, ടൈമിന് മാത്രമേ നേദിക്കുള്ളൂ. അവിടെയാണ് പ്രശ്നം വരുന്നത്. തിരുവാർപ്പമ്പലം ഇതേ സമുദ്രങ്ങളിലൊക്കെ വരണതാണ്. പക്ഷെ തിരുവാർപ്പിൽ നിങ്ങൾ ഭക്ഷണം കൊണ്ടേ ആ ഉണ്ണിക്ക് അപ്പ വേണം. അവിടെ കംസവധം കഴിഞ്ഞിരിക്കുക. രാവിലെ 2:30 മണിക്ക് തുറക്കണം അമ്പല, ലോകത്തിൽ ആദ്യം തുറക്കണം അമ്പല. തുറക്കാൻ പൂട്ട് തുറക്കാൻ പറ്റി, പൊളിക്കാൻ മഴു വെച്ചിട്ടുണ്ട് വാതിലിന്റെ പുറത്ത്, അതെടുത്തിട്ട് വെട്ടിപ്പൊളിച്ചിട്ടെങ്കിൽ ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊണ്ടുവരും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്തു കൊണ്ടായാലും, നിങ്ങൾ എന്തു കൊണ്ടായാലും അകത്ത് കൊണ്ടുപോയിട്ട് പൂജിച്ചു കൊണ്ടുതരും. ഓക്കെ ആയിട്ടുള്ള ദ്രവ്യം ആവണമെന്നേ ഉള്ളൂ. കദളിപ്പഴോ വെണ്ണയോ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം. നമുക്കത് അവിടെ സാധിച്ചില്ല. പഴങ്ങളെങ്കിലും നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കുറച്ച് ആശയങ്ങൾ വരണമെന്ന് മാത്രം. പിന്നെ പൊതു മന്ത്രജപം ഒഴിവാക്കുക. ഇപ്പോൾ ചില മന്ത്രങ്ങളിൽ എല്ലാവരും ഓം ദും ദുർഗായ നമഃ അങ്ങോട്ട് ചെല്ലും. ദുർഗയെ കണ്ട അത് ഏത് ദുർഗ? ആ ദും എന്നുള്ള ബീജം സ്ഥിതികാരിണി ദുർഗയ്ക്ക് മാത്രമുള്ളതാ. തന്ത്രം പഠിച്ചവർക്ക് അറിയോ? വനദുർഗയുടെ അടുത്തും ഉഗ്രദുർഗയുടെ അടുത്തും ജയദുർഗയുടെ അടുത്തും പക്ഷിദുർഗയുടെ അടുത്തും ജലദുർഗയുടെ അടുത്തും പോയിട്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് അതൊക്കെ കോമൺ, ഒക്കെ ഒറ്റ ആളെന്നല്ലേ എന്ന് പറഞ്ഞാൽ അയമ കേട്ടഭാവെന്ന് കാണിക്കില്ല. അന്യമന്ത്ര യജനമാണ് ദോഷം എന്ന് തന്ത്രസമുച്ചയം തന്നെ എഴുതി വെച്ചിരിക്കണം. മന്ത്രം മാറ്റരുതെന്ന്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നരസിംഹത്തിന് ഓം നമോ നാരായണയെ കൊണ്ട് പൂജ കഴിക്കണം? എന്തടിസ്ഥാനത്തിലാണ് കാളിക്ക് ഇത്രയും കാളികളുള്ളപ്പോൾ കൃഷ്ണകാളിക്കുള്ള മന്ത്രം അത് കരിങ്കാളി, ചൊടലകാളി, അത് ശ്മശാനകാളി, മറ്റേ കാളരാത്രി, എത്ര മന്ത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ മന്ത്രമൊന്നും ഇല്ലാണ്ട് ഈ രീതിയിൽ കൊടുക്കണു? അതുകൊണ്ട് കോമൺ മന്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് ഭക്തരായിട്ടുള്ള നമ്മൾ ജപിക്കാതിരിക്കുക. അതിന് പകരം അമ്മയെന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. വലിയ ജപിച്ചില്ലാത്ത മന്ത്രക്കളുടെ അറിവൊന്നും കാണിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും പിടിക്കില്ല. ചില ക്ഷേത്രങ്ങളിൽ ലളിത പോയിട്ട് ചെല്ലുന്നത് പോലും അപകടമാണ്. ലളിതാ സഹസ്രനാമം നമ്മുടെ വിചാരം പരാശക്തി അല്ലേ എന്നാ. അവിടെ ഇരിക്കുന്ന ആളുടെ സ്വഭാവം വേറെ ഇരിക്കും. ഇന്നിപ്പോ ഫാഷനാണല്ലോ. എന്തുകൊണ്ട് ഈ അവസ്ഥയിലെത്തി? ഉണ്ടായിരുന്നത് കളഞ്ഞു. അതുകൊണ്ട് എന്തായി? ഈ പുതിയ 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 സാധനങ്ങളൊക്കെ പരീക്ഷിക്കലപ്പോൾ ഉപദേശം ഇല്ലാതെ മന്ത്രങ്ങൾ ചെല്ലുക, ഉപദേശം ഇല്ലാണ്ട് കുറെ എന്താ പറയുക തീവ്ര താന്ത്രിക സ്തോത്രങ്ങൾ വരെ എടുത്ത് ചെല്ലുക. ഇന്നാൾ ആരോ എൻ്റെ അടുത്തുണ്ട് വൾഗാസൂക്തം ഞാൻ ചെല്ലാറുണ്ട് ദിവസം. ഞാൻ ഞെട്ടിപ്പോയി, കരിഞ്ഞു പോവും. വൾഗാസൂക്തമൊക്കെ എടുത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ബഹളാമകയുടെ സൂക്തം അത് എവിടെ ചെല്ലണമെന്ന് ചോദിച്ചോ കാളുടെ അമ്പലത്തിലാണ്. ഒരമ്മയാ നവാക്ഷരി 108 1008 ചെല്ലണത്. ആ ചാമുണ്ടായെ എന്ന് പറഞ്ഞിട്ട് വരുന്ന മന്ത്രം. ഈ ചാമുണ്ടിയെ നേർക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു തന്നല്ലോ അകത്താ വെച്ചിരിക്കണെന്ന്. ആ അമ്മ കംപ്ലീറ്റ് മെസ്സപ്പാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് അവരായിട്ട് മന്ത്രം മാറ്റില്ല, നമ്മളായിട്ട് ദേവി ആരാന്ന് നമ്മൾ നിശ്ചയിക്കണ്ട. അമ്മയെന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. എല്ലാം അമ്മയാണല്ലോ. അകത്തുനിന്ന് അകത്തേക്കുള്ള പ്രാർത്ഥനകൾ ഉണ്ടാക്കുക.
മനുഷ്യനും ദേവതയും തമ്മിലുള്ള ബന്ധത്തെ പുനരാവിഷ്കരിക്കുക. ചീട്ടെടുത്ത് അകത്ത് കൊണ്ടുപോയിട്ടൊരു കച്ചവടം നടത്തുന്ന ബന്ധമാണ് വരുന്നത്. അമ്മേ, ഭദ്രേ, നാഗമേ, അല്ലെങ്കിൽ രക്ഷിക്കണേ, രക്ഷിക്കണേ, ആ വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട പ്രാർത്ഥിക്കാൻ. ആ മാനുഷികമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക. ഇടനിലകളാണ് നമ്മുടെ ധർമ്മത്തിനെ നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അതേമാതിരി തന്നെ വീടുകളിൽ പണ്ട് അവിയിടും. നമ്മുടെ അവിടെയൊക്കെ അല്ലേ, അമ്മയ്ക്കൊക്കെ ഓർമ്മയുണ്ടാവും, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അവിയിടും വീട്ടിൽ. അവിടെ ഇരിക്കണം അമ്മയ്ക്ക് നമ്മൾ വീട്ടിലിരുന്ന് കൊടുക്കുകയാണ്. അതൊക്കെ പുനരാരംഭിക്കുക. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ പൊങ്കാല. അതിന് ഇവിടെ വന്ന് ഇടണം നിർബന്ധമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്താൽ മതി. എന്നും കൊടുക്കാം. നിങ്ങൾക്ക് ഇന്നൊരു ചൊവ്വാഴ്ച തോന്നുകയാണ് അമ്മയ്ക്കൊരു പൊങ്കാല ഇട്ടളയാം, ഇന്ന ദിവസം എന്നില്ല കാവിലിരിക്കണ ദേവിക്ക്. എന്ന് പെറ്റമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നിയാൽ അന്ന് കൊടുക്കുക. എവിടെയെങ്കിലും ഇരിക്കണം, ഗണപതിക്ക് നിങ്ങൾക്ക് ഒരു കൊട്ട അപ്പം ഉണ്ടാക്കണം എന്ന് തോന്നി വീട്ടിൽ അപ്പം ഉണ്ടാക്കിയിട്ട് ആദ്യം ഗണപതിക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളും കഴിക്കുക, മക്കൾക്കും ഒക്കെ കൊടുക്കുക, അടുത്ത വീട്ടിൽ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. ഇത് ചെയ്യണേന് ആരാ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? ഇങ്ങനെ ബന്ധം ഉണ്ടാക്കൂ, സംസാരിക്കൂ. കയറി വരുമ്പോൾ ആ ദേവിയോട് ചോദിക്കൂ, അമ്മയെ കുളിച്ചോ, ഭക്ഷണം കഴിച്ചോ, സന്തോഷമായിട്ടല്ലേ അമ്മ നീ ഇരിക്കണത് എന്ന് ചോദിച്ചു നോക്കൂ. അവൾ സംസാരിക്കും നിങ്ങളോട്. ഇടനിലകൾ വേണ്ട അവിടെ. മനസ്സുകൊണ്ട് പൂജിക്കൂ, മനസ്സുകൊണ്ട് അഭിഷേകം ചെയ്യൂ, മനസ്സുകൊണ്ട് കൊടുക്കാവുന്ന നേദ്യങ്ങളൊക്കെ കൊടുക്കൂ. അതിന് കിട്ടാത്തതൊക്കെ നിങ്ങളുടെ മനസ്സെന്നെങ്കിലും കിട്ടട്ടെ. അത് ചെയ്യാൻ ശ്രമിക്കുക. നഗ്രപാതരായിട്ട് വരിക, മണ്ണിൽ ചവിട്ടി നടക്കണ ആ ഫീൽ ഉണ്ടാക്കുക. എന്ത് ആവുന്നത് എന്തും കൊടുക്കുക. ഇതിലൊക്കെ ഉപരി കാവ് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച്, അത് കമ്മിറ്റികളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും നന്നായി വരുന്നുണ്ട് മാതൃസമിതികൾ. സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് കൂട്ടണം. നിങ്ങൾ സ്ത്രീയുടെ ശരീരമാണ് ഏറ്റവും ഉപാസനയ്ക്ക് അനുയോജ്യം. അതുകൊണ്ടാണ് അവരെ എന്നും തടഞ്ഞിട്ടുള്ളത്. പുരുഷന്റെ ശരീരമല്ല സാക്ഷാത്കാരത്തിന് ഏറ്റവും യോജിച്ചിട്ടുള്ളത്. ശാസ്ത്രങ്ങളെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഉപാസക സാധകൻ ആരാ? ഏറ്റവും ഉയരത്തിലുള്ളത് നേടിയത്, ഈശ്വരനെ തന്നെ പകുതി ശരീരം നേടിയത് ആരാ? അമ്മയാണ്. ഉമ, ശ്രീപാർവതി. അതിൻ്റെ മുകളിലൊരു സാധകനോ സാധക ഈ പ്രപഞ്ചത്തിലില്ല. അവള് പെണ്ണ. അതുകൊണ്ട് സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് കൂട്ടണം. അതെങ്ങനെയൊക്കെ അതാത് ദേശങ്ങളിൽ ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ചെയ്യുക. അത് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ അമ്മമാര് വരെ പറ്റണവരെ ആവുന്നതൊക്കെ ചെയ്യുക. ഇത് ചെയ്തേ പറ്റൂ. ഇതിനൊക്കെ പുറമെ അവനവൻ്റെ വീടുകളിലും ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം പറമ്പുകൾ ഉണ്ടെങ്കിൽ ചെത്തിക്കോരാണ്ട് വേലി കെട്ടി തിരിച്ച് വള്ളികളാക്കിയിട്ട് ഇടുക. പേടിക്കേ വേണ്ട. അവിടെ നിങ്ങൾ ഒരു ദേവതയും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളവിടെ നാളെ അയ്യോ പറമ്പ് വിറ്റ് പോവില്ലേ, ഇവിടെ ദേവന്മാർ വരും, ഒന്നും വിചാരിക്കണ്ട. ഒരു കാവിൻ്റെ ഊർജം നിങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിലും പറമ്പിലുള്ള പകുതി പ്രശ്നം തീർന്നു കിട്ടും. കലഹങ്ങൾ കുറയും. എൻ്റെ സ്ഥലം എന്നുള്ള ഒരു ഭാവം വിട്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മാത്രമായിട്ട് വിട്ടുകൊടുക്കൂ. ഒരു ചെറിയ ഭാഗം, ഒരടി ബൈ ഒരടി അതെങ്കിലും കൊടുക്കൂ. ഇനി നിങ്ങൾ ഫ്ലാറ്റുകളിലാണ് താമസിക്കണമെങ്കിൽ ബാൽക്കണിയിൽ ഒരു സ്ഥലത്തെങ്കിലും ഏതെങ്കിലും ഒരു ചെടി, ഒരു 2 ചെടി വെക്കുക. വേണമെങ്കിൽ അവിടെ ഒരു വിളക്ക് കൊണ്ടേ കൊളുത്തി വെച്ചോളൂ. എന്തൊരു ഐശ്വര്യമായിരിക്കും ആലോചിച്ച് നോക്കൂ. പൂജാമുറി കൂടെ വെക്കണം. കൂടാണ്ട് ഒരു ദീപാവലി വിളക്ക് പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 1 or 2 ചെറിയ ചെടി വെച്ചിട്ട്, എന്തായാലും ചെടി വെക്കുന്നുണ്ട് ബാൽക്കണിയിൽ, ഒരു കോർണർ ഉണ്ടാക്കി വെക്കുക. അവിടെ വേണമെങ്കിൽ അമ്മയുടെ ഒരു ഫോട്ടോയും കൊണ്ടേ വെച്ചോളൂ. നിങ്ങൾ പൂജാമുറി വെക്കണം. കൂടാണ്ട് ദേവിയുടെ ഒരു ഫോട്ടോയും കൂടെ വെച്ചു. ഫ്ലാറ്റുകളിൽ നിങ്ങൾ 10ാം നിലയിൽ 50ാം നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് കാവുണ്ടാക്കാം. ഞാൻ ദുബായിൽ ഉണ്ടാക്കിയിരുന്നു. പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ട്. ചെയ്തു നോക്കൂ, ഫലം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ കാവുകൾ പഴയ സ്ട്രക്ചറുകൾ അല്ലെങ്കിലും ആ കാവിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. ഏത് അമ്പലത്തിനും കുറച്ച് ഭൂമി, ആ ഭൂമിയിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ മതി ഒരു പൂന്തോട്ടവും വേണം. ഏതെങ്കിലും 1 or 2 പൂവെങ്കിലും നമ്മുടെ സ്വന്തം ഭൂമിയിൽ നിന്നുള്ളത് അർച്ചനയ്ക്ക് അകത്തേക്ക് ദിവസം പോകണം. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ ഇവിടെ മേട്ടുപ്പാളയത്തിൻ്റെ അടുത്ത് ഒരു ശിവക്ഷേത്രം വേറൊരു വിഭാഗക്കാരുടെ കയ്യിൽ പെട്ട്, ഞാൻ കഥ പല സ്ഥലത്തും പറഞ്ഞു. ഞാൻ അവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ വേറൊരു സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ അവരുടെ മകളുടെ മുടിയിലെ പേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലിരുന്നിട്ട്. ഞാൻ അമ്പലം പിടിച്ചെടുത്തു. 3-4 കൊല്ലം കൊണ്ട് ഞാൻ അവിടെ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിച്ച് അവിടെ കളിക്കാൻ വരുന്ന കുട്ടികളെ കൊണ്ട്, നിങ്ങളിപ്പോൾ പിള്ളേരെ നിങ്ങൾ ഇവിടെ കളിച്ചോ, നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ അവർ വളർത്തിക്കൊണ്ടുവന്ന് ആ പൂക്കൾ കൊണ്ട് മാത്രം ലക്ഷാർച്ചന നടത്തി ഞങ്ങൾ. അതെങ്ങനെ? നാട്ടുകാരെ കൊണ്ട് ലക്ഷാർച്ചന നടത്തിച്ചു.
നടരാജമൂർത്തിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ട് നാട്ടുകാരിരുന്ന് ലക്ഷാർച്ചന നടത്തി. ഞാൻ അതിൻ്റെ ചുറ്റും നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ, ഈ കുഞ്ഞുങ്ങളെ തൊട്ടിൽ എവിടെയും കൊണ്ടേ കെട്ടും. ഒരു സ്ത്രീയുണ്ട് പ്രാവിക്കൊണ്ട് തൊട്ടിലാട്ടിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ നീ പ്രാവിക്കൊണ്ട് തൊട്ടിലാട്ട? പറഞ്ഞു, ഇത് ഉറങ്ങണില്ല, അതുകൊണ്ട് എനിക്ക് പോയിട്ട് പൂജ കഴിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, ഞാൻ ആട്ടിക്കോളാം പറഞ്ഞു. ഞാൻ ആട്ടി. എന്നിട്ട് അത് പോയിട്ട് പൂജ കഴിച്ച് തിരിച്ചു വന്നു. അങ്ങനെയുള്ള ബന്ധം നമ്മൾ ഭഗവാനുമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ആ ക്ഷേത്രം വളരെ വലുതായി, നന്നായിട്ടിരിക്കണം, അസലായിട്ടിരിക്കണം. സ്വന്തം അതിൻ്റെ സർവേ ഞാൻ നടത്തിച്ചു, റീസർവേ നടത്തിച്ചു. എന്നോ പാഴടഞ്ഞു പോയ ശിവക്ഷേത്രമായിരുന്നു. ഇന്ന് അഷ്ടനാഗങ്ങളും 63 നായന്മാരും സിദ്ധസമാധി വരെയുള്ള ക്ഷേത്രമായിരുന്നു അത്. മുരുകനെയും ഞാൻ കൊണ്ടേ പ്രതിഷ്ഠിച്ചോടെ. ഞാൻ മുരുകൻ്റെ പ്രതിഷ്ഠയുടെ കാര്യം സ്കന്ദപുരാണത്തിൻ്റെ സമയത്തൂടെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന ആ കുട്ടികളാണ് ഇന്നത്തെ കമ്മിറ്റി അവിടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും കൊല്ലം മുമ്പ് കൊച്ചുമക്കളായിരുന്നു, ഒരു 15 വയസ്സ് തൊട്ട് താഴെയുള്ള കുട്ടികളായിരുന്നു. അവരാണ് ഇന്ന് അമ്പലം നോക്കി നടത്തുന്നത്. ഭഗവാന് സ്വന്തം തേര് വരെ ഒരു സാധാരണ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഗ്രാമം മേട്ടുപ്പാളയത്ത്, അധികവും വരേണ്യവർഗമേ അല്ലാത്ത വിഭാഗങ്ങൾ. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരൊറ്റ ചോദ്യം മാത്രം അവശേഷിപ്പിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ദേവി വാഴ്ത്തുന്ന ഒരു വാഴ്ത്തുകൂടെ പാടാം. ഞാൻ ആ വാഴ്ത്ത് പാടാന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രസാദം തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതും കളമ്പാട്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗമാണ്. എല്ലാവരും നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റണ മാതിരി ആ കണ്ണോട്ടുകാവിലമ്മയോട് പ്രാർത്ഥിച്ചോളൂ. എനിക്കാവുന്ന പോലെ ചെല്ലാം. ഇതൊന്നും കുറുപ്പന്മാർ ചെല്ലുന്ന അതേ രീതിയിലൊന്നും ആവില്ല, അതുകൊണ്ട് ക്ഷമിക്കുക, അമ്മയെ ക്ഷമിക്കണം. ഞാൻ എന്നാലാവണ മാതിരി പാടി സ്തുതിക്കുകയാണ്. കേട്ടെഴുന്നള്ളിപ്പെട്ടു വരുവായാക പോലും ദൈവമേ, കേട്ടുപോകുന്ന പ്രീതിപ്പെട്ട് വിളയാടി എഴുന്നള്ളി വരുവായാക പോലംബികേ, അണിമുല മാതാവേ, ലോകമാതാവേ, പിതാവേ, ആറിലും അഴകിയവളെ, അരൺമണിക്കുഴൽ നല്ലാളെ, ആനന്ദസുന്ദരി, ആരോ മലന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ, ശക്തിനേത്രത്തിങ്കൽ തോന്നി ആയ പോലെ ചണ്ഡികാദേവി, ശങ്കര ശിവൻ മകളെ, ദാരുകൻ കൊടിമുഖം കണ്ട ഭദ്രേ, ഭദ്രകാളി ഭഗവാന്റെ 3-ാം തിരുനേത്രത്തിങ്കൽ നിന്നുജ്ജലിച്ച അവതാരമായി തോന്നി. കേട്ടെഴുന്നള്ളി വരുവായോഗ പോലും ആരോമലന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ, കേളാകിനായോ വാളാൽ വരും കുരുതി വെള്ളത്തിലോളം കുളിച്ചു നിൽപ്പോയാക പോലും ഈരേഴു ജഗത്തിനും മനോരഥമായി നിൽപ്പൊരു മണിമുകുടസ്തപകുടമേ, തേനതലിയും കതിരമുനാൽ മൂലമന്ത്രം സാധിപ്പാനായിക്കൊണ്ട് നെല്ലും അരിയും മുല്ലമലരും മഴുത്തൊരു നാക്കിലയിൽ വെള്ളരിയും കണ്ണിമേൽ വെറ്റിലയും കന്നിപ്പഴുക്കയും ചെപ്പും പറനിറപ്പും 4 വിളക്കും കൊളുത്തി വെച്ച് ആദരാൽ വളങ്ങി ചൊല്ലി സ്തുതിച്ചലങ്കരിച്ച് വിളിക്കുന്നേൻ പോലും ആരോമലന്നുടെ തീരുമാന്താങ്കുന്നിലമ്മേ, കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ. കറുത്ത നിറം നിനക്കുണ്ടാകുമെങ്കിൽ കാളിയെന്നു പേരുണ്ടായോ, കറുത്ത നിറം നിനക്കുണ്ടാകിൽ കാളിയെന്നു പേരുമുണ്ടായോ, മൂർച്ചവാളും കൂർത്തൊരു ദംഷ്ട്രവും എന്നിലയും അമ്പിളിയും നാഗം ചേർന്ന കുണ്ഡലങ്ങളും ഈരട്ടു തൃക്കൈയിലെന്തും നല്ലായുധങ്ങളോടും കൂടി കൊട്ടുമേ, ശ്രീവർണ്ണക്കൂട്ടവിട്ട് പൊരുതു പോർക്കളം കുറുകിനായോ, പടയുടെ മഹാകാളി എണ്ണുവാനരുതാത്തോളം വസരവീരന്മാരെ കൊന്നു കൈലാസം ബുക്കായോ, പെണ്ണോ ആണും നീയ് ദുർഗാമകളും നീയ് സാക്ഷാൽ ശ്രീമൂലഭദ്രകാളി പോലും ആരോമലന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ. 30 ചൊവ്വാഴ്ച വിളിപ്പെട്ടു വരുവായാക പോലും ദേവി ചെങ്കോഴിയാടറുത്ത് കളിയാട്ടം കണ്ടുമേവിനായോ, ഒത്തൊരു പാതിര നേരം വിളി പറഞ്ഞ് പാത്രപട്ടകയും കയ്യിൽ പിടിച്ച് വേതാളത്തിൻ കഴുത്തിലേറി കോട്ടുമാർപ്പം അലങ്കാരത്തോടും കൂടി കേട്ടെഴുന്നള്ളി വരുവായാക പോലും ആരോമലന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ. ദേവി വെട്ടിപ്പിളർന്നൊരസുര രാജാവ് ദാരുകൻ തല നഷ്ടപ്രതിഷ്ഠയാകും മണികണ്ഠൻ മകളെ,
ദിക്കെല്ലാം പൊരുത്തിലായോ ദശയിലുറയാടി മേവിനായോ വട്ടമേ വിടകൊള്ളും മാടവും ചെവാറ്റിലായോ വന്മാടക്കടവിലായോ ഓർക്കളം മഞ്ചും മേവിനായോ ഏകമ്പക്കളരിക്കു മുമ്പിനാൽ കേട്ടെഴുന്നള്ളി വരുവായാക പോലും ആരോമലെന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ. ഉദിച്ചു വരുന്നൊരു ദയമാന പർവ്വതം വലം ചെയ്ത് അസ്തമിക്കുന്നൊരു അസ്തമാന പർവ്വതം വലം ചെയ്ത് അഭിഷേക പർവ്വതം വലം ചെയ്ത് ശ്രീകൂട പർവ്വതം വലം ചെയ്ത് ശ്രീകാഞ്ചന പർവ്വതം വലം ചെയ്ത് വിന്ധ്യൻ മഹാമേരു എന്നിങ്ങനെ ചൊല്ലപ്പെട്ടതൊരു സപ്തലോക പർവ്വതങ്ങളും വലം ചെയ്ത് വാഴുക 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 വരിക പോലും തുളുനാടും വലം വെച്ച് മാണിക്കനാട് കാന്താപുരം വലം ചെയ്ത് നല്ലാളം മലയാളം വലം ചെയ്ത് നാഗതീർത്ഥം കോടി തീർത്ഥം വലം ചെയ്ത് ശങ്കരനേത്ര നാരായണപുരം വലം ചെയ്ത് വടക്കുട ഗംഗയാടി ഗോകർണമാടി കന്യാകുമാരി തീർത്ഥമാടി പടിഞ്ഞാറേഴു സമുദ്രവീതി വലം ചെയ്ത് ശിവനുറയുന്നൊരു സുന്ദര ശ്രീകൈലാസത്തിങ്കൽ നിന്ന് ശ്രീ മഹാദേവൻ തിരുവടിയുടെ അരുളപ്പാടാലേ പരശുരാമനാൽ പടയ്ക്കപ്പെട്ടൊരു മായുംപടവനങ്ങാട്ടിങ്കൽ കർമ്മഭൂമിയിങ്കൽ പോന്ന് നിന്തിരുവടിക്കധിവാസമായുള്ളൊരു തിരുമാന്താങ്കുന്നിലും വന്ന് അവിടുന്നും പോന്ന് പിരായിരി കണ്ണോട്ടുകാവിലിരിക്കുന്ന അവസ്ഥയിൽ വന്ന ഉലകഴിഞ്ഞു വരുവായാക പോലും ആരോമലെന്നുടെ തിരുമാന്താങ്കുന്നിലമ്മേ കൊടുങ്ങല്ലൂരമ്മേ പോലും മൂലതായേ. ഏകമ്പണവീര്യം വലം ചെയ്ത് മഹാകാളം മധുവത്തം വലം ചെയ്ത് നാലുശ്ശേരി വാഴും നാൽപ്പിരിങ്ങാട്ടും വലം ചെയ്ത് അന്തിക്കാട് ആനങ്ങാട് വലം ചെയ്ത് അത്തിവനയന്നാറുക്കാവ് വലം ചെയ്ത് പൊരുത് കണ്ടൊരു ശ്രീപോർക്കലിക്കാവ് വലം ചെയ്ത് കുറിച്ചു കണ്ടൊരു കുറുമാലിക്കാവ് വലം ചെയ്ത് കുത്തിക്കൊന്നു കൊടിക്കുന്നു വലം ചെയ്ത് വളച്ചു കണ്ടൊരു തിരുവളയനാട്ടുകാവ് വലം ചെയ്ത് കൊടുന്നലി വലിവാലും എന്നിങ്ങനെ 864 യോഗകന്യകമാരുടെ യോഗപീഠങ്ങളിലും അധിവസിക്കപ്പെട്ടു പോതും ചെയ്ത് തിരിഞ്ഞു പോന്നൊരു തിരുമാന്താങ്ങുന്ന വലം ചെയ്ത് നിന്തിരുവടിക്കധിവാസമായുള്ളൊരു പിരായിരി കണ്ണോട്ടുകാവിൽ പോന്നുല കഴിഞ്ഞു വരുവായാക പോലും ആരോമലെന്നുടെ കണ്ണോട്ടുകാവിലമ്മേ മേവും മൂലതായേ. നിന്തിരുവടിയുടെ ശ്രീമൂലസ്ഥാനത്തിങ്കൽ നിന്ന് പാട്ടുമണ്ഡപത്തിലങ്കരം മാറെഴുന്നള്ളിക്കൊള്ളുമ്പോൾ എന്തെല്ലാം അലങ്കാരം ഞങ്ങൾ ചെയ്യും അത് പറയാം. കൊളുത്തിയൊരു വിളക്ക്, കൊടിക്കൂറ, കണ്ണാടി, പീഠം, വെള്ളരി, ആവിയും പുകയും, വ്യാഴം, പാട്ട്, തണ്ണീരമൃത്, താലപ്പൊലി, ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നേദ്യം, വാദ്യം, വേദം, ഗീതം, നൃത്തം, താളം, വാക്കിനിരസം, മനസ്സിന് വന്ദനം എന്നിങ്ങനെ 7 പൂജകളെ കൊണ്ട് കൊണ്ടാടി ചൊല്ലി സ്തുതിച്ചലങ്കരിച്ചു വിളിക്കുന്നേ പോലും സന്തോഷിക്കണേ ആരോമലെന്നുടെ കണ്ണോട്ടുകാവിലമ്മേ പോലും മൂലതായേ. ഭദ്രേ ശരണം.